السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, ഈ ഒരു മജ്ലിസിൽ നാം വായിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അല്ലെങ്കിൽ കിതാബ് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയ അല്ലെങ്കിൽ ക്രോഡീകരിച്ച മുഖ്തസറു മിൻഹാജിൽ ഖാസിദീൻ എന്ന കിതാബിലെ സുഹുദുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ദുനിയാവിനോടുള്ള വിരക്തി, ഭൗതിക വിരക്തി എന്നുമായി ബന്ധപ്പെട്ട് അദ്ദേഹം എഴുതിയിട്ടുള്ള ഭാഗമാണ്. മിൻഹാജുൽ ഖാസിദീൻ, അൽ മുഖ്തസർ മിൻഹാജുൽ ഖാസിദീൻ എന്നുള്ള കിതാബ് യഥാർത്ഥത്തിൽ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹം എഴുതിയ മിൻഹാജുൽ ഖാസിദീൻ എന്ന പേരിലും മിൻഹാജുൽ മുരീദീൻ എന്ന പേരിലൊക്കെ കിതാബുണ്ട്. പേര് വ്യത്യസ്ത അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും അറിയപ്പെട്ട പേര് മിൻഹാജുൽ ഖാസിദീൻ എന്ന് തന്നെയാണ്. ആ കിതാബിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള ഒരു കിതാബാണ് ഇബ്നു ഖുദാമ പിന്നീട് ക്രോഡീകരിച്ചത്. ഇബ്നുൽ ജൗസി അത് മുൻഗാമികളിൽ നിന്ന് ക്രോഡീകരിച്ചതാണ്. എന്നിരുന്നാലും ഇത് തന്നെ ബൃഹത്തായിട്ടുള്ള കിതാബാണ്. ഇതിൽ ഫിഖ്ഹിൻ്റെ ബാബുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ഒരടിമ മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യങ്ങൾ, അഥവാ അവൻ്റെ ചിന്തകൾ അല്ലെങ്കിൽ ആ കാര്യങ്ങൾ എങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്, അത് ത്വഹാറത്ത്, സ്വല അങ്ങനത്തെ ഒരു ബാബിലായിക്കൊണ്ട് എല്ലാ മേഖലയിലും ഒരടിമ അള്ളാഹുവിലേക്കുള്ള യാത്രയിൽ ചെന്നെത്തുന്ന അല്ലെങ്കിൽ അവൻ മനസ്സിലാക്കേണ്ട, അവൻ തെളിയിച്ചു കൊടുക്കേണ്ടി വരുന്ന എല്ലാ മേഖലകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ളൊരു കിതാബാണ് മിൻഹാജുൽ ഖാസിദീൻ. അതിൻ്റെ സംക്ഷിപ്തമായിട്ടുള്ള മുഖ്തസറു മിൻഹാജുൽ ഖാസിദീൻ. അതിൽ ഫഖർ, സുഹ്ദ് എന്നീ രണ്ട് വിഷയങ്ങൾ, ദാരിദ്ര്യം അതുപോലെ സുഹ്ദ്, ഭൗതിക വിരക്തി എന്നീ രണ്ട് വിഷയങ്ങൾ ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഇബ്നു ഖുദാമ എഴുതിയിട്ടുള്ളത്. അതിൽ ഫഖറിൻ്റെ ഭാഗം കഴിഞ്ഞ് രണ്ടാമത്തെ ഷത്റായിക്കൊണ്ട്, രണ്ടാമത്തെ പകുതി ആയിക്കൊണ്ടാണ് സുഹുദുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പരാമർശിക്കുന്നത്. ഇത് നമുക്കറിയാവുന്നതുപോലെ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഭൗതികത അത്രയും നമ്മെ സ്വാധീനിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമ്മിൽ അത്രയധികം ഭൗതികമായിട്ടുള്ള വസ്തുക്കൾ സ്വാധീനം ചെലുത്തുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് വളരെയധികം ഗരീബായി തോന്നുന്ന, വളരെയധികം ഒരു വ്യത്യസ്തമായി തോന്നുന്ന ഒരു വിഷയമാണ് സുഹ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഇന്ന് കാലത്ത് ഒരാൾ സാഹിദാവുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം ആദ്യകാലങ്ങളിൽ എന്തില്ല, ഭൗതികമായ വസ്തുക്കൾ കുറവാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് സുഹ്ദ് ഉണ്ടാവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. ഇന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും നാം അതിനെക്കുറിച്ച് പറയാതിരിക്കുക, സംസാരിക്കാതിരിക്കുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. കാരണം ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ സ്ഥിരപ്പെട്ടു വന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നജാ അവ്വലു ഹാദിഹിൽ ഉമ്മ ബിസ്സുഹ്ദി വൽ യഖീൻ. ഈ ഉമ്മത്തിൻ്റെ ആദ്യ വിഭാഗം രക്ഷപ്പെട്ടത് സുഹ്ദ് കൊണ്ടും യഖീൻ കൊണ്ടാണ് എന്ന്. സുഹ്ദ് കൊണ്ടും യഖീൻ കൊണ്ടാണ് ഈ ഉമ്മത്തിൻ്റെ ആദ്യ വിഭാഗം രക്ഷപ്പെട്ടത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വിഷയം നാം ഓർമ്മപ്പെടുത്തേണ്ടതും, നമ്മെ ഓർമ്മപ്പെടുത്തേണ്ടതും, അള്ളാഹുവിനോട് തൗഫീഖിനെ ചോദിക്കേണ്ടതും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുമാണ്. നമുക്ക് ആ ഭാഗം വായിക്കാം. അതിൽ കൊടുത്തിട്ടുള്ള ഈ കിതാബിൻ്റെ സുഹുദുമായി ബന്ധപ്പെട്ട ഭാഗം. ഇതിൽ ഷത്റുസ്ഥാനി മിനൽ കിതാബ് ഫി സുഹുദ്. ആദ്യം നമ്മൾ പറഞ്ഞു ഫഖറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം ചർച്ച ചെയ്തതിന് ശേഷം ഫഖറും സുഹുദും ഒരുമിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ സുഹുദിൻ്റെ ഭാഗമാണ് നാം വായിക്കുന്നത്. അതിലാദ്യം കൊടുക്കുന്നത് ബയാനു ഹഖീഖത്തി സുഹ്ദി വ ഫളീലതിഹി വ ദിക്റു ദറജാതിഹി വ അഖ്സാമിഹി വ നഹ്വി ദാലിക്. സുഹദിൻ്റെ ശ്രേഷ്ഠതയും അല്ലെങ്കിൽ സുഹദിൻ്റെ യാഥാർത്ഥ്യവും അതുപോലെ തന്നെ സുഹദിൻ്റെ ദറജകളും അതിൻ്റെ ഇനങ്ങളും എന്തൊക്കെയാണ്. സുഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായിട്ടുള്ള വിരക്തി എന്നാണ് അതിൻ്റെ പൊതുവായിട്ടുള്ള ആശയം. എൻ്റെ ആശയമെല്ലാം വിശദീകരിക്കുന്നുണ്ട്. ഭൗതിക വിരക്തി, ദുനിയാവിനോടുള്ള വിരക്തി എന്ന ആശയത്തിലാണ് ദീനിയായ നിലക്ക് നാം അതിനെ മനസ്സിലാക്കാറുള്ളത്. അങ്ങനെ ഷെയ്ഖ് പറയുന്നു, ഇഅലം അന്ന الزهد في الدنيا مقام شريف من مقامات السالكين.
നീ മനസ്സിലാക്കുക, സുഹദ് എന്നുള്ളത്, ഭൗതിക വിരക്തി എന്നുള്ളത്, ദുനിയാവിനോട് വിരക്തി ഉണ്ടാവുക എന്നുള്ളത് മഖാമുൻ ഷരീഫുൻ, വളരെ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു സ്ഥാനമാണ്. മിൻ മഖാമാത്തി സാലിക്കീൻ, സാലിക്കീൻ എന്നുള്ള പദം ഉപയോഗിക്കാറുള്ളത് അള്ളാഹുവിലേക്ക് മുന്നിടുന്ന, അതായത് അള്ളാഹുവിനെ അറിഞ്ഞും മനസ്സിലാക്കിയും അള്ളാഹുവിനെ ആരാധിച്ചും അള്ളാഹുവിലേക്ക് മുന്നിടുന്ന, അള്ളാഹുവിനെ ദിക്ർ ചെയ്തും മുന്നിടാൻ ശ്രമിക്കുന്ന, അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ആളുകളെയാണ് പൊതുവെ സാലിക്കീൻ എന്നുള്ള പദത്തിൽ ഉലമാക്കൾ ഉപയോഗിക്കാറുള്ളത്. അത് പ്രധാനമായി ശ്രദ്ധ കൊടുത്ത് അള്ളാഹുവിൻ്റെ ദിക്ർ ധാരാളം വർദ്ധിപ്പിച്ച് അതിൽ മുഴുകിക്കൊണ്ട് പണിയെടുക്കുന്ന ആളുകളെയാണ് സാലിക് എന്നുള്ള പദത്തിൽ എന്ന് പറയാറുള്ളത്. ആ ഒരു പ്രക്രിയക്കാണ് സുലൂക്ക് എന്നെല്ലാം പറയാറുള്ളത്. ഇൽമു സുലൂക്ക് എന്നൊക്കെ പണ്ഡിതന്മാർ സൂചിപ്പിക്കാറുണ്ട്. അള്ളാഹുവിനെ അറിയുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക, ദിക്ർ, ഇബാദത്ത്, ആ ഒരു മേഖലയിൽ മുഴുകുന്ന ആളുകൾക്കാണ് അങ്ങനെ പറയുക. അപ്പം അങ്ങനെയുള്ള ആളുകൾ എത്തിച്ചേരുന്ന സ്ഥാനങ്ങളിൽ വളരെ മഹത്തരമായിട്ടുള്ളൊരു സ്ഥാനമാണ് സുഹദിൻ്റെ സ്ഥാനം എന്നുള്ളത്. വസ്സുഹുദു ഇബാറത്തുൻ അൻ ഇൻസിറാഫിർ റഗ്ബതി അൻ ശൈഇ ഇലാ മാ ഹുവ ഖൈറുൻ മിൻഹു. സുഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അറിയിക്കുന്നത് അൻ ഇൻസിറാഫിർ റഗ്ബതി അൻ ശൈഇ, ഒരു കാര്യത്തെ തൊട്ടിട്ടുള്ള വിരക്തി, ഒരു കാര്യത്തിൽ നിന്ന് പിരിഞ്ഞു പോവുക, അകലുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഇലാ മാ ഹുവ ഖൈറുൻ മിൻഹു, അതിനേക്കാൾ ഉത്തമമായ ഒന്നിലേക്ക്. ഒരു കാര്യത്തെ നാം ഒഴിവാക്കുകയാണ് അതിനേക്കാൾ ഉത്തമമായ മറ്റൊന്നിനു വേണ്ടി. ഇതിനെയാണ് സുഹദ് എന്ന് ഭാഷാപരമായിട്ട് പറഞ്ഞാൽ, അല്ലെങ്കിൽ അതിൻ്റെ ആശയം അതാണ്. വശർത്തുൽ മർഗൂബി അൻഹു അൻ യകൂന മർഗൂബൻ ഫീഹി ബിവജ്ഹിൻ മിനൽ വുജൂഹ്. അതിനൊരു നിബന്ധനയുണ്ട്. ഏതൊന്നിനെയാണോ അവൻ ഒഴിവാക്കുന്നത്, ഒരു കാര്യത്തെ ഒഴിവാക്കുന്നു അതിനേക്കാൾ ഉത്തമമായ ഒന്നിനു വേണ്ടി എന്ന് പറഞ്ഞല്ലോ, ആ ഒഴിവാക്കുന്ന കാര്യം, ഒഴിവാക്കപ്പെടുന്ന കാര്യം ഉണ്ടല്ലോ, അതിനോട് ആഗ്രഹമുള്ള കാര്യമായിരിക്കണം. അതായത് ഒഴിവാക്കപ്പെടുന്ന കാര്യം എന്താണോ അത് അവന് ആഗ്രഹമുള്ള, പല നിലക്ക് താല്പര്യമുള്ള, ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കണം അവൻ ഒഴിവാക്കുന്നത്. അതിനേക്കാൾ ഉത്തമമായെന്ന് ഒഴിവാക്കുമ്പോൾ ഈ കാര്യം എന്തായിരിക്കും, ഒഴിവാക്കപ്പെടുന്ന കാര്യം എന്തായിരിക്കണം, അവന് പല നിലക്കും താല്പര്യമുള്ള, ഇഷ്ടമുള്ള കാര്യമായിരിക്കണം. എന്നാൽ മാത്രമേ അതെന്താവുള്ളൂ, സുഹദാവുകയുള്ളൂ. അപ്പം അവനൊരു ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാനത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ എന്തല്ല, സുഹദല്ല. അവന് ഇഷ്ടമുള്ള, താല്പര്യമുള്ള കാര്യമായിരിക്കണം. ഫമൻ റഗിബ അൻ ഷൈഇൻ ലൈസ മർഗൂബൻ ഫീഹി വലാ മത്ലൂബൻ ഫീ നഫ്സിഹി ലം യുസമ്മ സാഹിദൻ. ഒരാൾ അവനൊരു ഇഷ്ടമില്ലാത്ത, ഒരു താല്പര്യമില്ലാത്ത ഒരു കാര്യം ഒഴിവാക്കിയതിൻ്റെ പേരിൽ അവൻ എന്ത് പറയില്ല, സാഹിദ് എന്ന് പറയാൻ സാധിക്കില്ല. അവൻ ഇഷ്ടമുള്ള, താല്പര്യമുള്ള ഒരു കാര്യം ഒഴിവാക്കുന്നതിനെ സാഹിദ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ. കമൻ തറക്ക തുറാബ് ലാ യുസമ്മ സാഹിദൻ. ഏതുപോലെ ഒരാൾ കുറച്ചൊരു മണ്ണെടുത്തിട്ട് മണ്ണിനെ ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞാൽ വല്ല കാര്യമുണ്ടോ? കുറച്ച് സ്വർണ്ണം എടുത്തു, സ്വർണത്തിനോട് ഇഷ്ടം ഉണ്ടാവും, അല്ലെങ്കിൽ സമ്പത്തുണ്ട്, സമ്പത്തിനോട് ഇഷ്ടം ഉണ്ടാവും, അതൊരാൾ ഒഴിവാക്കുകയാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്, അത് അവന് ഇഷ്ടം ഉണ്ടായിട്ട് ഒഴിവാക്കലാണ്, അത് സുഹദാണ്. എന്നാൽ ഒരാൾ കുറച്ച് മണ്ണെടുത്തിട്ട് ഞാൻ ഒഴിവാക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതെന്താവില്ല, സുഹദാവില്ല. കാരണം അവന് അതിനോട് താല്പര്യമില്ല. അപ്പോൾ ഒരാൾ സുഹദ് കാണിക്കുന്നവനാണ്, അല്ലെങ്കിൽ സാഹിദ് ആവണമെങ്കിൽ ഏതൊരു കാര്യത്തെയാണോ അവൻ ഒഴിവാക്കുന്നത് അതിനോട് അവന് പലതരത്തിൽ, ഏത് നിലക്കാകാം, അവന് ഇഷ്ടമുണ്ടായിരിക്കണം, താല്പര്യമുണ്ടായിരിക്കണം. വഖദ് ജറത്തിൽ ആദതു ബിതഖ്സീസ് ഇസ്മി സാഹിദ് ബിമൻ തറക ദുനിയ. ഇനി സാധാരണഗതിയിൽ നമ്മൾ ഈ സാഹിദ് എന്ന് പറയുന്നത് ആരെ പറ്റിയിട്ടാണ്, ദുനിയാവ് ഒഴിവാക്കുന്നതിനെ പറ്റിയിട്ടാണ്. ദുനിയാവിനെ വേണ്ടാന്ന് വെക്കുന്ന, ദുനിയാവിനോട് വിരക്തി കാണിക്കുന്ന ആളുകളെയാണ് പൊതുവെ നമ്മൾ സാഹിദ് എന്നുള്ള പദം കൊണ്ട് ഉപയോഗിക്കാറുള്ളത്. വമൻ സഹിദ ഫീ കുല്ലി ഷൈഇൻ സിവല്ലാഹ് തആല. എന്താണ് ഉദ്ദേശം, അള്ളാഹു ഒഴികെ മറ്റെന്തിനേയും ഒഴിവാക്കുന്നവൻ, അള്ളാഹുവിനൊഴികെ, അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലാതെ മറ്റെന്തിനേയും ഒഴിവാക്കുന്നവൻ. ആ ഒഴിവാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖൽബിൽ നിന്നുള്ള ഒഴിവാക്കലാണ്, ഇൻഷാ അല്ലാഹ് വിശദീകരിക്കും. അപ്പോൾ അങ്ങനെ അള്ളാഹുവിന് മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ ബാക്കിയുള്ളതിനെ ഒഴിവാക്കുന്നവനാണ് സാഹിദ് എന്ന് പറയുന്നത്. ഫഹുവ സാഹിദുൽ കാമിൽ, അങ്ങനെയുള്ളവനാണ് പരിപൂർണമായിട്ടുള്ള സാഹിദ്. വമൻ സഹിദ ഫി ദുനിയ മഗ്റഗ്ബതിഹി ഫിൽ ജന്നതി വനഈമിഹാ. ഇനി ഒരാൾ പറഞ്ഞല്ലോ, അള്ളാഹ്ക്ക് വേണ്ടി ബാക്കി എല്ലാത്തിനും ഒഴിവാക്കുന്ന, അള്ളാഹ് ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം, അവനാണ് പരിപൂർണമായ സാഹിദ് എന്ന് പറഞ്ഞു. രണ്ടാമതൊരു കാര്യം പറയുകയാണ്, ഒരാൾ ദുനിയാവിനെ ഒഴിവാക്കുന്നു, ദുനിയാവിലെ പല കാര്യങ്ങളും ഒഴിവാക്കുന്നു. അവൻ ആഗ്രഹിക്കുന്നത് എന്താണ്, സ്വർഗത്തിലെ അനുഗ്രഹങ്ങളും, സ്വർഗം കിട്ടണം, അതിലെ അനുഗ്രഹങ്ങൾ കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് അവൻ ദുനിയാവ് ഒഴിവാക്കുന്നത്. എന്നിട്ട് പറയാണ് ഫഹു ഐവൻ ജാഹിദുൻ, അവനും ജാഹിദാണ്. അതായത് ഒന്നാമത്തെ ഒരാൾ അള്ളാഹു മതി എനിക്ക് എന്ന നിലക്ക് അവൻ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വേണ്ട വെക്കുന്നു. രണ്ടാമത്തെ ഒരാൾ സ്വർഗം ലഭിക്കണം, സ്വർഗം പകരം കിട്ടണം എന്ന നിലക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുന്നു. ഒന്നാമത്തെ ആള് അസാഹിദുൽ കാമിൽ, പരിപൂർണമായ സുഹദിന്റെ പദവിയിലെത്തിയവൻ. രണ്ടാമത്തെ ആളും ജാഹിദാണ്, വലാകിന്നഹു ദൂനൽ അവ്വൽ, പക്ഷെ ഒന്നാമത്തെ പോലെ ആവില്ല, ഒന്നാമത്തവനെ പോലെ ആകില്ല.
അവൻ തിരിച്ചൊന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ചെയ്യുന്നത്. രണ്ടാമത്തെ ആള് ഇത് ഞാൻ ഒഴിവാക്കിയാൽ ഇതിലും വലുത് തിരിച്ച് സ്വർഗത്തിൽ ലഭിക്കും എന്നുള്ള ആഗ്രഹത്തിന്റെ മേലെയാണ്. രണ്ടും സാഹിത്യങ്ങളാണ്, പക്ഷെ രണ്ടിന്റെയും ദറജ വ്യത്യാസമുണ്ട്. വഅലം, നീ മനസ്സിലാക്കുക, അന്നഹു ലൈസ മിനസ് സുഹ്ദി തർക്കുൽ മാൽ, നീ മനസ്സിലാക്കണം, സമ്പത്ത് ഒഴിവാക്കുക എന്നുള്ളതല്ല സുഹ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സുഹ്ദിൽ പെട്ടതല്ല സമ്പത്ത് ഒഴിവാക്കുക. വബദ്ലുഹു അലാ സബീലിസ് സഖാഇ വൽ ഖുവ്വ, അതല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടി, മറ്റുള്ളവർക്ക് സഹായിക്കാൻ വേണ്ടി, ദാനധർമ്മങ്ങൾക്ക് വേണ്ടി നൽകുന്നതുമല്ല സുഹ്ദ് എന്ന് പറഞ്ഞാൽ. വസ്തിമാലത്തുൽ ഖുലൂബ്, അല്ലെങ്കിൽ ഖൽബില് അതിനോടൊരു ചായ്വുണ്ടാവുക എന്ന് പറഞ്ഞാലും അതൊന്നും അല്ല സുഹ്ദ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വഇന്നമ സുഹ്ദു, സുഹ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൻയത്റുക ദുനിയ ലിൽ ഇൽമി ബിഹഖാറതിഹാ ബിന്നിസ്ബതി ഇലാ നഫാസത്തിൽ ആഖിറ, ദുനിയാവ് അത് നിന്ദ്യമാണ്, അത് വില കുറഞ്ഞതാണ്, അതിനൊരു വിലയില്ല എന്നുള്ള ബോധ്യത്തോടു കൂടി പരലോകത്തിന്റെ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് ദുനിയാവിനെ ഒഴിവാക്കുന്നതിന്റെ പേരാണ് സുഹ്ദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരാൾ കുറേ സമ്പത്ത് വേണ്ടാന്ന് വെച്ചു, അല്ലെങ്കിൽ കുറേ സമ്പത്ത് ഇങ്ങനെ വെറുതെ ദാനം നൽകി, അങ്ങനെയൊക്കെ ചെയ്തു, അതിന്റെ പേരല്ല സുഹ്ദ് എന്ന് പറഞ്ഞാൽ. സുഹ്ദ് എന്നതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുനിയാവ് വില കുറഞ്ഞതാണ്, അതൊരു കാര്യമില്ല, അതൊരു നിന്ദ്യമായതാണ്, അതിനൊരു പ്രസക്തിയില്ല എന്ന നിലക്ക് ബോധ്യപ്പെട്ട് സ്വർഗത്തിന്റെ മൂല്യവും വിലയും മനസ്സിലാക്കി ആ ദുനിയാവിനെ ഖൽബിൽ നിന്ന് ഒഴിവാക്കുന്നതിനാണ് എന്ത് പറയുന്നത്, സുഹ്ദ് എന്ന് പറയുന്നത്. വമൻ അറഫ അന്ന ദുനിയ കസൽജി യദൂബ്, ഒരാൾ ബോധ്യപ്പെടുകയാണ് ദുനിയാവ് എന്ന് പറഞ്ഞാൽ ഉരുകിപ്പോകുന്ന ഒരു മഞ്ഞ് പോലെയാണ്, മഞ്ഞുകട്ട അല്ലെങ്കിൽ ഐസ് കട്ട പോലെയാണ്. വലാഖിറ കദ്ദുരി യബ്ഖാ, പരലോകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽക്കുന്ന ഒരു പഴമുത്ത് പോലെയാണ്. ഖവിയത് റഗ്ബതുഹു ഫീ ബൈഇ ഹാദിഹി ബിഹാദിഹി, അങ്ങനെ അത് ബോധ്യപ്പെട്ട ഒരുത്തന് ഈ ദുനിയാവ് നൽകിക്കൊണ്ട് പരലോകം നേടി വാങ്ങുക എന്നുള്ളത് അവന് വളരെ താല്പര്യമുള്ള കാര്യമായിരിക്കും. അതായത് ഈ ദുനിയാവ് എന്നുള്ളത് എന്തായാലും തീർന്നു പോകുന്ന, അലിഞ്ഞു പോകുന്ന ഒരു ഐസ് കട്ട പോലെ, അല്ലെങ്കിൽ മഞ്ഞിന്റെ കട്ട പോലെയാണ് അതിന്റെ യാഥാർത്ഥ്യം. പരലോകം എന്ന് പറഞ്ഞാൽ നിലനിൽക്കുന്ന ഒരു പഴമുത്ത് പോലെയാണ്. ഇത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഈ ദുനിയാവ് നൽകിക്കൊണ്ട് ആ പരലോകം നേടിയെടുക്കാൻ, അല്ലെങ്കിൽ ദുനിയാവിലെ അവൻ്റെ സമയം, അവൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ അതെല്ലാം മാറ്റി പരലോകത്തിന് വേണ്ടി മാറ്റി വെച്ച് പരലോകം നേടിയെടുക്കാൻ വേണ്ടി അവൻ പരിശ്രമിക്കും. ആ ഒരു ചിന്ത, ആ ഒരു താല്പര്യം അവന് വർദ്ധിക്കുകയും ചെയ്യും. വഖദ് ദല്ല അലാ ദാലിക ഖൗലുഹു തആല, ഈ ഒരു കാര്യത്തെ അറിയിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു വിഷയത്തെ അറിയിക്കുന്ന ആയത്തുകൾ ചിലത് കൊടുക്കുകയാണ്. ഖുൽ മതാഉദ് ദുനിയ ഖലീലുൻ വൽ ആഖിറതു ഖൈറുൻ ലിമൻ ഇത്തഖാ, സൂറത്തുൻ നിസായിലെ 77-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ദുനിയാവിൻ്റെ ചരക്ക് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമാണ്, പരലോകം എന്നുള്ളതാണ് തഖ്വയുള്ളവർക്ക്, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക് ഉത്തമമായിട്ടുള്ളത്. മറ്റൊരായത്ത് സൂറത്തുൻ നഹ്ലിലെ 69-ാമത്തെ ആയത്ത്, മാ ഇൻദകും യൻഫദ് വമാ ഇൻദല്ലാഹി ബാഖിൻ, നിങ്ങളുടെ കയ്യിലുള്ളത്, നിങ്ങളുടെ അടുക്കലുള്ളത് അത് നശിച്ചു പോകും, അത് തീർന്നു പോകും, അള്ളാഹു സുബ്ഹാനഹു വ തആല കയ്യിലുള്ളതാണ് നിലനിൽക്കുന്നതായിട്ടുണ്ടാവുക എന്നുള്ളത്. അള്ളാഹുവിൻ്റെ കയ്യിലുള്ളതാണ് നിലനിൽക്കുന്നതായിട്ടുണ്ടാവുക എന്ന് പറയുകയാണ്. നമ്മൾ ഖുർആൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിലെ ആയത്തുകളിൽ, അതിലെ ഖുർആൻ മുഴുവൻ ദുനിയാവിനോടുള്ള സുഹുദിനെയും വിരക്തിയെയും പരലോകത്തിനോടുള്ള റഗ്ബത്തിനെയും പറ്റിയാണ് ചർച്ച. പരലോകത്തിലേക്കുള്ള പ്രോത്സാഹനവും ദുനിയാവിനോടുള്ള വിരക്തിയുമാണ് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത്. ഖുർആനിൽ എവിടെയെങ്കിലും നിങ്ങൾ ദുനിയാവിനെ പ്രശംസിച്ചുകൊണ്ട്, ദുനിയാവിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട്, അതിനെ സനാ ചെയ്തുകൊണ്ട് ആയത്തുകൾ കാണും? ഇല്ല. എന്നാൽ പരലോകത്തെ പറ്റി ആ നിലക്ക് പറഞ്ഞിട്ടുണ്ടാവും. ദുനിയാവിനെ താഴ്ത്തിക്കൊണ്ടല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല സംസാരിച്ചിട്ടില്ല. മറ്റൊന്ന് സൂറത്ത് ത്വാഹയിലെ 131-ാമത്തെ ആയത്ത്, വമിൻ ഫളീലത്തി സുഹ്ദി ഖൗലുഹു തആല, സുഹുദിന്റെ ശ്രേഷ്ഠതകളെ അറിയിക്കുന്ന മറ്റൊരായത്താണ് സൂറത്ത് ത്വാഹയിലെ 131-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തമുദ്ദന്ന ഐനൈക ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹ്റത്തൽ ഹയാത്തിദ് ദുനിയ ലിനഫ്തിനഹും ഫീഹി വലാ തമുദ്ദന്ന ഐനൈക, നിന്റെ കണ്ണ് നീ പായിക്കേണ്ട അഥവാ നീ നോക്കേണ്ട, ഇലാ മാ മത്തഅനാ ബിഹി അസ്വാജൻ മിൻഹും സഹ്റത്തൽ ഹയാത്തിദ് ദുനിയ, ദുനിയാവിൻ്റെ അലങ്കാരമായിക്കൊണ്ട് അവർക്ക് നൽകിയിട്ടുള്ള കാര്യങ്ങൾ, അവരുടെ ഇണകൾ അഥവാ കാഫിരീങ്ങളുടെ, ദീനനുസരിച്ച് ജീവിക്കാത്ത ആളുകളെ അവർക്ക് നൽകിയിട്ടുള്ള ഭൗതികമായ വിഭവങ്ങളാവട്ടെ, അവരുടെ ഇണകളാവട്ടെ, അവരുടെ വസ്തുക്കളാവട്ടെ, അതിലേക്ക് നീ കണ്ണു വായിക്കേണ്ട, നീ നോക്കേണ്ട. അത് ലിനഫ്തിനഹും ഫീഹി, അത് അവർക്കൊരു പരീക്ഷണമാണ്. അവർക്ക് ദീനിലേക്ക് അടുക്കാതെ ആ കുഫറിൽ തുടരാൻ വേണ്ടിയിട്ടുള്ളതായിട്ടും പരലോകത്ത് ശിക്ഷ കൂടാനുമായിട്ടുള്ള ഒരു ഫിത്നയാണ് അവർക്ക് നൽകിയിട്ടുള്ള ഈ ഭൗതികമായ വസ്തുക്കൾ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇനി ഒരു ഹദീസ് കൂടി
ഇതിനോട് കൂടി കൊടുക്കുന്നുണ്ട്. വഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അസ്ബഹ വഹമ്മുഹു ദുനിയ, ആരാണോ അവൻ്റെ ചിന്ത ദുനിയാവാകുന്നത്, അവൻ ഓരോ ദിവസവും അവൻ്റെ ചിന്ത ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ദുനിയാവാകുന്നത്, ശത്തത്തല്ലാഹു അലൈഹി അംറഹു, അവൻ്റെ കാര്യങ്ങൾ അല്ലാഹു തആല ഛിന്ന ഭിന്നമാക്കും. അതായത് ഒന്ന് കഴിഞ്ഞാൽ ഒന്നായിട്ട് അവൻ അതിൻ്റെ പിന്നാലെ മുഴുകിപ്പോയിരിക്കുന്ന അവസ്ഥ. വഫറഖ അലൈഹി ളൈഅതഹ്, അവൻ്റെ കാര്യങ്ങളെല്ലാം ഭിന്നിച്ച് കിടക്കുന്ന, അവൻ്റെ ആവശ്യങ്ങളൊന്നും നേരാവണ്ണം നടക്കാതെ ആകെ ബുദ്ധിമുട്ടാകുന്ന അവസ്ഥയുണ്ടാകും. അവൻ തന്നെ പിന്നാലെ ഓടി നടക്കേണ്ട അവസ്ഥ. വജഅല ഫഖറഹു ബൈന ഐനൈഹി, അവൻ്റെ കൺമുന്നിൽ എത്ര സമ്പത്ത് അവനുണ്ടെങ്കിലും അവൻ്റെ കൺമുന്നിൽ എപ്പോഴും ദാരിദ്ര്യമായിരിക്കും, ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള പേടിയായിരിക്കും. വലം യഅ്തിഹി മിനദ് ദുനിയ ഇല്ലാ മാ കുതിബ ലഹു, അവന് രേഖപ്പെടുത്ത വെച്ചതല്ലാതെ ദുനിയാവിൽ നിന്നൊന്നും കിട്ടുകയില്ല. വമൻ അസ്ബഹ വഹമ്മുഹുൽ ആഖിറ, ആരുടെയാണോ അവൻ്റെ ചിന്ത പരലോകമാകുന്നത്, ജമഅ അല്ലാഹു ലഹു ഹമ്മഹു, അവൻ്റെ ഉദ്ദേശം അവൻ്റെ ലക്ഷ്യം അത് അള്ളാഹു ഒരുമിപ്പിച്ചു കൊടുക്കും. വഹഫിള അലൈഹി ളൈഅതഹ്, അവൻ്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹു സംരക്ഷിക്കും. വജഅല ഗിനാഹു ഫീ ഖൽബിഹി, അവൻ്റെ ഖൽബിൽ അള്ളാഹു ധന്യത നിറക്കും. വഅതത്ഹു ദുനിയ വഹിയ റാഗിമ, അവൻ്റെ പിന്നാലെ ദുനിയാവ് അവന് വന്നെത്തുകയും ചെയ്യും. നോക്കൂ, ദുനിയാവ് ലക്ഷ്യം വെക്കുന്ന ഒരാളെയും പരലോകം ലക്ഷ്യം വെക്കുന്ന ഒരാളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇതെന്താ ഉദ്ദേശം? ദുനിയാവ് ലക്ഷ്യം വെക്കുന്ന ആൾ, ദുനിയാവിനോട് ഇഷ്ടമുള്ള ആൾ; പരലോകം ലക്ഷ്യം വെക്കുന്ന ആൾ, ദുനിയാവിൽ സുഹൃദ് കാണിക്കുന്ന വ്യക്തി. അപ്പോൾ ഇതെല്ലാം ഈ ഒരു കാര്യത്തെ, സുഹദിനെ പ്രോത്സാഹിപ്പിക്കുന്ന ആയത്തുകളും ഹദീസുകളുമാണ്. എന്നിട്ട് മുഅല്ലിഫ് റഹിമഹുള്ള പിന്നീട് കൊടുക്കുന്നത് സലഫുകൾ ഈ വിഷയത്തെ സംബന്ധിച്ച് പറഞ്ഞ ചില അസറുകളെയാണ്. നമ്മൾ അങ്ങനെയാണ് ദീന് മനസ്സിലാക്കേണ്ടത്. ഖുർആനിൻ്റെ ആയത്തിനെ മനസ്സിലാക്കണം, ഹദീസിനെ അതെങ്ങനെയാണ് അതിന് വിശദീകരിച്ചുള്ള മനസ്സിലാക്കണം, സലഫുകൾ, സഹാബികളും സലഫ് സ്വാലിഹീങ്ങളും അതിനെ എങ്ങനെയാണ് മനസ്സിലാക്കിയത് എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ ഓർഡറിൽ അടുത്തത് കൊടുക്കുന്നത് സലഫുകൾ ഇതിനെപ്പറ്റി പറഞ്ഞ വാക്കുകളാണ്, അഥവാ സുഹുദുമായി ബന്ധപ്പെട്ട്. വഖാലൽ ഹസനുൽ ബസ്രിയു റഹിമഹുല്ലാ, ഹസനുൽ ബസ്രി റഹിമഹുല്ല പറഞ്ഞു, യുഹ്ശറുൻ നാസു ഉറാതൻ മാ ഖലാ അഹ്ലി സുഹ്ദ്, നാളെ പരലോകത്ത് ജനങ്ങളെല്ലാം നഗ്നരായിട്ടാണ് കൊണ്ടുവരപ്പെടുക, സുഹദിൻ്റെ ആളുകൾ ഒഴികെ എന്നുള്ളത്. ഈ റിവായത്തിൻ്റെ സനദിൽ ചില പ്രശ്നങ്ങളുണ്ട്, ളഅഫായിട്ട് ഉലമാക്കൾ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. വഖാല, മറ്റൊന്ന്, ഇന്ന അഖ്വാമൻ അക്രമുദ്ദുന്യ, മറ്റൊന്ന് ഹസൻ ബസ്രി റഹിമഹുല്ല പറഞ്ഞത്, ചില ആളുകൾ അവർ ദുനിയാവിനെ ആദരിക്കുന്നു, ദുനിയാവിന് ഒരു ആദരവ് കൊടുക്കുന്നു. ഫസലബത്ഹും അലൽ ഖുശുബ്, അവരെ ദുനിയാവ് ഒരു മരത്തടിയിൽ കുരിശിലേറ്റുന്ന പോലെ ആക്കുന്നു. അഥവാ ദുനിയാവിന് ഒരു ആദരവ് അവർ കൊടുത്തു കഴിഞ്ഞാൽ ദുനിയാവ് അവരെ പിടിച്ച് കെട്ടിയിട്ട അവസ്ഥയിലാകും. ഫഹീനുഹ, നിങ്ങൾ അതിന് വില കുറച്ച് കാണുക, അതിന് വലിയ വില നിങ്ങൾ കൊടുക്കരുത്. ഫാഹ്നഹുമ തകൂനു ഇദാ ഹൻതുമൂഹ, അത് നിങ്ങൾ എത്രത്തോളം അതിനെ വില കുറഞ്ഞ സാരമായി കാണുന്നുവോ അതെത്രയും നിങ്ങൾക്ക് നിസ്സാരമായി കിട്ടും. അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് എളുപ്പമായിരിക്കും എന്നുള്ളത്. വഖാൽ ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, ആബിദുൽ ഹറമൈൻ എന്ന പേരിൽ അറിയപ്പെടുന്ന സലഫുകളിൽപ്പെട്ട ഫുദൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞൊരു വാക്ക് കാണാം, ജുഇല ശർറു കുല്ലുഹു ഫീ ബൈത്തിൻ, ഒരു വീടിനകത്ത് എല്ലാ ഷെറുകളും ഒരു വീടിനകത്താക്കപ്പെട്ടു. വജുഇല മിഫ്താഹുഹു ഹുബ്ബുദ്ദുനിയ, എന്നിട്ട് അതിൻ്റെ താക്കോൽ എന്നുള്ളത് ദുനിയാവിനോടുള്ള ഇഷ്ടവുമാക്കി. വജുഇലൽ ഖൈറു കുല്ലുഹു ഫീ ബൈത്തിൻ, ഖൈറെല്ലാം ഒരു വീട്ടിലാക്കി, എല്ലാ നന്മകളും കൂടി ഒരു വീട്ടിലാക്കി. വജുഇല മിഫ്താഹുഹു അസ്സുഹ്ദു ഫിദ്ദുനിയ, അതിൻ്റെ താക്കോൽ എന്നുള്ളത് എന്താണ്? ദുനിയാവിനോടുള്ള സുഹുദുമാണ് എന്ന്. അതായത് എല്ലാ ഷെറിലേക്കുമുള്ള കവാടം എന്താണ്? ദുനിയാവിനോടുള്ള ഇഷ്ടമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പല കിതാബുകളിലും പറഞ്ഞതായി കാണാം. അദ്ദേഹം പറയുന്നുണ്ട്, മുൻഗാമികളായിട്ടുള്ള ആളുകൾ അവർക്ക് വന്ന റസൂലുകളെ നിഷേധിക്കാനും കളവാക്കാനും അവരുടെ പാപങ്ങളിൽ മുഴുകാനും എല്ലാമുള്ള അടിസ്ഥാന കാരണം ദുനിയാവിനോടുള്ള ഇഷ്ടമാണ് എന്നുള്ളത്. അപ്പോൾ ഖൈറുകളുടെ കവാടം തുറന്നു കിട്ടാൻ അതിനുള്ള മാർഗം എന്താണ്? സുഹുദ് ഫിദ്ദുനിയ, ദുനിയാവിനോട് സുഹുദ് ഉണ്ടാവുക എന്നുള്ളതാണ്. വകാന ബഅദു സലഫ് യഖൂൽ, എന്നിട്ട് ഷെയ്ഖ് അടുത്തൊരു അസർ കൊടുക്കുകയാണ്, സലഫുകളിൽ ചിലർ പറയാറുണ്ടായിരുന്നു, അസ്സുഹ്ദു ഫിദ്ദുനിയ യുരീഹുൽ ഖൽബ് വൽ ബദൻ, ദുനിയാവിനോട് സുഹുദ് ഉണ്ടാവുക, വിരക്തി ഉണ്ടാവുക എന്നുള്ളത് ഖൽബിനും ശരീരത്തിനും റാഹത്ത് നൽകുന്ന ഒരു കാര്യമാണ്. ഖൽബിനും ശരീരത്തിനും റാഹത്ത് നൽകുന്ന ഒരു കാര്യമാണ്. വറഗ്ബതു ഫീഹാ തുക്സിറുൽ ഹമ്മ വൽ ഹസൻ, എന്നാൽ അതിനോട് താല്പര്യമുണ്ടാവുക എന്നുള്ളത് ഒരുത്തൻ്റെ ടെൻഷനും ദുഃഖവും എല്ലാം വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. ദുനിയാവിനോട് ഒരാൾക്ക് താല്പര്യവും ആർത്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അവന് ബേജാറും ദുഃഖവുമെല്ലാം വർദ്ധിക്കുകയും ചെയ്യും.
ഇവിടെ നാം പരിശോധിക്കേണ്ടത് ഇതുപോലെയുള്ള കിതാബുകളും അല്ലെങ്കിൽ സുഹുദുമായി ബന്ധപ്പെട്ട ഹദീസുകളും ആയത്തുകളും ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്രത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് പ്രോത്സാഹനം നൽകിയിട്ടുണ്ട്, ദുനിയാവിനെ താഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത്. നാം ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിൽ എന്താണ് അവസ്ഥ, നമ്മുടെ കൽബിൽ എന്താണ് അവസ്ഥ, എത്രത്തോളമാണ് ദുനിയാവിനും അതിൻ്റെ കാര്യങ്ങൾക്കും നാം സമയവും പ്രാധാന്യവും കൊടുക്കുന്നത്, എത്രത്തോളമാണ് പരലോകത്തിനും അതിൻ്റെ കാര്യങ്ങൾക്കും നാം സമയവും പ്രാധാന്യവും കൊടുക്കുന്നത് എന്ന്. എന്നിട്ട് അടുത്ത ഫസ്ലായിക്കൊണ്ട് ഈ വിഷയത്തിൽ പറയുന്നത് ഫി ദറജാത്തി സുഹ്ദി വഖ്സാമുഹു, സുഹദിൻ്റെ ദറജകളും സുഹദിൻ്റെ ഇനങ്ങളും. സുഹദ് എന്ന് പറഞ്ഞാൽ തന്നെ വ്യത്യസ്ത ദറജകളിലായിട്ടുണ്ടാകും. അത് ഏതൊക്കെയാണ്, അതുപോലെ തന്നെ സുഹദിൻ്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്. എന്നിട്ട് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് പറയുന്നു അദ്ദറജത്തുൽ ഊല, ഒന്നാമത്തെ ദറജ, സുഹദിലെ ഒന്നാമത്തെ ദറജ എന്നുള്ളത്, ഒന്നാമത്തേത് പറഞ്ഞാൽ സ്ഥാനം കൊണ്ടല്ല, അത് അല്ലാതെ ഏറ്റവും താഴ്ന്ന ദറജ, ഏറ്റവും ഉന്നതമായതെന്നല്ല, ഏറ്റവും താഴ്ന്നതായിട്ടുള്ള ദറജ, അല്ലെങ്കിൽ ദറജകളിൽ ഓരോ ദറജകളായി പറയുമ്പോൾ അതിലൊരു ദറജ മിനന്നാസി മയ്യസ്ഹദു ഫിദ്ദുന്യ വഹുവ ലഹാ മുഷ്തഹിൻ. ചില ആളുകൾ ഉണ്ടാകും, നമ്മൾ ഇനി പറയുന്ന 3ഓളം ദർജകളാണ് പറയുന്നത്, ഏതെങ്കിലും ഒന്നിലായിരിക്കും നമ്മൾ ഉണ്ടാവുക. ചില ആളുകൾ ഉണ്ടാവും, അവർ ദുനിയാവിനോട് അവർക്ക് വിരക്തി ഉണ്ടാകും, പക്ഷെ അതേസമയം അവർക്ക് ദുനിയാവിനോട് ഭയങ്കര ആഗ്രഹമായിരിക്കും, ദുനിയാവിനോട് ഭയങ്കര ആഗ്രഹവും അവരുടെ ഇച്ഛയും ഒക്കെ ഉണ്ടാകും. അതിരിക്കെ തന്നെ അവർ ദുനിയാവിനോട് എന്ത് കാണിക്കുന്നുണ്ടാവും, സുഹൃദ് കാണിക്കുന്നുണ്ടാകും. ലാക്കിന്ന യുജാഹിദ് നഫ്സഹു, ആ ഇഷ്ടം ഉണ്ടായിട്ട് അവരെന്താ ചെയ്യുന്നത്, സ്വന്തത്തെ ഇങ്ങനെ ജിഹാദ് ചെയ്ത് പരിശ്രമിച്ച് അവർ സുഹൃദ് കാണിക്കുന്ന ആളുകളായിരിക്കും. ദുനിയാവിനോട് നല്ല ഇഷ്ടമായിരിക്കും, പക്ഷേ പരിശ്രമിച്ച് സുഹൃദ് കാണിക്കുന്ന ആൾ. വഹാദ യുസമ്മ അൽ മുതസഹിദ്, ഇങ്ങനെയുള്ള ആളുകളെയാണ് മുതസഹിദ് എന്ന് പറയുക. വഹുവ മബ്ദഉ സുഹദ്, മുതസഹിദ് എന്ന് പറഞ്ഞാൽ സുഹദിന്റെ തുടക്കത്തിൽ, ആരംഭത്തിലുള്ള ആൾ എന്നാണ് അർത്ഥം. അതായത് ദുനിയാവിനോട് അങ്ങേയറ്റം ഇഷ്ടവും താല്പര്യവും ഒക്കെ ഉണ്ടായിട്ട് സ്വന്തത്തിനോട് ജിഹാദ് ചെയ്തുകൊണ്ട് ദുനിയാവിനോടുള്ള വിരക്തി കാണിക്കുന്നവനെ മുതസഹിദ് എന്ന് പറയും. മുതസഹിദ് എന്ന് പറയുമ്പോൾ സുഹദിന്റെ തുടക്കസ്ഥാനം എന്നാണ് അതിൻ്റെ അർത്ഥം. അദ്ദറജത്തു സാനിയ, രണ്ടാമത്തെ ദറജ അൻ യസ്ഹദ ഫീഹാ തൗഅൻ ലാ യുകല്ലിഫു നഫ്സഹു ദാലിക്, അവന് പ്രകൃതിയാ അല്ലെങ്കിൽ അവന് സ്വമേധയാ തന്നെ സുഹദ് ഉണ്ടാകും, അവന് ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട അവസ്ഥ ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കാനോ ദുനിയാവിയായിട്ടുള്ള കാര്യം വേണ്ടാന്ന് വെക്കാനോ അവന് വലിയ നഫ്സിനോട് ജിഹാദും ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, അവന് നഫ്സിനെ നിർബന്ധിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, അവനല്ലാതെ തന്നെ ഉണ്ടാകും. ലാകിന്നഹു യറാ സുഹ്ദഹു വയൽതഫിതു ഇലൈഹി, പക്ഷേ അവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ സുഹൃദിനെ പ്രത്യേക ഒരു പരിഗണന കൊടുത്ത് അതിലേക്കൊരു ശ്രദ്ധ അവന് പോകുന്നുണ്ടാവും. അതായത് ഞാൻ അങ്ങനെ ദുനിയാവിനോട് വിരക്തി കാണിക്കുന്ന ആളാണ്, ഞാൻ അങ്ങനെ സുഹൃദുള്ള ആളാണ് എന്ന നിലക്ക് അവൻ ആ സുഹൃദിന് അവന് ശ്രദ്ധ കൊടുക്കുന്നുണ്ടാകും. ഫയക്കാദു യഅജബു ബിനഫ്സിഹി, അങ്ങനെ അവൻ എന്തുണ്ടാവും, ഞാൻ ജാഹിദാണ് എന്ന നിലക്കൊരു ഉജ്ബ് അവനുണ്ടാകും. അതായത് ബാക്കിയുള്ള ആളുകളൊക്കെ അവന് സ്വമേധയാ ദുനിയാവിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല, വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, പക്ഷേ അവൻ ആ സുഹൃദിന് എന്ത് കൊടുക്കും, പ്രത്യേകമായിട്ട് ഒരു പരിഗണന കൊടുത്ത് അവൻ്റെ സ്വന്തത്തിൽ ഞാൻ സുഹൃദൊക്കെ ഉള്ള ആളാണ്, ഞാൻ അങ്ങനെ ഒരാളാണ്, ബാക്കിയുള്ളവരൊക്കെ കണ്ടില്ലേ അങ്ങനത്തെ ദുനിയാവിനോട് ഇഷ്ടമുള്ള ആളാണ് എന്ന നിലക്ക് ആയി പോകുന്ന അവസ്ഥയുണ്ടാകും. വയറ അന്നഹു ഖദ് തറക ശൈഅൻ ലഹു ഖദറുൻ ലിമാ ഹുവ അഅലമു ഖദറൻ മിൻഹു, അവൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക ഞാൻ ഇതാ ഈ ഒരു ബാക്കിയുള്ളവർ വില കൊടുക്കുന്ന ഈ ദുനിയാവിനെ അതിനേക്കാൾ വിലയുള്ള ആ സ്വർഗത്തിന് വേണ്ടി ഒഴിവാക്കിയവനാണ്. അങ്ങനെ ഒരു ചിന്ത അവന് സ്വന്തത്തിലുണ്ടാവും. ഞാനൊക്കെ വേണ്ട വെച്ചവനാണ്, അതിനേക്കാൾ വലിയ സ്വർഗത്തിന് വേണ്ടി ഞാൻ വേണ്ട വെച്ചവനാണ് എന്ന ആൾക്ക് അവൻ്റെ മനസ്സിലുണ്ടാവുക. കവൻ യത്റുകു ദിർഹമൻ ലിയഖ്ദി ദിർഹമൈൻ, ഏതുപോലെ ഒരു ദിർഹം 2 ദിർഹം ഇങ്ങോട്ട് കിട്ടാൻ വേണ്ടി 1 ദിർഹം ഒഴിവാക്കുന്നവനെ പോലെ. അതായത് അവനറിയാം, ഒരാൾക്കറിയാം ഞാൻ ഈ ദിർഹം ഇവിടെ ചെലവഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 ദിർഹം കിട്ടും, അല്ലെങ്കിൽ ഞാൻ ഈ ദിർഹം ഇവന് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 2 ദിർഹം കിട്ടുമെന്ന് അറിഞ്ഞിട്ട് ഒരാൾ ഇത് ചെലവഴിക്കുന്നവനെ പോലെയാണ് അവൻ. അവന് സ്വമേധയാ സുഹൃദിന്റെ ഇതുണ്ടാകും, പക്ഷെ അത് റുജുബിന്റെ അവസ്ഥയിലേക്ക് എത്തുന്ന അവസ്ഥ ഉണ്ടാകും. അതുപോലെ തന്നെ അവൻ ഇത് കൊടുത്ത് ഇത് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനേക്കാൾ വലുത് കിട്ടും എന്നുള്ളൊരു ബോധം ഉണ്ടാകും. വഹാദ ഐലൻ നുഖ്സാൻ, ഇതും സുഹൃദാണ് പക്ഷെ കുറവാണ്, ഇത് ശരിയല്ല. അതായത് പരിപൂർണമായ ജാഹിദിന്റെ അവസ്ഥയിൽ അവൻ എത്തിയിട്ടില്ല, അവൻ സുഹൃദിൽ കുറവ് സംഭവിച്ചവനാണ്. അദ്ദറജത്തു സാലിസ, മൂന്നാമത്തേത് വഹിയൽ ഉല്യ, ഇതാണ് സുഹദിന്റെ ദറജകളിൽ ഉന്നതമായിട്ടുള്ളത്. അൻ യസ്ഹദ തവഅൻ, അവൻ സുഹദ് ഉണ്ടാകും, അവന് ദുനിയാവിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല, ഇഷ്ടം ഉണ്ടാവില്ല, വലിയ നിർബന്ധിക്കാതെ തന്നെ താല്പര്യം ഒന്നും ഉണ്ടാവില്ല. വയസ്ഹദ ഫി സുഹദിഹി, അവൻ്റെ സുഹദിനോട് ഒരു താല്പര്യം ഉണ്ടാവില്ല.
അതായത് നേരത്തെ പറഞ്ഞ ആളെന്താണ്, ഞാൻ സാഹിദാണ് എന്ന നിലയ്ക്ക് സുഹുദിനൊരു ശ്രദ്ധ അവൻ കൊടുക്കുന്നുണ്ടാവും. ഇവൻ ഈ ദുനിയാവിനോട് അവൻ വിരക്തി കാണിക്കുന്നുണ്ട് എന്നുള്ളതിനോട് തന്നെ അവനൊരു കാര്യം ഉണ്ടാവില്ല, അതിനോട് തന്നെ ഒരു താല്പര്യം ഉണ്ടാവില്ല. ഫലാ യറാ അന്നഹു തറക ശൈഅൻ, അവൻ എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കി നിലയ്ക്ക് നമുക്ക് തോന്നൂല. അതായത് നേരത്തെ പറഞ്ഞ ആള് ഞാൻ ദുനിയാവ് ഒഴിവാക്കിയവനാണ് എന്ന നിലക്കൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഇയാളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എന്തെങ്കിലും കാര്യം ഒഴിവാക്കി എന്നുള്ളൊരു ചിന്തയെ അവനുണ്ടാവില്ല. അവന് ആ ഒഴിവാക്കിയ സാധനത്തിന് ഒരു വില അവൻ കൊടുക്കുന്നുണ്ടാവില്ല. കാരണം അവന് നല്ല ബോധ്യം ഉണ്ടാവും ദുനിയാവ് ഒന്നുമല്ല, ഒരു കാര്യമല്ല ദുനിയാവ് എന്നുള്ള ശരിക്ക് ബോധം അവനുണ്ടാകും. ഫയകൂനു കമൻ തറക ഖിർഖതൻ വഅഖദ ജൗഹറതൻ, അവൻ ഏതുപോലെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഷിഞ്ഞ ഒരു ഉപകാരമില്ലാത്ത എന്തെങ്കിലും ഒരു സാധനം, ഒരു തുണിയോ മറ്റോ, അത് അവൻ ഒഴിവാക്കുകയാണ്, മൂല്യമായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടി അത് ഒഴിവാക്കുകയാണ്. അതുപോലെ ആയിരിക്കും അവൻ്റെ അവസ്ഥ ഉണ്ടാവുക. അതായത് മൂന്നാമത് പറഞ്ഞ ആൾക്ക് ദുനിയാവിനെ ഒഴിവാക്കിയത് അവനൊരു വിഷയമേ ആവില്ല, അതിനെക്കുറിച്ച് യാതൊരു പരിഗണന ഉണ്ടാവില്ല. അവൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും മുഷിഞ്ഞ ഒരു സാധനം മൂല്യവത്തായ ഒരു സാധനത്തിന് വേണ്ടാന്ന് വെച്ച പോലെ ഉണ്ടാവുള്ളൂ, അവനൊരു പരിഗണന അതിന് കൊടുത്തിട്ടുണ്ടാവില്ല, അഥവാ ദുനിയാവിന്. ഫലാ യറാ ദാലിക മുആവളതൻ, അവൻ ആ പകരം കിട്ടുന്ന ഒരു കാര്യം ഞാൻ ഒഴിവാക്കിയതിന് പകരമാണല്ലോ എന്ന ചിന്ത അവനുണ്ടാവില്ല. ശരിക്കും ഒന്നുകൂടി പറയാം, 3 ദർജകളിൽ ഒന്നാമത്തെ ആൾ പറഞ്ഞത് ദുനിയാവിനോട് അങ്ങേയറ്റ ഇഷ്ടവും താല്പര്യവും ഉണ്ടായിട്ടും കഠിനമായി പരിശ്രമിച്ച് സുഹൃദ് കാണിക്കുന്ന ഒരുത്തൻ, ഒന്നാമത്തെ ആൾ പറഞ്ഞത്. രണ്ടാമത്തേത് അവൻ അത്ര ദുനിയാവിനോട് ഇഷ്ടമൊന്നും ഉണ്ടാവില്ല, അവന് സിമ്പിളായിട്ട് ഒഴിവാക്കാൻ പറ്റും. പക്ഷേ ഞാൻ സാഹിദാണ് എന്നുള്ള ഒരു ചിന്തയും ഇത് ഒഴിവാക്കുന്നത് കൊണ്ട് എനിക്ക് സ്വർഗത്തിലോ അല്ലെങ്കിൽ പരലോകത്തോ ഇതിൻ്റെ ഇരട്ടി കിട്ടാനുണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ സുഹൃദ് കാണിക്കുന്നവൻ. മൂന്നാമത്തെ ആള് സുഹൃദ് കാണിക്കുന്നുണ്ടാകും, പക്ഷെ ആ സുഹൃദിന് തന്നെ അവനൊരു വില കൊടുക്കില്ല. അവൻ എന്തെങ്കിലും ഞാൻ അതൊക്കെ ഒഴിവാക്കിയെന്നുള്ള ചിന്ത ഉണ്ടാവില്ല. നേരത്തെ പറഞ്ഞ ആൾക്ക് ഞാൻ ദുനിയാവൊക്കെ ഒഴിവാക്കിയല്ലോ എന്നുള്ള ചിന്ത ഉണ്ടാവും. ഇവന് ഒഴിവാക്കിയ ദുനിയാവിന് തന്നെ അവനൊരു വില കൊടുക്കൂല. അവന്റെ മനസ്സിലുണ്ടാവുക ഞാൻ ഇപ്പം ഒന്നും ഒഴിവാക്കിയിട്ടില്ലല്ലോ, ദുനിയാവ് അത്ര നിസ്സാരമല്ലേ. അതിന് ഉപയോഗം പറഞ്ഞത് മുഷിഞ്ഞൊരു കാര്യം വേറെ എന്തെങ്കിലും മൂല്യവത്തായ ഒരു കാര്യത്തിൽ ഒഴിവാക്കുമ്പോൾ എന്തെങ്കിലും വില ഉണ്ടാവുമോ? ഞാനത് ഒഴിവാക്കിയോടെ അത് കിട്ടിയെന്നൊക്കെ ഉണ്ടാവും. അവൻ അത്രയും അത് കൊടുക്കൂല, അവനൊരു ഇതിന് പകരമാണ് അത് എന്നുള്ള ചിന്ത അവനുണ്ടാവില്ല. فإن الدنيا بالإضافة إلى نعيم الآخرة أحسن من خرقة بالإضافة إلى جوهرة. ഇത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുനിയാവ് പരലോകവുമായി വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ നല്ല എന്താണ് ഈ മുഷിഞ്ഞ തുണി വേറെ എന്തെങ്കിലും മൂല്യവത്തായ ഒരു കാര്യത്തിന് വെക്കുന്ന. അതായത് പരലോകമായി വെച്ച് നോക്കുമ്പോൾ ദുനിയാവ് എന്താണ്, ഒന്നുമില്ല, അത്രയും നിസ്സാരമായ കാര്യമാണ്. അപ്പോൾ വേറെ എന്തെങ്കിലും മുഷിഞ്ഞ സാധനവും മൂല്യവത്തായ സാധനവും കമ്പയർ ചെയ്യുന്നതിനേക്കാൾ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവനെ ഒഴിവാക്കുന്നതിനെ സംബന്ധിച്ചൊരു ചിന്ത ഉണ്ടാവില്ല. ഫഹാദാഹുൽ കമാലു ഫി സുഹദ്, ഇതാണ് സുഹദിന്റെ പരിപൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സുഹദിലെ പരിപൂർണത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിലക്ക് ദുനിയാവിനോട് വിരക്തി കാണിക്കലാണ്. എന്നിട്ട് ഷെയ്ഖ് ഒന്നുകൂടിയും അതിൻ്റെ ഒരു അവസ്ഥ എന്താണ്, അതിൻ്റെ ആശയം എന്നുള്ളത് ഒന്നുകൂടി ഒരു ഉപമ പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നുണ്ട്. വഅലം, നീ മനസ്സിലാക്കുക, അന്ന മസലമൻ തറക ദുനിയ, ദുനിയാവ് ഒഴിവാക്കുന്നവന്റെ ഉപമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസലു മൻ മനഅഹു അൻ ബാബിൽ മലികി കൽബുൻ അലാ ബാബിഹി. അവൻ ഒരു രാജാവിൻ്റെ അടുത്തേക്ക് പോവാണ്, ഒരു രാജാവിനെ കാണാൻ വേണ്ടി പോവാണ്. രാജാവിൻ്റെ അടുക്ക് നല്ല സ്ഥാനവും നല്ല പദവിയൊക്കെ ലഭിക്കാൻ വേണ്ടി പോവാണ്. പക്ഷെ ആ പോകുന്ന വഴിക്ക് രാജാവിൻ്റെ കവാടത്തിൻ്റെ മുമ്പിൽ ഒരു നായ അവിടെ കാവലിനുണ്ട്. നായ അവനെ കയറ്റി വിടുന്നില്ല, അങ്ങനെ ഈ നായ കടത്തി വിടാത്തപ്പോൾ ഇവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു റൊട്ടിയുടെ ഒരു കഷ്ണം എടുത്തിട്ട് ആ നായക്ക് ഇട്ട് കൊടുത്തു. ഫശഖലഹു ബിദാലിക, അപ്പോൾ ആ നായ എന്തായി, ആ കിട്ടിയ ഹുബ്സിൻ്റെ കഷ്ണവുമായി ബന്ധപ്പെട്ട് അതിൽ മുഴുകിയിട്ട് അങ്ങോട്ട് പോയി. അപ്പോൾ നായ അങ്ങനെ പോയപ്പോൾ വദഖല, ഇവൻ എന്ത് ചെയ്തു, ആ കവാടത്തിലൂടെ രാജാവിൻ്റെ അടുത്തേക്ക് പോയി. ഫഖറുബ മിനൽ മലിക്, അങ്ങനെ രാജാവിൻ്റെ അടുത്ത സ്ഥാനം കിട്ടി, ഉന്നതമായ പദവി കിട്ടി, അങ്ങനെയൊക്കെ കിട്ടി. ചിന്തിക്കുക, ചോദിക്കുകയാണ് അഫതറാഹു യറാ ലിനഫ്സിഹി യദൻ ഇൻദൽ മലിക് ബിലുഖ്മത്തിൻ അൽഖാഹ ഇലാ ഖൽബിഹി ഫി മുഖാബലത്തിൻ മാ ഖദ് നാലഹു. ഈ നിങ്ങളോട് ചോദിക്കുകയാണ്, ചോദ്യം പോലെ ഷെയ്ഖ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അവൻ്റെ സ്വന്തത്തിൽ ചിന്തിച്ചിട്ടുണ്ടാവും ഞാൻ ആ റൊട്ടി കഷ്ണം നായക്ക് കൊടുത്തോണ്ട് അതിന് പകരമായിട്ടാണ് ഇതൊക്കെ കിട്ടിയത്, അതുകൊണ്ട് ആ റൊട്ടി കഷ്ണം കൊടുത്തതാണ് മൂല്യമായിട്ടൊരു കാര്യം ഇത് വെച്ച് നോക്കുമ്പോൾ എന്ന് അവൻ ചിന്തിക്കുമോ? അതായത് ആ റൊട്ടി കഷ്ണം വളരെ മൂല്യവത്തായ ഒരു സാധനമാണ്, അതിന് പകരമാണ് എനിക്ക് ഈ രാജാവിൻ്റെ ഇത് കിട്ടിയത് എന്ന് അവൻ ചിന്തിക്കുമോ? ഇല്ല. കാരണം എന്താ, അത് നിസ്സാരമായിട്ടുള്ളൊരു കാര്യമാണ്. അവനത് പോയാൽ അവനെന്തല്ല, ഒരു വിഷയമുള്ള കാര്യമല്ല, അതുപോലെ അവൻ ചിന്തിക്കുകയുള്ളൂ. അതാണ് പറയുന്നത്. അപ്പോൾ അതേപോലെയാണ്
അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുക്കാൻ, പരലോകത്തിന് വേണ്ടി അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഒരാൾ ദുനിയാവ് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ യഥാർത്ഥ സാഹിദിന്റെ മനസ്സിൽ ഈ ദുനിയാവിന് അത്രയും ഒരു സ്ഥാനം ഉണ്ടാവില്ല. ഇത് കൊടുത്തോണ്ടാണ് അത് കിട്ടിയെന്നുള്ള ചിന്തയേ ഉണ്ടാവില്ല. അത്രയും നിസ്സാരമായ ഒരു കാര്യമായിരിക്കും. എന്നിട്ട് ഒന്നുകൂടിയും നമ്മുടെ ജീവിതത്തിലേക്ക് ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, ഫശൈത്താനു കൽബുൻ അലാ ബാബില്ലാ. ഷൈത്താൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ കവാടത്തിന് മുമ്പിലുള്ള നായയാണ്. അഥവാ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കാൻ, നമുക്ക് അടുക്കാൻ തടസ്സമായി നിൽക്കുന്ന നായയാണ് ഷൈത്താൻ. ജനങ്ങൾ അള്ളാഹുവിൻ്റെ ആ സന്നിധിയിലേക്ക് പ്രവേശിക്കുന്നതിനെ തടയുന്നത്, അതിന് തടസ്സമായി നിൽക്കുന്നത്. വാതിലാണെങ്കിലോ തുറന്നു കിടക്കുന്നതാണ്. അതായത് അള്ളാഹുവിലേക്കുള്ള കവാടം തുറന്ന് വിശാലമായി കിടക്കുകയാണ്. പക്ഷെ അതിനു മുമ്പിൽ ജനങ്ങൾ പ്രവേശിക്കാതിരിക്കാൻ വേണ്ടി, ജനങ്ങളെ ഓടിക്കാൻ വേണ്ടിയിട്ട് അതിനു മുമ്പിൽ നിൽക്കുന്ന ഒരു നായയെ പോലെയാണ് ആര്? ഷൈത്താൻ എന്നുള്ളത്. വൽ ഹിജാബ് മർഫൂൻ, ആ കവാടത്തിന് മുമ്പിൽ വല്ല കർട്ടനോ മറയൊന്നുമില്ല, തുറന്നു കിടക്കുകയാണ് ആ വാതിൽ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക്. വദ്ദുന്യാ കലുഖ്മതീൻ, ആ നായക്ക് ഇട്ട് കൊടുക്കുന്ന ആ ഒരു ഉരുള റൊട്ടിയെ പോലെയാണ് എന്ത്? ദുനിയാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് നമ്മെ അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുന്നതിന് തടസ്സമായി ശൈത്താൻ നിൽക്കുമ്പോൾ ആ ശൈത്താൻ അകറ്റാൻ വേണ്ടി നമ്മൾ എറിഞ്ഞു കൊടുക്കുന്ന റൊട്ടി കഷ്ണം പോലെയാണ് ദുനിയാവ് എന്നുള്ളത്. ഫമൻ തറക്കഹ ലിയനാല ഇസ്സൽ മുൽക്ക്, ആരാണോ ആ ആധിപത്യത്തിൻ്റെ ഉന്നതമായ പ്രതാപം നേടാൻ വേണ്ടി ഇതിനെ ഒഴിവാക്കുന്നത്, ഫകൈഫ യൽതഫിതു ഇലൈഹ, പിന്നെ ഒഴിവാക്കിയ സാധനത്തിന് അവന് വല്ല ചിന്ത ഉണ്ടാവുമോ? ആ ഒഴിവാക്കിയ സാധനം പിന്നെ അവൻ ആലോചിക്കുമോ? ഇല്ല. അതായത് നമ്മൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ഈ നേരത്തെ പറഞ്ഞ ഉപമ ഉണ്ടല്ലോ, ഈ നായൻ്റെ മേലേക്ക് നമുക്ക് റൊട്ടി എറിഞ്ഞു കൊടുത്തു. അപ്പോൾ നമുക്ക് അവിടെ ആ രാജാവിൻ്റെ അടുക്കൽ എന്താണ്, അയാൾക്ക് എന്തിട്ടാണ്? ഉന്നതമായ പദവി കിട്ടുകയാണ്. പിന്നെ അവൻ അവിടെ കിടന്നിട്ട് നാലിൻ്റെ റൊട്ടി കഷ്ണം പോയല്ലോ ഒന്ന് ദുഃഖിച്ചിരിക്കുമോ? ഇല്ല. അതുപോലെ ആയിരിക്കണം ദുനിയാവ് ഒഴിവാക്കുന്നതിൻ്റെ ഒരു അവസ്ഥ. അതായത് നമ്മൾ ദുനിയാവിൽ എന്തെങ്കിലും ഒരു കാര്യം വേണ്ടാന്ന് വെക്കുകയാണ്, അത് അള്ളാഹ്ക്ക് വേണ്ടി ഒഴിവാക്കുകയാണ്, അല്ലെങ്കിൽ ആ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കുകയാണ്. നമുക്ക് പിന്നെ എന്ത് തോന്നാൻ പാടില്ല? ഞാൻ ഒഴിവാക്കിയല്ലോ, ഞാനത് വേണ്ട വെച്ചല്ലോ, അത് ആ ചിന്ത ഉണ്ടാകാൻ പാടില്ല. കാമിലായ ഒരു ജാഹിദിന്റെ അവസ്ഥയാണ് പറയുന്നത്. അവന് അതിനേക്കാൾ വലുത് എന്താണ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതിനേക്കാൾ വലുത് എവിടെ കിട്ടി? അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടി. പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുമോ? ഇല്ല. അതുപോലെ ആയിരിക്കും കാമിലായ സുഹൃത്ത്. ഒന്നുകൂടി പറയുകയാണെങ്കിൽ, ഒരാൾ ദുനിയാവിൽ 1000 വർഷം ജീവിച്ചു വിചാരിക്കാം. ഒരു പരസ്പരം സാദൃശ്യപ്പെടുത്തി പറയാണ്, ഒരു നിസ്ബ ചെയ്ത് പറയാണ്. ഒരാൾ ദുനിയാവിൽ 1000 വർഷം അവന് ആയുസ് ലഭിച്ചു. ബിൽ ഇളാഫത്തി ഇലാ നഈമിൽ ആഖിറ, അതും പരലോകത്തെ അനുഗ്രഹങ്ങളും വെച്ചിട്ട്. പരലോകത്തെ അനുഗ്രഹങ്ങളുണ്ട്, ദുനിയാവിൽ 1000 വർഷം ജീവിതം കിട്ടി വിചാരിക്കുക. അഖല്ലു മിൻ ലുഖ്മത്തിൻ ബിൽ ഇളാഫത്തി ഇലാ മുൽക്കി ദുനിയ, അതുപോലും ഒരു റൊട്ടി കഷ്ണവും ദുനിയാവിൽ ആധിപത്യം വെച്ച് നോക്കുമ്പോൾ ചെറുതാണ്. അതായത് ദുനിയാവിൽ 1000 വർഷം ജീവിച്ച് പരലോകത്തെ അനുഗ്രഹങ്ങളുമായിട്ടൊരു നമ്മൾ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ ഈ റൊട്ടി കഷ്ണവും ദുനിയാവിലെ ആധിപത്യവും വെച്ച് നോക്കുക. അതായത് 2 കാര്യങ്ങൾ താരതമ്യം ചെയ്യാണ്. ഒന്ന് ദുനിയാവിലെ 1000 വർഷം ജീവിതം, പരലോകത്തെ അനുഗ്രഹങ്ങൾ. ഇവിടെ ഒരു റൊട്ടി കഷ്ണം, ദുനിയാവിലെ ആധിപത്യം. ഇത് വെച്ച് നോക്കുമ്പോൾ തന്നെ ആ 1000 വർഷത്തെ ജീവിതം എന്താണ്? ഇതിനേക്കാൾ നിസ്സാരമാണ്, റൊട്ടി കഷ്ണത്തിനേക്കാൾ നിസ്സാരമാണ് പരലോകത്തെ വെച്ച് നോക്കുമ്പോൾ. എന്നിട്ട് പറയാണ്, ലിഅന്നൽ ഫാനി ലാ നിസ്ബത ലഹു ഇലൽ ബാഖി, കാരണം നശിച്ചു പോകുന്ന ഒരു കാര്യം നിലനിൽക്കുന്ന ഒരു കാര്യവുമായിട്ട് യാതൊരു നിലക്കെന്താവൂല, താരതമ്യം ചെയ്യാൻ പോലും പറ്റൂല. അതായത് 1000 വർഷം ദുനിയാവിൽ ജീവിച്ച് പരലോകവുമായി താരതമ്യം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അത്രയും നിസ്സാരമാണ്. ഈ റൊട്ടി കഷ്ണം ഒഴിവാക്കുന്നതിനേക്കാൾ നിസ്സാരമാണ് എന്ന്, അത്രയും നിസ്സാരമാണ്. കൈഫ മുദ്ദത്തുൽ ഉമർ ഖസീറ വലദ്ദാത്തു ദുനിയ മുഖദ്ദറ, പിന്നെ എങ്ങനെയാണ് ഇവിടെ കുറഞ്ഞ ആയുസ്സും അതുപോലെ തന്നെ എന്ത് ആസ്വാദനം ദുനിയാവിലുണ്ടെങ്കിലും അതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടും ഉണ്ടാവുന്ന ഈ ദുനിയാവിൻ്റെ അവസ്ഥ. അതായത് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്, 1000 വർഷം ഇവിടെ ജീവിതം ലഭിച്ചിട്ട് പരലോകവുമായി താരതമ്യം ചെയ്താൽ തന്നെ ഈ റൊട്ടിക്കഷ്ണം ദുനിയാവിലെ ആധിപത്യത്തിന് വേണ്ടി ഒഴിവാക്കിയതിൻ്റെ അത്ര പോലും അത് എത്തൂല, അതിനേക്കാൾ നിസ്സാരമാണത്. പിന്നെ നമുക്ക് ലഭിക്കുന്ന ഈ ആയുസ് 60-70 വർഷം മാത്രം ലഭിക്കുന്ന ഈ ആയുസ്, അതിലെ ലദ്ദാത്തുകളോ അതിലെ ആസ്വാദനങ്ങളോ മുഖദ്ദറാണ്. അതായത് ദുനിയാവിലെ എന്ത് ആസ്വാദനത്തിനും ക്ഷീണം ഉണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ദുനിയാവിലെ ആസ്വാദനങ്ങൾ പൊതുവെ പറഞ്ഞാൽ നല്ല ഭക്ഷണം നമ്മൾ കുറേ കഴിച്ചു വിചാരിക്കുക. അതുകൊണ്ട് എന്താ ഉണ്ടാവുക? ആ കഴിക്കുമ്പോഴുള്ള ആസ്വാദനം കഴിഞ്ഞ് കഴിഞ്ഞാലോ ബുദ്ധിമുട്ടുണ്ടാകും. ഇനി എന്ത് കാര്യം കേട്ടെ, ഇപ്പോൾ ശാരീരിക ബന്ധം, ഭാര്യയുമായുള്ള ശാരീരിക ബന്ധം,
അത് കുറേ അങ്ങോട്ട് കൂടി വെച്ച് കഴിഞ്ഞാലോ ക്ഷീണം ഉണ്ടാവുക, തഴബാനാവുക എന്നല്ലാതെ ബുദ്ധിമുട്ടുണ്ടാവുക. എന്ത് ദുനിയാവിലും ആസ്വാദനം എടുത്തോളിയും അതിൻ്റെ അപ്പുറത്ത് ക്ഷീണം ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള ഈ ദുനിയാവും ഈ പരലോകവും തമ്മിൽ എങ്ങനെയാണ് ഈ ദുനിയാവ് പരലോകത്തിന് വേണ്ടി ഒഴിവാക്കിയതിന്റെ പേരിൽ ഞാനത് ഒഴിവാക്കിയല്ലോ, അല്ലെങ്കിൽ അതിന്റെ പേരിൽ അതിനോട് പിന്നൊരു ആഗ്രഹമോ അല്ലെങ്കിൽ ഞാൻ വലിയൊരു കാര്യമാണ് ഒഴിവാക്കിയത് എന്ന് എങ്ങനെയാണ് ഒരാൾ ചിന്തിക്കുക എന്നുള്ളത്. അത് ഇതിന് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഷെയ്ഖ് ഒരു ഉപമ പറഞ്ഞുകൊണ്ട് ചിന്തിക്കാൻ വേണ്ടി പറയാണ്, അങ്ങനെ ദുനിയാവിന് ഒരു വിലയും കൊടുക്കാതെ ഒഴിവാക്കുന്ന ആളാണ് അസ്സാഹിദുൽ കാമിൽ എന്ന് പറയുന്നത്. എന്നൊരു ഷെയ്ഖ് പറയാണ്, സുഹദിന്റെ ഇനങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ ദർജകളാ പറഞ്ഞത്. ഈ സുഹദിന്റെ ഇനങ്ങൾ ബിൽ ഇവാഫത്തി ഇലൽ മർഗൂബി ഫീഹി. ആ സുഹദിന്റെ ഇനങ്ങൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഏതിനോട് അവന് താല്പര്യമുള്ളത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് നമ്മൾ പറഞ്ഞു സുഹദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യത്തെ നമ്മൾ ഒഴിവാക്കും അതിനേക്കാൾ നമുക്ക് താല്പര്യമുള്ള മറ്റൊന്നിനു വേണ്ടി, അതാണല്ലോ. ഇനി സുഹദിന്റെ ഇനങ്ങളെ ആക്കുന്നത് എന്തടിസ്ഥാനത്തിൽ എത്തി വെച്ച് കഴിഞ്ഞാൽ ഏതൊന്നിനാണോടാണോ അവന് താല്പര്യം അതിനെ പരിഗണിച്ചുകൊണ്ടാണ് സുഹദിന്റെ ഇനങ്ങൾ. ഒന്നുകൂടി നമ്മുടെ വിഷയം പറഞ്ഞാൽ ദുനിയാവിനെ നമ്മൾ ഒഴിവാക്കി, എന്തിനു വേണ്ടിയാണ് നമ്മൾ ഒഴിവാക്കിയത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് സുഹദിന്റെ ഇനങ്ങൾ കിടക്കുന്നത്. എന്നിട്ട് പറയാണ് അത് 3 ദർജകളാണ്. അത് 3 ദർജകളാണ്. അക്സാമുകൾ 3 ദർജകളിലായിട്ടുണ്ട്. അഹദുഹ, അതിൽ ഒന്നാമത്തേത്, ഇനങ്ങളിൽ ഒന്നാമത്തേത് അസ്സുഹ്ദു ലിന്നജാതി മിനൽ അദാബി വൽ ഹിസാബി വൽ അഹ്വാലി അല്ലതി ബൈന യദയിൽ ആദമി വഹാദാ സുഹ്ദുൽ ഖായിഫീൻ. അസ്സുഹ്ദു ലിന്നജാതി മിനൽ അദാബ്, ഒരാൾ സുഹ്ദ് കാണിക്കുകയാണ്, ദുനിയാവിനോട് വിരക്തി കാണിക്കുകയാണ്. അവൻ്റെ ഉദ്ദേശം എന്താണ്? ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടണം. വൽ ഹിസാബ്, പരലോകത്തെ വിചാരണയിൽ നിന്ന് രക്ഷപ്പെടണം. വൽ അഹ്വാൽ, പരലോകത്തെ ഭയപ്പാടുകളിൽ നിന്ന് രക്ഷപ്പെടണം. അല്ലത്തി ബൈന യദയിൽ ആദമി, മനുഷ്യർക്ക് പരലോകത്തുണ്ടാവുന്ന ഈ ശിക്ഷ അവസ്ഥകളൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരാൾ സുഹൃദ് കാണിക്കുകയാണ്. അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അവൻ ഹറാം ഒഴിവാക്കുന്നത്, അവൻ്റെ ഇഷ്ടങ്ങൾ വേണ്ടാന്ന് വെക്കുന്നത്, ബാക്കിയുള്ള ദുനിയാവിന്റെ വിരക്തി കാണിക്കുന്നത്, പരലോകത്ത് ശിക്ഷ കിട്ടരുത് എന്ന് നിലക്കാണ്. ഈ സുഹൃദാണ് വഹാദാ സുഹ്ദുൽ ഖായിഫീൻ, ഭയപ്പെടുന്ന ആളുകളുടെ സുഹൃദ്, ഭയപ്പെടുന്ന ആളുകളുടെ സുഹൃദ്. ക്ലിയർ അല്ലേ? രണ്ടാമത്തേത് ദർജത്തു സാനിയ, രണ്ടാമത്തേത് അസ്സുഹ്ദു ലിർറഗ്ബതി ഫി സവാബി വന്നഈമി വൽ മൗഊദി ബിഹി. അസ്സുഹ്ദു ലിർറഗ്ബതി ഫി സവാബ്, പ്രതിഫലത്തിനോടുള്ള താല്പര്യം കൊണ്ടുള്ള സുഹൃദ്. അതായത് ഞാൻ ഇവിടെ ഇന്നത് ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് പരലോകത്ത് ഇന്നത് കിട്ടുമെന്നുള്ള ആ പ്രതിഫലം ആഗ്രഹിച്ചു കൊണ്ടുള്ള സുഹൃദ്. വന്നഈമി വൽ മൗഊദി ബിഹി, അതുപോലെ പരലോകത്തെ അനുഗ്രഹങ്ങളും പരലോകത്ത് വാഗ്ദാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളും അത് കിട്ടുമെന്നുള്ളത് വേണ്ടി കിട്ടാൻ വേണ്ടിയിട്ടുള്ള സുഹൃദ്. വഹാദാ സാഹിദുർ റാജീൻ, ഇത് പ്രതീക്ഷ വെക്കുന്ന ആളുകളുടെ സുഹൃദാണ്, പ്രതീക്ഷ വെക്കുന്ന ആളുകളുടെ സുഹൃദാണ്. ഫൈന്നഹ ഉലായി തറകൂ നഈമൻ ലിനഈമിൻ, ഈ ആളുകൾ ദുനിയാവിലെ അനുഗ്രഹം ഒഴിവാക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? പരലോകത്തെ അനുഗ്രഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്. സുഹൃദിന്റെ ഇനങ്ങളിൽ ഒന്നാമത്തേത് പരലോകത്ത് ശിക്ഷ ഒന്നും കിട്ടരുത് എന്നുള്ള പേടി കൊണ്ട് സുഹൃദി കാണിക്കുന്ന ആളുകൾ. രണ്ടാമത്തേത് പരലോകത്തെ അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ദുനിയാവിലെ അനുഗ്രഹങ്ങൾ വേണ്ട വെക്കുന്ന ആളുകൾ. ഇത് രണ്ടാമത്തെ സുഹൃദ്. അദ്ദറജത്തു സാലിസ, മൂന്നാമത്തെ സുഹൃദ് വഹിയൽ ഉല്യ, ഇതാണ് ഏറ്റവും ഉന്നതമായത്. വഹിയ അല്ലാ യസ്ഹദ ഫിദ് ദുനിയ ലിതഖല്ലുസി മിനൽ ആലാം, ഈ മൂന്നാമത്തെ കൂട്ടം ആളുകൾ ശിക്ഷയോ മറ്റോ അതിന് രക്ഷപ്പെടണം എന്നുള്ളതുകൊണ്ട് മാത്രമല്ല അവർ ഇത് കാണിക്കുന്നത്, ഒക്കെ അതിന്റെ ഭാഗമാണ്. പക്ഷെ അതായിരിക്കില്ല ഈ സുഹൃദ് കാണിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വലാ ലിർറഗ്ബതി ഫീ നൈലിൽ ലദ്ദാത്ത്, അതല്ല പരലോകത്തെ അനുഗ്രഹങ്ങൾ കിട്ടണം എന്നുള്ളതായിരിക്കില്ല പ്രധാന ലക്ഷ്യം. അതിന്റെ ഭാഗമായിരിക്കും, പക്ഷെ അവർ ഈ ദുനിയാവ് ഒഴിവാക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്താവൂല? ഈ പറഞ്ഞ ഈ കാര്യങ്ങളാവില്ല, നേരത്തെ പറഞ്ഞ 2 കാര്യങ്ങളാവില്ല. പിന്നെന്തായിരിക്കും? ബൽ ലിത്വലബി ലിഖാഇല്ലാഹി തആല, അള്ളാഹുവിനെ കണ്ടുമുട്ടണം, അള്ളാഹുവിനെ കാണണം എന്ന ആഗ്രഹത്തിന് മാത്രമായിരിക്കും. അള്ളാഹുവിനെ കാണുക എന്നുള്ള ആഗ്രഹത്തിന് വേണ്ടി മാത്രമായിരിക്കും. അള്ളാഹുവിനെ കാണുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 കാര്യം ഉണ്ട്. കാരണം നരകത്തെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടാലും സ്വർഗത്തിൽ കയറിയാലും എന്ത് നടക്കുള്ളൂ? അള്ളാഹിനെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇവരുടെ ലക്ഷ്യം, ചിന്ത എന്തായിരിക്കും? അള്ളാഹുവിനെ കാണുക എന്നുള്ളത് മാത്രമായിരിക്കും. വഹാദാ സുഹ്ദുൽ മുഹ്സിനീനൽ ആരിഫീൻ, ഇതാണ് അള്ളാഹുവിനെ മനസ്സിലാക്കിയിട്ടുള്ള ഇഹ്സാൻ ചെയ്യുന്ന ആളുകളുടെ സുഹ്ദ് എന്ന് പറയുന്നത്. ഈ മൂന്നാമത് പറഞ്ഞത് ഫൈന ലദ്ദത്തൻ നദരി ഇലല്ലാഹി തആല, അള്ളാഹുവിലേക്ക് നോക്കുമ്പോൾ അള്ളാഹുവിനെ കാണുമ്പോഴുള്ള ആസ്വാദനം എന്നുള്ളത് ബിൽ ഇദാഫത്തി ഇലാ ലദ്ദാത്തിൽ ജന്ന, സ്വർഗത്തിലെ മറ്റുള്ള ആസ്വാദനങ്ങളുമായിട്ട് ഒപ്പിച്ചു നോക്കുമ്പോൾ,
സ്വർഗത്തിൽ പാനീയങ്ങളുണ്ട്, ഭക്ഷണങ്ങളുണ്ട്, ഇനങ്ങളുണ്ട്, സുഖസൗകര്യങ്ങളുണ്ട്. ഇതും അള്ളാഹുവിനെ കാണുമ്പോൾ ആസ്വാദനവും തമ്മിൽ ചേർത്തി വെച്ചാൽ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുനിയാവിൽ എല്ലാവിധ ആധിപത്യം ലഭിച്ച ഒരാൾ, ദുനിയാവിൽ എല്ലാവിധ ആധിപത്യമുണ്ട്, ദുനിയാവിൽ എല്ലാം കിട്ടി, അതൊക്കെ അവൻ്റെ അധികാരത്തിലുണ്ട്. അങ്ങനെയുള്ള ഒരാളുടെ ആസ്വാദനം വെക്കുക. മറ്റൊരാൾക്ക് ചെറിയൊരു കുരുവിക്കുട്ടി, ഒരു ചെറിയ പക്ഷി ഉണ്ടോ അവൻ്റെ കയ്യിൽ, അതിനെ കളിപ്പിക്കുമ്പോൾ അതിനെന്തെങ്കിലും കൊടുക്കുമ്പോൾ അവനൊരു ആസ്വാദനം കിട്ടുമല്ലോ. ഈ ആസ്വാദനവും ഈ ദുനിയാവിലെ എല്ലാ ആധിപത്യം ലഭിച്ചുള്ള ആസ്വാദനം ഉണ്ടാവും. അതൊരു ഉപമ പറഞ്ഞതാണ് ചിന്തിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയായിരിക്കും സ്വർഗത്തിലെ വസ്തുക്കളുടെ ആസ്വാദനവും അള്ളാഹുവിനെ കാണുക എന്നുള്ളത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ മൂന്നാമത്തെ ആളുകളുടെ ലക്ഷ്യം അള്ളാഹുവിനെ കാണുക എന്നുള്ളത് മാത്രമായിരിക്കും എന്നുള്ളത്. ഇതാണ് മൂന്നാമത് പറയുന്നത്. ഇനി കൊടുത്തില്ലേ? ഇപ്പോൾ പോണെങ്കിൽ ഇപ്പോൾ എത്ര ഇവിടുന്ന് പോകണ്ടേ? കുറച്ച് പോകണ്ടേ? ബിസ്മില്ലാ അൽഹംദുലില്ലാ സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. നമ്മൾ വായിച്ചിരുന്ന ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുള്ളയുടെ മുഖ്തസർ മിൻഹാജുൽ ഖാസിദീൻ എന്നതിലെ സുഹദിൻ്റെ ബാബാണ്. അതിൽ എന്താണ് സുഹദ് എന്നും സുഹദിൻ്റെ 3 ദറജകളും 3 ഖിസ്മുകളും 3 ഇനങ്ങളും പറയുകയുണ്ടായി. അടുത്ത ഫസ്ല് ഇതിൽ മുഅല്ലിഫ് റഹിമഹുള്ള കൊടുക്കുന്നത് ഫസ്ലുൻ ഫി തഫ്സീലി സുഹദി ഫീമാ ഹുവ മിൻ ദറൂറിയാത്തിൽ ഹയാത്ത്. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട ഭൗതികമായ കാര്യങ്ങളുണ്ട്. അഥവാ ദുനിയാവ് ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങളുണ്ട്. ആ വിഷയങ്ങളിൽ എങ്ങനെയാണ് ഒരാൾ സുഹദ് കാണിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അയാളുടെ സുഹദ് ഉണ്ടാവുക എന്നുള്ളതാണ്. വദ്ദറൂറിയാത്തുൽ മുഹിമ്മാത്തു സബ്അത്തു അഷ്യാ. ഒരാളുടെ ജീവിതത്തിൽ അയാൾക്ക് ജീവിക്കാൻ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് 7 എണ്ണമാണ്. അൽ മത്അം ഭക്ഷണം, അൽ മൽബസ് വസ്ത്രം, വൽ മൽബസ് വൽ മസ്കൻ താമസ സൗകര്യം, ഈ വീട്, വഅസാസുഹു ആ വീട്ടിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അഥവാ ഫർണിച്ചറും പാത്രവും അതുപോലുള്ള കാര്യങ്ങളൊക്കെ, വൽ മൻകഹ് വിവാഹം, വൽ മാൽ സമ്പത്ത്, വൽ ജാഹ് കുറച്ച് സ്ഥാനം അല്ലെങ്കിൽ ഒരു ബഹുമാനം നിലക്ക് കിട്ടുന്ന ആ നിലക്കുള്ള ഒരു പദവി. ഫമൽ അവ്വലു വഹുവൽ മത്അം. എന്നിട്ട് മുഅല്ലിഫ് റഹിമഹുള്ള പറയുന്നു അതിൽ ഒന്നാമത്തേത് മത്അം ഭക്ഷണം. അതായത് ഈ കാര്യങ്ങൾ നിർബന്ധമായി മനുഷ്യനുണ്ടായിരിക്കണം. ഇതില്ലാതെ മനുഷ്യൻ എന്താ പറ്റില്ല, ജീവിക്കാൻ പറ്റില്ല. അത് ദറൂറിയാത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് ഒരാൾക്ക് സുഹദ് ഉണ്ടാവുക, അല്ലെങ്കിൽ അയാളുടെ സുഹദ് എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഫഅലം അന്ന ഹിമ്മത സാഹിദി മിൻഹു മാ യദ്ഫഉ ബിഹിൽ ജൂഅ മിമ്മാ യുവാഫിഖു ബദനഹു മിൻ ഗൈരി ഖസ്ദിൽ ഇൽതിദാദ്. നീ മനസ്സിലാക്കുക, അന്ന ഹിമ്മത്ത് സാഹിദ്, ഒരു സാഹിദാണ് ഒരാളെങ്കിൽ അവൻ്റെ ചിന്ത എന്നുള്ളത് മിൻഹു ഭക്ഷണവുമായി ബന്ധപ്പെട്ടിട്ട് അവൻ്റെ ചിന്ത, അവൻ്റെ ഒരു ഉദ്ദേശം എന്നുള്ളത് മാ യദ്ഫഉ ബിഹിൽ ജൂഅ അവൻ്റെ വിശപ്പിനെ പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ അവൻ്റെ വിശപ്പിന് ആവശ്യമായിട്ടുള്ളത് മിമ്മാ യുവാഫിഖു ബദനഹു അവൻ്റെ ശരീരത്തിന് യോജിച്ച രീതിയിൽ. ഓരോ ആളുകളുടെയും ശരീരം വ്യത്യസ്തമായിരിക്കും. ആ ശരീരത്തിൻ്റെ അവൻ്റെ വിശപ്പിന് ആവശ്യമായിട്ടുള്ള നിലക്കുള്ള ഭക്ഷണം. മിൻ ഗൈരി ഖസ്ദിൽ ഇൽതിദാദ് അവന് പ്രധാനപ്പെട്ട ലക്ഷ്യം ഭക്ഷണത്തിൻ്റെ രുചിയായിക്കൊള്ളുന്നില്ല. അവൻ്റെ പ്രധാന ലക്ഷ്യം രുചിയല്ല, അവൻ്റെ വിശപ്പ് അടങ്ങാനുള്ള, അവൻ്റെ ശരീരത്തിന് ആരോഗ്യത്തോടുകൂടി നിലനിൽക്കാനുള്ള ആ നിലക്കുള്ള ഭക്ഷണമായിരിക്കും ഒരു സാഹിദ് ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ അവൻ്റെ ചിന്തയുണ്ടാവുക. വഫിൽ ഹദീസ്, ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഇന്ന ഇബാദല്ലാഹി ലൈസു ബിൽ മുതനഇമീൻ, അള്ളാഹുവിൻ്റെ അടിമകൾ അവരെങ്ങനെയുള്ളവരല്ല, അനുഗ്രഹങ്ങളിൽ മതിമറന്ന് മുഴുകുന്ന ആളുകളല്ല. അതായത് എപ്പോഴും ഇന്ന രുചിയിലുള്ള ഭക്ഷണമേ ഞാൻ കഴിക്കൂ, അല്ലെങ്കിൽ ഇന്ന രുചി എനിക്ക് വേണം, അല്ലെങ്കിൽ അങ്ങനെ അനുഗ്രഹങ്ങളിൽ അത് ആസ്വാദനങ്ങളിൽ മുഴുകുന്നവരല്ല അള്ളാഹുവിൻ്റെ അടിമകൾ എന്നൊരു ഹദീസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ സുഹദുള്ള ഒരാളുടെ ഭക്ഷണത്തിൻ്റെ ലക്ഷ്യം എന്താണ്? അവൻ്റെ വിശപ്പടങ്ങണം, അവന് ആരോഗ്യം ഉണ്ടാവണം, അതായിരിക്കും ഉദ്ദേശം. വഖാലത്ത് ആയിഷ റളിയല്ലാഹു അൻഹാ ലിഉർവ, ആയിഷ
റളിയല്ലാഹു അൻഹ അവിടുത്തെ സഹോദരി പുത്രനായ ഉറവത്ത് ബിൻ സുബൈർ റളിയല്ലാഹുവിനോട് പറയുകയുണ്ടായി, കാന യമുറു ബിനാ ഹിലാലുൻ വഹിലാലുൻ വഹിലാലുൻ, ഞങ്ങളിൽ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിൽ 3 മാസം കടന്നു പോകാറുണ്ട്. ഹിലാൽ ഉദ്ദേശിച്ചത് 3 മാസങ്ങൾ കടന്നു പോകാറുണ്ട്. മാ യൂഖിദു ഫീ ബൈത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാറുൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ തീ കത്തിക്കാത്ത അല്ലെങ്കിൽ തീ കത്താത്ത 3 മാസങ്ങൾ വരെ, ഉദ്ദേശം അടുപ്പ് കത്തിച്ച് വേവിച്ച് ഭക്ഷണം കഴിക്കുന്ന ഒരു ഭക്ഷണമില്ലാതെ 3 മാസങ്ങളോളം കടന്നു പോകാറുണ്ട്. ഖാല ഖുൽതു യാ ഖാല, അപ്പോൾ ഉർവ റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ ഖാലത്തു, അഥവാ അദ്ദേഹത്തിൻ്റെ ഉമ്മാൻ്റെ സഹോദരിയാണ്. ഫഅല അയ്യി ഷൈഇൻ കുൻതും തഈശൂൻ, അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ജീവിച്ചിരുന്നത്, അഥവാ ഭക്ഷണം കഴിക്കണമല്ലോ. ഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അലൽ അസ്വദൈൻ, 2 കറുത്ത സാധനങ്ങളുടെ മേലെ, അൽമാഉ വത്തംർ, വെള്ളവും ഈത്തപ്പഴവും. 2 കറുപ്പ് എന്ന് പറയാനുള്ള കാരണം ഈത്തപ്പഴം കറുപ്പ് നിറമാണ്. അറബി ഭാഷയിൽ തഗ്ലീബ് എന്ന് പറയും. 2 കാര്യത്തെ ഒരുമിച്ച് പറയുമ്പോൾ മുന്തി നിൽക്കുന്നതിനെ സൂചിപ്പിച്ച് പറയുന്ന രീതിയുണ്ട്. ആ രീതിയിൽ അസ്വദൈൻ എന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ വെള്ളവും ഈത്തപ്പഴവും മാത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സാധാരണ രീതിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസ്ക്കായി കൊണ്ട് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഗനീമത്ത് സ്വത്താണ്. ഗനീമത്ത് സ്വത്ത് വീതിക്കുമ്പോൾ 5-1 നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഉണ്ടാവും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു വെക്കാറുണ്ട്. കുടുംബത്തിന് ഒരു വർഷത്തിന് ആവശ്യമായ നിലക്കുള്ള ഭക്ഷണവും കാര്യങ്ങൾക്കും വേണ്ടി എടുത്തു വെക്കാറുണ്ട്. പക്ഷേ അവിടുത്തെ സദഖ, അവിടുത്തെയും അവിടുത്തെ പത്നിമാരുടെയും ധാരാളമായി സദഖ നൽകുന്നത് കൊണ്ട് അത് ഒരു വർഷം തികയുന്നതിന് മുമ്പ് തന്നെ തീർന്നു പോകാറാണ് പതിവ്. അങ്ങനെ ഇങ്ങനെ ഈത്തപ്പഴം വെള്ളവും മാത്രം കുടിച്ച് കഴിഞ്ഞു പോകാറുണ്ടായിരുന്നു. വൽ അഹാദീസു ഫീ ദാലിക കസീറത്തുൻ മഷ്ഹൂറത്തുൻ, ഈ വിഷയത്തിൽ വന്നിട്ടുള്ള ഹദീസുകൾ ധാരാളമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരുന്ന രീതി. വഖദ് കാന കസീറു മിന സുഹാദ് യുഖശ്ശിനൂനൽ മത്അം, മുൻഗാമികളിൽ ധാരാളം സുഹൃദുള്ള ആളുകൾ അവർ പരുവരുത്ത ഭക്ഷണങ്ങൾ മാത്രം കഴിച്ചിരുന്നു. അഥവാ മുന്തിയ രുചികരമായ ഭക്ഷണങ്ങളല്ലാത്ത പരുവരുത്ത ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച രീതിയിൽ അവർ ജീവിച്ചിട്ടുണ്ട് സാഹിത്യങ്ങളിൽ, മുൻഗാമികളിൽ. വകാന ഫീഹിം മൻ ലാ യതീഖു ദാലിക്, അവരുടെ കൂട്ടത്തിൽ അതിന് കഴിയാത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതായത് ജാഹിദീങ്ങളായ സുഹൃദുണ്ടായിരുന്ന ആളുകൾ, പരുവരുത്ത ഭക്ഷണങ്ങൾ കഴിച്ചിരുന്ന ആളുകളുണ്ട്. എന്നാൽ അതിന് കഴിയാതെ പോയ ആളുകളും സലഫു സാലിഹീങ്ങളിൽ സുഹൃദുള്ളവരായിട്ടുണ്ടായിട്ടുണ്ട്. ഫകാന സൗരിയു, സുഫിയാൻ അസ്സൗരി, അദ്ദേഹം ജാഹിദായ ആബിദായ ഇമാമായ വ്യക്തിയായിരുന്നു. ഹസൻ അൽ മത്അം, നല്ല ഭക്ഷണങ്ങൾ കഴിച്ചിരുന്നു. നല്ല ഭക്ഷണങ്ങളാണ് അദ്ദേഹം കഴിച്ചിരുന്നത്. വറുബ്ബമാ ഹുമില ഫീ സുഫ്രതിഹി അൽ-ലഹ്മുൽ മശ്വി വൽ ഫാലൂദജ്, അദ്ദേഹം യാത്രയിൽ പോകുന്ന സമയത്ത് പലപ്പോഴും ലഹ്മുൽ മശ്വി എന്ന് പറഞ്ഞാൽ നമുക്ക് ഷവായി പറയുമല്ലോ, അങ്ങനെ വേവിച്ചിട്ടുള്ള മാംസവും, ഫാലൂദജ് എന്ന് പറഞ്ഞാൽ തേനും അതുപോലെ ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള പിന്നെ ഒരു ഭക്ഷണമാണ്. അതെല്ലാം അദ്ദേഹം എന്ത് ചെയ്യാറുണ്ട്, മുന്തിയ ഭക്ഷണങ്ങളാണ് അത്. മഷ്വിയവും അതുപോലെ ഫാലൂദജ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നല്ല മുന്തിയ ഭക്ഷണങ്ങളാണ്. അത് അദ്ദേഹം യാത്രയിൽ എന്ത് ചെയ്യാറുണ്ടായിരുന്നു, കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഇവിടെ പറഞ്ഞത് ഒരാളുടെ ആവശ്യത്തിന് എന്താണോ കഴിക്കേണ്ടത് അതാണ് കഴിക്കുക, രുചി ലക്ഷ്യം വെക്കാതെ. അതുകൊണ്ട് പരുവരുത്ത ഭക്ഷണങ്ങൾ മാത്രം കഴിച്ച് ജീവിച്ച സാഹിത്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ എല്ലാവർക്കും സാധിച്ചോളുന്നില്ല, എല്ലാവരും പ്രകൃതിക്കും അത് പറ്റിക്കൊള്ളുന്നില്ല. നല്ല ഭക്ഷണങ്ങൾ കഴിച്ച് സുഹൃത്ത് കാണിച്ച ആളുകളും ഉണ്ടായിട്ടുണ്ട്. ഇതിൽ ഇബ്നുൽ ജൗസി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സയ്യിദുൽ ഖാത്തിർ എന്ന കിതാബിൽ അദ്ദേഹം പറയുന്നൊരു സംഭവമുണ്ട്. അദ്ദേഹം ഇബ്നുൽ ജൗസി അനന്തര സ്വത്തായിട്ട് വീടും അതുപോലെ കുറച്ച് സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ ജീവിച്ച ആളായിരുന്നു. പക്ഷേ അദ്ദേഹം തലബുൽ ഇൽമിന് വേണ്ടിയൊക്കെ ചിലവഴിച്ചിട്ടുണ്ടെങ്കിലും നല്ല അവസ്ഥയിൽ ജീവിച്ച ആളായിരുന്നു. അദ്ദേഹം അതിൽ പറയുന്നുണ്ട്, ഞാൻ ഒരു ദിവസം 5 ജുസ് ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. അദ്ദേഹത്തിൻ്റെ വിരുദ്ധമായിക്കൊണ്ട് സ്ഥിരവും എല്ലാ ദിവസവും 5 ജുസ് പാരായണം ചെയ്യും. അദ്ദേഹം ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ മുന്തിയ ഭക്ഷണം, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാറുള്ളത്, അപ്പോൾ അതൊന്ന് കുറച്ച് കുറക്കാൻ വേണ്ടി കുറച്ച് മോശം ഭക്ഷണങ്ങൾ, അതായത് പരുവരുത്ത ഭക്ഷണം പോലെയുള്ളത് കഴിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ്, അന്ന് എനിക്ക് 1 ജുസേ പാരായണം ചെയ്യാൻ സാധിച്ചുള്ളൂ. സാധാരണഗതിയിൽ ഞാൻ എൻ്റെ സാധാരണ ലഭിക്കുന്ന, അതായത് ഓരോരുത്തരുടെ ജീവിത രീതി ഉണ്ടാവുമല്ലോ, അതിൽ കഴിക്കുന്ന നല്ല ഭക്ഷണം കുറച്ചപ്പോൾ എനിക്ക് 1 ജുസേ ഖുർആൻ പാരായണം സാധിച്ചുള്ളൂ. അപ്പോൾ ക്ഷീണിച്ച് ബുദ്ധിമുട്ടായിട്ടുണ്ടാവും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, എല്ലാവരും ഒരേപോലെ ആയിക്കൊള്ളുന്നില്ല. ചില ആളുകൾക്ക് നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല രീതിയിൽ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചില ആൾക്ക് അതല്ലാതെ പരുപരുത്ത ഭക്ഷണം കഴിച്ചിട്ടും ഇബാദത്തുകൾ ചെയ്യാൻ പറ്റും. ആ വ്യത്യാസം മനസ്സിലാക്കണം, അതാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ഫിൽ ജുംല എന്നിട്ട് പറയാണ് ഷെയ്ഖ്, മൊത്തത്തിൽ പറഞ്ഞാൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ഫസാഹിദു യഖ്സിദു മാ യസ്ലുഹു ബിഹി ബദനു, ഒരു ജാഹിദ് അവൻ്റെ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഉദ്ദേശിക്കുന്നത് അവൻ്റെ ശരീരത്തിന് എന്താണോ ആവശ്യം, ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ ശരീരത്തിൻ്റെ ഗുണത്തിൽ എന്താണോ അതാണ് നോക്കുക. വലാ യസീദു ഫി തനഉം, അവൻ അതിൻ്റെ ആസ്വാദനത്തിൽ മുഴുകി അത് ലക്ഷ്യം വെച്ച് അതിൽ കൂട്ടുന്ന അവസ്ഥ ഉണ്ടാവില്ല. അവൻ്റെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതാണ് അവൻ കഴിക്കുക. ഇല്ല അന്നൽ അബ്ദാന തഖ്തലിഫ്, ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ശരീരം വ്യത്യസ്തമായിരിക്കും.
അതായത് എല്ലാവർക്കും ഒരാൾക്ക് ഒന്നും കഴിക്കാതെ ചിലപ്പോൾ കുറച്ച് ദിവസം ജീവിക്കാനും അല്ലെങ്കിൽ ഭക്ഷണം കുറച്ച് ജീവിച്ചതാക്കാൻ പറ്റും. ചില ആളുകൾക്ക് ഭക്ഷണം ശരിക്കും കഴിക്കാതെ ഇബാദത്തൊന്നും ചെയ്യാൻ പറ്റൂല. ശരീരങ്ങൾ വ്യത്യസ്തപ്പെട്ടിരിക്കും. ഫമിൻഹാ മാ ലാ യഹ്തമിലു തഖ്ശീൻ, ചില ആളുകൾക്ക് പരിപരുത്ത ഭക്ഷണങ്ങളോ അങ്ങനെയുള്ളത് കഴിച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ജീവിക്കാൻ പറ്റിക്കൊള്ളും എന്നില്ല. വഖദ് യദ്ഖിറു ബഅദുൻ നാസി സാദൽ ഹലാല യതഖവ്വതുഹു, മുൻഗാമികളിൽ സാഹിര്യങ്ങളായിട്ടുള്ള സലഫുകളിൽ അവർ ഹലാലായ ഭക്ഷണം അവരുടെ ശരീരത്തിന് ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായത് അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു, സ്റ്റോക്ക് ചെയ്ത് എടുത്തു വെച്ച് കഴിക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഫലാ യുഖ്രിജുഹു ദാലിക മിന സുഹദ്, അത് അവരെ സുഹദിൽ നിന്ന് എന്താക്കിയിട്ടില്ല, പുറത്താക്കിയിട്ടില്ല, സുഹദിൽ നിന്ന് പുറത്താക്കിയിട്ടില്ല. അപ്പോൾ മനുഷ്യന് നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ആവശ്യമായിട്ടുള്ള നിർബന്ധ ഭൗതികമായ ആവശ്യങ്ങളിൽ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ സുഹദിൻ്റെ പരിധി എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ചില ആളുകൾ വിചാരിച്ചിട്ടുള്ള സുഹദ് എന്ന് പറഞ്ഞാൽ പട്ടിണി അടക്കലും അല്ലെങ്കിൽ മോശപ്പെട്ട ഭക്ഷണം മാത്രം കഴിക്കലാണ്, അതല്ലാത്ത കഴിച്ചാലൊക്കെ സുഹദിനെതിരാണെന്ന് വിചാരിച്ചു പോകുന്ന ആളുകളുണ്ട്. അല്ലെങ്കിൽ ചില ആളുകൾ അതിനെതിരായി വിചാരിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ പല രീതിയിലുണ്ട്. എന്ത് കഴിച്ചാലും ഒക്കെ സുഖത്തിൽ പെടും, അങ്ങനെയല്ല. ഇതാണ് അതിൻ്റെ മിതത്വമായിട്ടുള്ള രീതി. ഇതാണ് അത് ഓരോ വ്യക്തികൾക്ക് അനുസരിച്ച് അവരുടെ ശരീരത്തിനനുസരിച്ച് വ്യത്യാസപ്പെടാൻ സാധ്യതയുണ്ട്. ഫഖദ് കാന സബ്തിയു യഅമലു മിന സബ്തി ഇല സബ്ത് വയതഖവ്വതുഹു, എന്നിട്ട് സബ്തി മുൻഗാമികൾ സൽഫുകൾ ഉണ്ടായിരുന്ന സാഹിദായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തെ പറ്റി പറയുകയാണ്, അദ്ദേഹം ഒരു ശനിയാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച അഥവാ ഒരാഴ്ചയിൽ അദ്ദേഹം പണിക്ക് പോകാറുണ്ട്, ജോലി ചെയ്യാറുണ്ട്. എന്നാൽ ഹലാലായ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം നിലനിർത്താനുള്ള ഭക്ഷണം അദ്ദേഹം സമ്പാദിക്കാറുണ്ടായിരുന്നു. വവരിസ ദാവൂദ് അത്തായി 20 ദീനാറൻ ഫഅൻഫഖഹ ഫി 20 സന, ദാവൂദ് അത്തായി അതുപോലെ സലഫുകളിൽ സാഹിദായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് 20 ദീനാർ അനന്തരമായി ലഭിച്ചു. അദ്ദേഹം 20 വർഷം കൊണ്ടാണത് ചെലവഴിച്ച് തീർത്തത്. അപ്പോൾ പല രീതിയിൽ സലഫുകളിൽ ഭക്ഷണത്തിൻ്റെ വിഷയത്തിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ പ്രധാന ലക്ഷ്യം ഭക്ഷണം ഇന്ന രുചിയിലുള്ളത് മാത്രം ലക്ഷ്യം വെച്ച് കഴിക്കാതെ അവൻ്റെ ആരോഗ്യം നിലനിർത്താൻ ആവശ്യമായത് ലക്ഷ്യം വെച്ചിട്ട് കഴിക്കുന്നവനാണ് സാഹിദ്. ഇനി ഭക്ഷണത്തിൻ്റെ കാര്യം കഴിഞ്ഞു. അസാനി, രണ്ടാമത്തേത് അൽ മൽബസ്, വസ്ത്രത്തിൻ്റെ വിഷയത്തിൽ. ഫസാഹിദു യഖ്തസിറു ഫീഹി അലാ മാ യദ്ഫഉൽ ഹർറ വൽ ബർദ്, ഒരു സാഹിദ് അവൻ്റെ വസ്ത്രത്തിൽ ചൂടും തണുപ്പിൽ നിന്നും പ്രതിരോധിക്കാൻ ആവശ്യമായിട്ടുള്ള നിലക്കുള്ള വസ്ത്രം അവൻ ധരിക്കും. വയസ്തുറു ഔറ, അതുപോലെ തന്നെ അവൻ്റെ ഔറത്ത് മറക്കാൻ ആവശ്യമായിട്ടുള്ളത്. വലാ ബഅസ അൻ യകൂന ഫീ നൗഇ തജമ്മുൽ, ഇനി അത് കുറച്ച് ഭംഗിയുള്ള വസ്ത്രം ആയതുകൊണ്ട് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. സാഹിദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കീറിപ്പറഞ്ഞ വസ്ത്രം ധരിക്കുന്ന ആൾ മാത്രമല്ല, അതിന് ചിലപ്പോൾ നല്ലൊരു വസ്ത്രം ധരിച്ചുകൊണ്ടും ഒരു പ്രശ്നമില്ല. അവൻ്റെ ചൂടും തണുപ്പും അതിന് പ്രതിരോധിക്കാൻ പറ്റുന്ന അവൻ്റെ ഔറത്ത് മറക്കുന്ന വസ്ത്രം. ലിഅല്ല യുഖ്രിജഹു അത്തഖശുഫ് ഇല ശുഹ്റ, എന്തുകൊണ്ടാണ് അത് കുറച്ച് ഭംഗിയുള്ള വസ്ത്രം ധരിച്ചാലും കുഴപ്പമില്ല പറയാൻ കാരണം, അതല്ല എങ്കിൽ ഈ സുഹദ് അവനെ, ഈ തഖശുഫ് എന്ന സുഹദിൻ്റെ ഉദ്ദേശം, സുഹദ് എന്നുള്ളത് അവനെ ശുഹ്റത്തിലേക്ക് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതായത് പറയുന്നുണ്ട് വകാന അക്സറു ലിബാസി സലഫ് ഖശിനൻ, സലഫുകളിൽ അധികം ആളുകളുടെയും വസ്ത്രം പരുപരുത്ത ആ നിലക്കുള്ള വസ്ത്രങ്ങളായിരുന്നു. നല്ല സോഫ്റ്റ് തുണിയോ അതുപോലുള്ള ആവില്ല, പരുപരുത്ത വസ്ത്രങ്ങളായിരുന്നു. ഫസാർ അലുബുസുൽ ഖശിൻ ശുഹ്റത്തൻ, പിന്നീട് ആ കാലത്ത് എന്തായി തീർന്നു, അങ്ങനെ വസ്ത്രം ധരിക്കൽ ശുഹ്റത്തായി തീർന്നു എന്ന്. അതായത് ഞാൻ സാഹിദാണെന്ന് അറിയിക്കാൻ വേണ്ടി പരുപരുത്ത വസ്ത്രം ധരിക്കുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് കുറച്ച് ഭംഗിയുള്ള നല്ല വൃത്തിയുള്ള വസ്ത്രം ധരിക്കുക എന്നുള്ളത്. അപ്പോൾ സാഹിദ് കീറിപ്പറഞ്ഞ വസ്ത്രം മാത്രം ധരിച്ചോളണം എന്നല്ല, കുറച്ച് ഭംഗിയുള്ള നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് യാതൊരു കുഴപ്പവും അവനില്ല. അതെന്തുകൊണ്ടാണ്, അവന് സാഹിദാണെന്ന് ആളുകൾ അറിയുന്നതിനെ തടയാൻ വേണ്ടിയാണത്. വഖദ് റുവിയ അൻ അബി ബർദ ഖാല, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വേഷം എന്തായിരുന്നു, സലഫുകൾ എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് പറയാണ്. അബൂ ബർദ റളിയല്ലാഹു അൻഹു ധരിക്കപ്പെടുകയാണ്. അഖ്റജത് ഇലൈന ആയിഷത്തു റളിയല്ലാഹു അൻഹാ കിസാഅൻ മുലബ്ബദൻ, ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ഞങ്ങളുടെ അടുക്കിലേക്ക് ഒരു മേൽവസ്ത്രം, കുറേ കീറിപ്പറിഞ്ഞിട്ടുള്ള ഒരു മേൽവസ്ത്രം കൊണ്ടുവന്നു. ഇസാറൻ ഖലീവൻ, പരുപരുത്ത താഴ്ഭാഗത്തിടുന്ന ഒരു വസ്ത്രം കാണിച്ചു തന്നു. വഖാലത്ത്, എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഖുബില റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഹാദൈൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൂഹ് പിടിക്കപ്പെട്ടത് ഈ വസ്ത്രത്തിലായിരിക്കുമ്പോഴാണ് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസ്ത്രം, അങ്ങനെയുള്ള വസ്ത്രങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, ധരിച്ചിട്ടുണ്ട്. അഖ്റജാഹു ഫി സ്വഹീഹൈൻ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ളതാണ്. അനിൽ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹു ഉദ്ധരിക്കുന്നു, ഖാല ഖതബ ഉമർ റളിയല്ലാഹു അൻഹു വഹുവ ഖലീഫ, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുന്ന കാലത്ത്, അഥവാ ഇസ്ലാമിക ലോകത്തിന്റെ ഭരണാധികാരിയായിരിക്കുന്ന കാലത്ത് ഒരു ദിവസം ഖുത്ബ പറഞ്ഞു. വഅലൈഹി ഇസാറുൻ ഫീഹി 12 റുഖഅ, അദ്ദേഹത്തിന്റെ ആ വസ്ത്രത്തിൽ ഏകദേശം 12ഓളം
പിന്നെ തുന്നിച്ചേർത്ത അവസ്ഥയിൽ, കീറിയിട്ട് തുന്നിച്ചേർത്ത അവസ്ഥയിലായിരുന്നു ആ വസ്ത്രത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വസ്ത്രം എന്താണ്, ഈ നിലക്കാണ് വസ്ത്രവുമായി ബന്ധപ്പെട്ട് ഒരു ജാഹിദ് ഉണ്ടാകേണ്ടത്. അവൻ്റെ ചൂടും തണുപ്പും ഒഴിവായി കിട്ടാൻ അവർ ഔറത്ത് മറക്കുന്ന വസ്ത്രം, കുറച്ച് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല. കാരണം പരിപരുത്ത വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളത് ഒരു ശുഹറത്തായി മാറുന്ന അവസ്ഥ ഉണ്ടാവും. ചില ആളുകൾ ഞാനൊരു ജാഹിദാന്ന ആളുകൾ കാണാൻ വേണ്ടി ആ നിലക്ക് ആവാതിരിക്കാൻ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. അസ്സാലിസു, മൂന്നാമത്തേത് അൽ മസ്കൻ, വീട് അല്ലെങ്കിൽ താമസ സൗകര്യം. ഫലിസാഹിദ് ഫീഹി സലാസു ദറജാത്ത്, ഒരു ജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ താമസ സൗകര്യത്തെ എടുക്കുന്നതിൽ 3 ദർജകളാണുള്ളത്. അലാഹ, ഇവിടെ സൽഫുകളിൽ ഉണ്ടായിരുന്ന ജൂദുമായി കമ്പയർ ചെയ്തിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത്. അലാഹ, അതിലേറ്റവും ഉന്നതമായതെന്ന് പറഞ്ഞാൽ അല്ലാ യത്ലുബ മൗദിഅൻ ഖാസൻ ലിനഫ്സിഹി, അവന് പ്രത്യേകമായിട്ട് ഒരു സ്ഥലമോ വീടോ അങ്ങനെ അത് പ്രത്യേകമായിട്ടൊന്ന് തിരഞ്ഞെടുക്കാതെ വലിയഖ്നഉ ബിസവായ അൽ മസാജിദ്, മസ്ജിദുകളുടെ ഏതെങ്കിലും ഒരു കോണിലായിക്കൊണ്ട് ജീവിക്കുക. കസ്ഹാബ് സുഫ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് മസ്ജിദിൽ താമസിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു, സ്വന്തമായി വീടോ മറ്റോ ഒന്നും ഇല്ലാത്ത, അതുപോലെ ചെയ്യുക എന്നുള്ളത്. ഇത് ആ കാലഘട്ടത്തിൽ സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ഇന്ന് നമുക്കറിയാം, ഇന്ന് അങ്ങനെ ഒരു സംവിധാനം ഇല്ല, അങ്ങനെ ഒരു സമ്പ്രദായം ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് ഇന്ന് കാലത്തേക്ക് നമുക്ക് ബന്ധിപ്പിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്തും പിൽക്കാലത്തും ഇങ്ങനെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പക്ഷെ അവർ വിവാഹം കഴിക്കുന്നതിനൊക്കെ മുമ്പ്, വിവാഹം കഴിക്കുന്ന സമയത്ത് അവർ വാടകയ്ക്ക് വീട് എടുത്തിട്ടും അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിച്ച് വീട് എടുത്തിട്ടൊക്കെ അവർ മാറിപ്പോവാറുമുണ്ട്. വൗസത്തുഹ, ഇനി അതിൽ മധ്യമ നിലപാടിലുള്ളത് അയ്യത്തുലുബ മൗദിഅൻ ഖാസൻ ലിനഫ്സിഹി, അവന് സ്വന്തമായിട്ട് ഒരു സൗകര്യം, താമസിക്കാനുള്ള സൗകര്യം. മിസ്ലു ഖൗഖിൻ ഫി സഅഫിൻ ഔ ഖുസ്സിൻ, ചെറിയ കുടിൽ, ചെറിയ ഓലമേഞ്ഞതോ അതുപോലെയുള്ള ചെറിയ കുടിൽ, കണ്ട മുൻഗാമികളുമായി ബന്ധപ്പെടുത്തി പറയാം. വമാഷ്ബഹ ദാലിക്, അതിനോട് ചേർന്നത്. ഇത് ആ കാലഘട്ടത്തിൽ ഒറ്റക്ക് താമസിക്കുമ്പോൾ ഉള്ളതിൽ ചെറിയ സംവിധാനം, ഇന്നാണെങ്കിൽ ആ നിലക്ക് അവൾ മനസ്സിലാക്കുക. വഅദ്നാഹ, അതിൽ ചെറുത് അയ്യത്തുലു ബഹജ്റതൻ മബ്നിയതൻ, കെട്ടിപ്പടുത്ത ഒരു കെട്ടിടം പോലത്തെ വീട്, അഥവാ കുറച്ച് നല്ല രീതിയിലുള്ള വീട്. ഇത് പറഞ്ഞല്ലോ, ഇത് സലഫുകളുടെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഈ 3 ദർജയുണ്ട്. നമ്മുടെ കാലത്ത് നോക്കുമ്പോൾ ഈ 3 ദർജ വ്യത്യാസം ഉണ്ടാവും. ഈ കെട്ടിപ്പടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഗംഭീരമായി ആഡംബരമായിട്ട് ഉണ്ടാക്കിയത് ആലോചിക്കുക, അതിന് താഴെയുള്ളത് ആലോചിക്കുക, അതിന് താഴെയുള്ളത് ആലോചിക്കുക, അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഈ നിലക്ക് ആണ് ഷെയ്ഖ് പറയുന്നത്. അതിനെ തുടർന്ന് വിശദീകരിക്കുമ്പോൾ അതൊന്ന് വ്യക്തമാകും. അപ്പോൾ ഇനി ഒരാൾ എപ്പോഴാണോ വീടിൽ വളരെ വിശാലത, മേൽപ്പുര ഉന്നതമായത് അഥവാ വലിയ ആഡംബരമായിട്ടുള്ള വീട് വേണമെന്നൊക്കെ അവൻ തേടാൻ തുടങ്ങിയോ, ഫഖദ് ജാവസ ഹദ്ദ സുഹ്ദ് ഫിൽ മസ്കൻ, അങ്ങനെ അവൻ ചെയ്താൽ അവൻ മസ്കനിൻ്റെ വിഷയത്തിൽ, അവൻ്റെ താമസ സ്ഥലത്തിൻ്റെ വിഷയത്തിൽ അവൻ സുഹൃത്തിൽ നിന്ന് പുറത്തു പോകും, അവരതിൽ വിട്ടുപോകും. അതായത് അവന് താമസിക്കാനുള്ള ഒരു മിനിമം ലെവൽ വിട്ടിട്ട് അവന് വലിയ ഉന്നതമായ മേൽപ്പുരയും വലിയ സൗകര്യങ്ങളൊക്കെ വേണമെന്ന നിലക്ക് തുടങ്ങിക്കഴിഞ്ഞാൽ സുഹൃദിൻ്റെ അവസ്ഥയിൽ നിന്ന് അവൻ പുറത്തു പോകും. ഹറാമല്ല, അവൻ്റെ ഒരു സമ്പത്തുണ്ടെങ്കിൽ അവൻ എന്തു ചെയ്യുക, അത് പിന്നെ ഹറാമാണെന്നല്ല പറയുന്നത്, പക്ഷെ സുഹൃദിൻ്റെ പരിധിയിൽ നിന്ന് അവൻ പുറത്തു പോകും. വഖദ് തൂഫിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലം യളഅ ലബ്നതൻ അലാ ലബ്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ കെട്ടിടം പണിത് ഇങ്ങനത്തെ മേൽപ്പുരകൾ താമസിക്കുന്ന ഒരു അവസ്ഥയിലായിക്കൊണ്ടല്ല മരണപ്പെട്ടത്. അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടത്. ഖാലൽ ഹസൻ ബസരി റഹിമഹുല്ലാഹ് പറയുന്നു, കുൻതു ഇദാ ദഖൽതു ബുയൂത റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകളിലേക്ക് പ്രവേശിച്ചാൽ നിൽതു സഖഫ്, മേൽപ്പുര എനിക്ക് എത്തുമായിരുന്നു. മേൽപ്പുര തൊടാൻ പറ്റുന്ന അവസ്ഥയിലെ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളത്. വഫിൽ ഹദീസ്, ഒരു ഹദീസിൽ വന്നിട്ടുണ്ട്, ഇന്നൽ മുസ്ലിമ ലയുഅ്ജറു ഫീ കുല്ലി ഷൈഇൻ യുൻഫിഖുഹു, ഒരു മുസ്ലിമിന് അവൻ ചെലവഴിക്കുന്ന എല്ലാത്തിനും പ്രതിഫലം കിട്ടും. ഇല്ലാ ഫി ഷൈഇൻ യജ്അലുഹു ഫീ ഹാദ തുറാബ്, ഈ കെട്ടിടങ്ങൾ, തുറാബ് ഉദ്ദേശിച്ചത് അന്ന് മൺകട്ടകളോടെ ഉണ്ടാക്കുക, ഈ കെട്ടിടങ്ങൾ പരിധി വിട്ടുണ്ടാക്കുന്നതിലല്ലാതെ എന്ന്. ഈ ഹദീസ് പിന്നെ പറയുന്നത് ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നത്. ഇതെപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അബ്ബാബിന് അറത്തിനെ രോഗം വന്ന് രോഗബാധിതനായി സന്ദർശിക്കാൻ വേണ്ടി വേറെ ചില താബീയങ്ങളൊക്കെ പോയ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഞങ്ങളൊപ്പം ഉണ്ടായിരുന്ന ആളുകൾ ദുനിയാവിൽ നിന്നൊന്നും കിട്ടാതെ തന്നെ മരിച്ചുപോയി. അതായത് സഹാബികൾ പലരും ഷഹീദായി കൊല്ലപ്പെട്ടു ഒക്കെ ഉണ്ടായി. കാരണം പിൽക്കാലത്ത് ഇസ്ലാമിക ലോകത്ത് വലിയ നേട്ടങ്ങളുണ്ടായി, സമ്പത്ത് അധികരിച്ച അവസ്ഥയിൽ ആ സമയം. അപ്പോൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇന്നിപ്പോൾ എന്താണ്, സമ്പത്ത് കൂടിയിട്ട് എങ്ങനെ എവിടെ ചെലവഴിക്കേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ചെലവഴിക്കണ പിന്നെന്താണ്, വലിയ വലിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കിയിട്ടാണ് പിന്നെ ചെലവഴിക്കുന്നത്. കാരണം അത്ര ഇസ്ലാമിക ലോകത്ത് സക്കാത്ത് വാങ്ങാൻ ആളില്ലാതെ സമ്പത്ത് വർദ്ധിച്ചൊരു കാലം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കാലത്താണ് പറയുന്നത്, ഇപ്പം ഈ സമ്പത്ത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയാണ്.
പിന്നീട് ഇതേ റിവായത്ത് ഉദ്ധരിക്കുന്ന ഈ താബിഈ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു വേറെ സ്ഥലത്ത് ഒരു പിന്നെ തോട്ടത്തിൽ എത്തിയിട്ടുള്ള തോട്ടത്തിനകത്ത് കണ്ടപ്പോഴാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു ഇത് പറയുന്നത്. അഥവാ അവന്റെ ആവശ്യത്തിനപ്പുറത്തേക്ക് അവൻ ഈ കെട്ടിപ്പടുത്തുന്ന ഈ വീടുകൾക്ക് എന്തില്ല, അവന് കൂലി കിട്ടാൻ പോകുന്നില്ല എന്ന നിലക്ക്. വഖാല ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ, ഇബ്രാഹിം അൻ-നഖഈ റഹിമഹുല്ലാ വലിയ ഇമാമാണ്, പണ്ഡിതനാണ്. ഇദാ കാനൽ ബുന്യാനു കഫാഫൻ ഫലാ അജ്റ വലാ വിസ്റ, ഒരാൾക്ക് മതിയായ നിലക്കുള്ള വീട് അവൻ കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ അവനതിന് കൂലിയില്ല, അവന് കുറ്റമില്ല. അതായത് അവൻ്റെ ബേസിക് ആവശ്യമാണ്, അതവൻ ചെയ്തു എന്നേ ഉള്ളൂ. അവന് മതിയാവണ ആവശ്യത്തിന് അത് ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ അവസ്ഥയാണ്. പക്ഷേ അവൻ നിയത്തിനനുസരിച്ച് വേറെ കാര്യങ്ങളുണ്ട്. കുടുംബത്തിനെ സംരക്ഷിക്കാൻ, മാതാപിതാക്കൾക്ക് നോക്കാൻ, മക്കൾക്ക് നോക്കാൻ, കുടുംബത്തിനെ നോക്കാൻ, അത് ചെയ്യുന്ന അനുസരിച്ചിട്ട് സംരക്ഷണം പ്രതിഫലമുണ്ട്. പക്ഷെ മതിയായതിൻ്റെ ആ ഒരു അവസ്ഥയിലായി കഴിഞ്ഞാൽ പിന്നെന്തില്ല, അവന് കൂലിയോ പ്രതിഫലമോ പ്രത്യേകമായി ലഭിക്കുന്നില്ല. ഫഫിൽ ജുംല, മൊത്തത്തിൽ ഈ വിഷയത്തിൽ പറഞ്ഞാൽ ഫഇന്ന കുല്ല മാ യുറാദു ലിദ്ദറൂറ ഫലാ യൻബഗി അൻ യുജാവിസ ഹദ്ദ അസ്സുഹ്ദ്. ഇവിടെ പറഞ്ഞത് ഒരുത്തൻ്റെ ആവശ്യത്തിൻ്റെ പരിധി വിട്ടു കഴിഞ്ഞാൽ, അതായത് അവൻ്റെ ആവശ്യത്തിൻ്റെ പരിധി വിട്ടു കഴിഞ്ഞാൽ അവൻ സുഹൃദിൻ്റെ പരിധിയിൽ നിന്ന് വിട്ടുപോയി. അപ്പോൾ താമസ സൗകര്യം അവൻ ആവശ്യം എന്താണോ അത് അവന് ചെയ്യാം. പക്ഷെ അത് വിട്ടിട്ട് ആഡംബരമായിട്ട് ഇതായി കഴിഞ്ഞാൽ സുഹൃദിൻ്റെ പരിധിയിൽ നിന്ന് അവൻ പുറത്തു പോയി. അറാബിയ, നാലാമത്തെ വിഷയം, മനുഷ്യന് നിർബന്ധമായും ജീവിക്കുമ്പോൾ ആവശ്യമായിട്ടുള്ളതിൽ അസാസുൽ ബൈത്ത്, വീട്ടിലെ ഉപകരണങ്ങൾ അഥവാ വീട്ടിലെ സാധനങ്ങളുണ്ടല്ലോ ഉപയോഗിക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഫയൻബഗി ലിസ്സാഹിദി അൻ യഖ്തസിറ ഫീഹി അലൽ ഖസഫ്, ഒരു ജാഹിദ് അവൻ്റെ വീട്ടിൽ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ രീതിയിലായിക്കൊണ്ട് അവൻ ചുരുക്കണം. വയസ്തഅമൽ അൽ ഇനാ അൽ വാഹിദ് ഫീ മഖാസിദിഹി, അവൻ്റെ ആവശ്യത്തിന്, അവൻ്റെ ഒരു ആവശ്യത്തിന് ഒരു പാത്രം മാത്രമേ അവിടെ ഉണ്ടാകാൻ പാടുള്ളൂ എന്ന നിലക്ക്. അതായത് ഇപ്പോൾ ചില വീടുകളിൽ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, ഭക്ഷണം കഴിക്കാനുള്ളപ്പോൾ ഡിന്നർ സെറ്റ് തന്നെ ഒരു 5-6 ഒരു ഡിന്നർ സെറ്റ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനത്തെ ഉണ്ടാവുമല്ലോ. അതിൽ ഒരു സെറ്റ് കൊണ്ട് അവൻ്റെ ആവശ്യത്തിന് ഒരെണ്ണം മതി. അപ്പോൾ അവനവൻ്റെ ആവശ്യത്തിനുള്ളതിലേക്ക് ചുരുക്കണം. ഫയഅകുല ഫിൽ ഖസ്അ ഫയശ്റബ ഫീഹ, അവൻ തിന്നാനും കുടിക്കാനും അവൻ ആവശ്യമായിട്ടുള്ള ഒരു ആവശ്യത്തിനുള്ള സാധനം. അതിൻ്റെ അപ്പുറത്തേക്ക് കുറേ ചില വീടുകളിൽ കാണാം. പിന്നെ ഞാൻ ഒരു തവണ ഒരു സമ്പന്നനായ ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ ഒരു ദീനിയായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് കൊണ്ട് ഉണ്ടാകുന്ന ഒരു പരീക്ഷണമായിട്ട് അദ്ദേഹം പറഞ്ഞൊരു കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങൾക്കിപ്പോൾ ഒരു വസ്ത്രം ഇട്ട് പുറത്തിറങ്ങണമെങ്കിൽ ഏതെങ്കിലും ഒന്ന് അൽമാറയിൽ നിന്ന് എടുത്ത് പോയാൽ മതി, ഞാൻ നോക്കണം കുറേ നേരം ഇതിലേതെടുക്കേണ്ടത് എന്നുള്ളത്, കാരണം അത്രയും കൂടുതലുണ്ട്. അതുപോലെ ഡിന്നർ സെറ്റ് എത്രയോ കൂടുതലുണ്ട്, അതിൽ ഏതിലാണ് ഭക്ഷണം വിളമ്പേണ്ടത് എന്ന് സംശയമാണ് ആ നിലക്ക്. അങ്ങനെ ആളുകളുണ്ട്, ഒരുപാട് ഡിന്നർ സെറ്റുകൾ അല്ലെങ്കിൽ ഒരുപാട് പാത്രങ്ങൾ അങ്ങനെയൊക്കെ വെക്കുന്നത്. അപ്പോൾ അവർക്ക് ആവശ്യമുള്ളത് എന്താണോ ഒരു സെറ്റ് അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ എന്താണോ ഒരു ആവശ്യം അത് വെക്കുക. വമൻ ഖറജ ഇലാ കസ്റത്തിൽ അദദ് ഫിൽ ആല, ഇങ്ങനെയുള്ള ഉപകരണങ്ങൾ, പാത്രങ്ങളാവട്ടെ എന്തോ ആവട്ടെ, അത് അധികരിച്ചു പോവുകയാണെങ്കിൽ ഔ ഫി നഫാസത്തിൽ ജിൻസ്, അല്ലെങ്കിൽ അതിൻ്റെ ഇനത്തിൽ മൂല്യം കൂടിയത്. ചില ആളുകൾ വളരെ വില കൂടിയ പാത്രങ്ങളിലൊക്കെ ഭക്ഷണം കഴിക്കുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അത് വീട്ടിൽ വാങ്ങുന്നവരുണ്ട്. അങ്ങനെ കൂടിയാലും എണ്ണത്തിൽ കൂടിയാലും ഖറജ അനി സുഹദ്, സുഹദിൻ്റെ പരിധിയിൽ നിന്ന് അവൻ പുറത്തുപോയി. ഇവിടെ വീണ്ടും പറയുന്നു, നമ്മൾ ഒരാൾ ഹറാമ് ചെയ്തു എന്നുള്ള അർത്ഥത്തിലല്ല പറയണത്. ഒരാളുടെ വീട്ടിൽ 4 ഡിന്നർ സെറ്റ് ഉണ്ടായതുകൊണ്ട് അവൻ ഹറാമ് ചെയ്തു എന്നല്ല അർത്ഥം. നമ്മൾ പറയുന്ന വിഷയം എന്താണ്? സുഹദാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നത്. വല്യൻദുർ ഇലാ സീറത്ത് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറയിലേക്ക് നോക്കൂ. ഷെയ്ഖ് ഇതിൽ നല്ലൊരു രീതി എടുത്തിട്ടില്ല. ഏത് കാര്യം പറഞ്ഞാലും നബി സ്വല്ലല്ലാഹുമായി ബന്ധപ്പെട്ട് പറയും, സൽഫുകളുടെ രീതിയുമായി ബന്ധപ്പെട്ട് പറയും. എന്നിട്ട് പറയാണ്, നബി സ്വല്ലല്ലാഹുവിന്റെ സീറയിലേക്ക് നോക്കൂ. വഫി സഹീഹ് മുസ്ലിം മിൻ ഹദീസ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല ദഖൽതു അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുൽതജിഉൻ അലാ ഹസീരിൻ. ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വീട്ടിൽ ചെന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈന്തപ്പന ഓല കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പായൽ കിടക്കുകയാണ്. ഇതിപ്പോൾ പാത്രങ്ങളുടെ വിഷയം പറഞ്ഞത് എല്ലാത്തിനും ബാധകം കേട്ടോ. ഇപ്പോൾ ചില ആൾക്കാർ ചില കിടക്കകൾ കാണാം, വലിയ വില കൊടുത്തിട്ട് കിടക്കകൾ വാങ്ങി കിടക്കുന്നത് കാണാം. വലിയ വില കൊടുത്തിട്ട്, ഇപ്പോൾ എന്തെങ്കിലും ആരോഗ്യത്തിന് പ്രശ്നം ഉണ്ടായിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ എല്ലാം ഉദ്ദേശിക്കുന്നത്, അല്ലാതെ തന്നെ മുന്തിയ ഇനം വാങ്ങിയിട്ട് കിടക്കുന്നത് കാണാം. അല്ലെങ്കിൽ തലയണ വില കൂടിയത്, ഏറ്റവും പതുപതുത്തത്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദിനൊരു ഇസാല തന്നെ ഉണ്ട്. ഈ തലയണകൾ കാരണം, പേരെനിക്ക് ഓർമ്മയില്ല, തലയണകളിൽ ഉറങ്ങുന്ന സുഖം കാരണത്താൽ ഫജറിന് മസ്ജിദിലെത്താത്ത ആളുകളുമായി ബന്ധപ്പെട്ടിട്ട് അതേ ഒരു ഇസാലെന്ന് എഴുതിയിട്ടുണ്ട്. എൻ്റെ തലക്കെട്ട് അങ്ങനെ എന്തോ ആണ്. അപ്പോൾ അതൊക്കെ ഇതിൽ പെട്ടു. ഏത് കാര്യമാവട്ടെ, അതിൽ പരിധി വിട്ട് എണ്ണം കൂടുന്നതാണെങ്കിലും അതിൻ്റെ മുന്തിയ ഇനം കൂടുന്നതാണെങ്കിലും സുഹദിൻ്റെ പരിധിയിൽ നിന്ന് പുറത്തു പോകും. അപ്പോൾ പറയാണ്, ഈന്തപ്പന ഓലയിൽ കിടക്കുന്ന അവസ്ഥയിൽ വൈദൽ ഹസീറു ഖദ് അസ്സറ ഫീ ജംബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മേത്ത് ഈന്തപ്പന ഇതിൽ കടന്നിട്ട്
അടയാളം ഉണ്ടായിട്ടുണ്ട്, ശരീരത്തിൽ അടയാളം ഉണ്ടാവുമല്ലോ, അത് വന്നിട്ടുണ്ട്. ഫനളത്തു ഫീ ഖസാനത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖസാനയിലേക്ക് പോയി, അഥവാ ഭക്ഷണപാനീയങ്ങളൊക്കെ ഇട്ട് വെക്കുന്ന അൽമാറ പോലത്തത്. ഫൈദാ അന ബിഖബ്ലത്തിൻ മിൻ ശഈരിൻ നഹ്വ സാ, ഒരു സ്വാ ബാർലി മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. രണ്ടോ മൂന്നോ കിലോയുടെ ഉള്ളിൽ വരുന്ന ഒരു ബാർലി മാത്രമേ അതിൽ അവിടെ സ്റ്റോക്ക് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് പറയാണ് പിന്നെ ഉമർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു അവിടുത്തെ ജീവിതം ഉണ്ടായിരുന്നത്. വഫീ റിവായത്തിൽ ബുഖാരി റളിയല്ലാഹു അൻഹു, ബുഖാരി റഹിമഹുല്ലാഹയുടെ റിവായത്തിൽ, ഫവല്ലാഹി മാ റഅയ്തു ശൈഅൻ യറുദ്ദുൽ ബസർ, ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ആ വീടിനകത്ത് ഒന്നുകൂടി നോക്കാനുള്ള ഒരു സാധനവും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അതായത് ചില സ്ഥലത്ത് നമ്മൾ പോയി കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ ഒന്നുകൂടി നോക്കാൻ ഭംഗിയുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പറയുകയാണെങ്കിൽ ഒന്നുകൂടി എനിക്ക് നോക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനവും അവിടെ ഉണ്ടായിരുന്നില്ല. ഒരു ഹദീസ് മഷ്ഹൂറും ഫി സ്വഹീഹ് മുസ്ലിം. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയും, സത്യത്തിൽ ഇപ്പോൾ നമ്മളെല്ലാവരും പറയുന്ന ഞാനാണെങ്കിലും നമ്മുടെ ജീവിത രീതിയും ഒക്കെ വ്യത്യാസമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൃഷ്ടികളിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ളതാണ്, സ്വർഗത്തിൽ ആദ്യം പ്രവേശിക്കുന്നതാണ്. പക്ഷെ നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ നഷ്ടങ്ങൾ വന്നാൽ പോലും അതുപോലെ ജീവിക്കുക എന്നുള്ളത്, കാലം മാറി, ഒരുപാട് സാഹചര്യങ്ങൾ മാറി. പക്ഷേ നമുക്കെന്തെങ്കിലും നഷ്ടം വരുമ്പോൾ അതിൽ ക്ഷമിക്കാനെങ്കിലും നമുക്കൊരു പ്രേരണയാവണം. അതായത് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ കുറയുമ്പോൾ, വരുമാനമാവട്ടെ അല്ലെങ്കിൽ വസ്തുക്കളാവട്ടെ, എന്തെങ്കിലും ഒരു കാര്യം കുറയുമ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബികളും എല്ലാം ഇങ്ങനെയാണല്ലോ ജീവിച്ചത് എന്നതിൽ ക്ഷമിക്കാനുള്ള ഒരു ത്രാണിയെങ്കിലും നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ. വഖാല അലി റളിയല്ലാഹു അൻഹു, ഇനി സഹാബികളുടെ ജീവിതം അതുമായി ബന്ധപ്പെട്ട് അവരുടെ താമസവും അവരുടെ വീട്ടിലെ പാത്രങ്ങളും അതുപോലെ ബന്ധപ്പെട്ട് പറയാണ്. അലി റളിയല്ലാഹു അൻഹു പറയാണ്, തസവ്വജ്തു ഫാത്തിമ, ഞാൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളെ വിവാഹം കഴിച്ചു. വമാലി വലഹാ ഫിറാഷുൻ ഇല്ലാ ജിൽദു കബ്ഷിൻ, ഒരു ആടിൻ്റെ തോല് മാത്രമേ ഞങ്ങൾക്ക് എന്തായിട്ടുള്ളൂ, നിക്കും അവൾക്കുമായിട്ട് വിരിപ്പായിട്ട് വീട്ടിലുണ്ടായിരുന്നത്. കുന്നാ നനാമു അലൈഹി ബില്ലൈൽ, ഞങ്ങൾ രാത്രിയിൽ എന്ത് ചെയ്യും, അതിൻ്റെ മേലെ കിടക്കും. വനഅലിഫു അലൈഹി നാദിഹ ബിന്നഹാർ, ഞങ്ങൾക്കുണ്ടായിരുന്ന ഒരു ഒട്ടകത്തിന് ഭക്ഷണം ആ വിരിപ്പിൽ തന്നെ ഞങ്ങൾ പകലിൽ വിരിച്ചു കൊടുക്കുകയും ചെയ്യും. അഥവാ ഒട്ടകത്തിന് ഭക്ഷണം മറ്റും കൊടുക്കാൻ ആ വിരിപ്പിൽ തന്നെ ഇട്ടിട്ടാണ് കൊടുക്കാറ്, അല്ല ആ തോലിൽ തന്നെ കൊടുക്കാറ്. വമാലി ഖാദിമുൻ ഗൈറുഹ, അവളല്ലാതെ ഒരു ജോലിക്കാരി എനിക്കില്ല, ഫാത്തിമ റളിയല്ലാഹു അൻഹ മാത്രമാണ് ഉള്ളത്. വലഖദ് കാനത് തഅജനു വഇൻ ഖുസ്സതഹാ ലതദ്രിബു ഹർഫൽ ജഫനതി മിനൽ ജുഹദി അല്ലദീ ബിഹാ, അതൊരു പ്രയോഗമാണ്. അത് അവിടുത്തെ പണികൾ കൂടിയിട്ട് പാത്രത്തിൽ മാവും എല്ലാം കുഴക്കുന്ന സമയത്ത് അതിലേക്ക് ചായ്ഞ്ഞു പോകുന്ന അവസ്ഥയിൽ പണിയെടുത്ത് ക്ഷീണിച്ചു പോകുമായിരുന്നു ആര്, ഫാത്തിമ ബീവി എന്ന് പറയാണ്. അപ്പോൾ അവരുടെ വീട്ടിൽ അത്ര ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കണ്ടേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകള് ജീവിക്കുകയാണ്. ഇപ്പം ഇന്ന് ചില ഉപ്പമാർക്ക് അവരുടെ മകളുടെ ഭർത്താവിനോടൊപ്പം കുറഞ്ഞൊരു സൗകര്യത്തിൽ എന്തെങ്കിലും ഒരു സൗകര്യം കുറഞ്ഞാൽ തന്നെ ബേജാറാണ്. അതായത് ഞാൻ അതുപോലെ ജീവിക്കണം എന്നല്ല പറയുന്നത്, പക്ഷേ ഉള്ളതിൽ കുറച്ച് കുറഞ്ഞു പോയാൽ തന്നെ ബേജാറാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ ഈ ഒരു ദറജ, ഈ ഒരു മഖാം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആഗ്രഹിക്കേണ്ടതാണ്, പരിശ്രമിക്കേണ്ടതാണ്, ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. മറ്റൊന്ന്, വദഖല റജുലുൻ അലാ അബീ ദർ റളിയല്ലാഹു അൻഹു, അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് ഒരിക്കൽ ഒരു വ്യക്തി വന്നു, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക്. ഫജഅല യുഖല്ലിബു ബസറഹു ഫി ബൈതിഹി, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഒന്നിങ്ങനെ നോക്കി. അബൂദർ റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറിയപ്പോൾ ഒന്നിങ്ങനെ നോക്കി. ഫഖാല, എന്നിട്ട് പറഞ്ഞു, യാ അബൂദർ, അബൂദർ, മാ അറാ ഫി ബൈതിക മതാഅൻ. അബൂദർ വളരെയധികം സാഹിദായിട്ടുള്ള വ്യക്തിയാട്ടോ. അബൂദർ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം സുഹൃത്തുള്ള ഒരു വ്യക്തിയായിരുന്നു. ചോദിച്ചു, നിങ്ങളുടെ വീട്ടിലൊരു പാത്രങ്ങളോ അല്ലെങ്കിൽ വല അസാസൻ ഉപകരണങ്ങളോ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മേശയോ കട്ടിലോ വേറെ അങ്ങനത്തെ സാധനങ്ങളൊന്നും കാണാമല്ലോ. ഫഖാല, അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നലനാ ബൈതൻ നുവജ്ജിഹു ഇലൈഹി സാലിഹ മതാഇന, ഞങ്ങൾക്ക് വേറൊരു വീടുണ്ട്, അങ്ങോട്ടാണ് ഞങ്ങളുടെ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളത് പറഞ്ഞു. അബൂദർ റളിയല്ലാഹു അൻഹു മറ്റുള്ള സഹാബികൾ പോലും എന്താ പറയുക, ആക്ഷേപിച്ചിരുന്ന നിലക്ക് സൂതുള്ള ആളായിരുന്നു അബൂദർ റളിയല്ലാഹു അൻഹു. ബാക്കിയുള്ള സഹാബികളെക്കാൾ കുറച്ച് കൂടുതലുള്ള ആളായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന്റെ സുഹുദും വിരക്തിയും കാഴ്ചപ്പാടും മദീനത്തൊരു ഫിത്നയാവും തോന്നിയപ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അബൂദർ റളിയല്ലാഹുവിനെ റബ്ത എന്നുള്ള പ്രദേശത്തേക്ക് മാറ്റി താമസിപ്പിച്ചതാണ്. അങ്ങേയറ്റം അത്രയും സുഹുദുള്ള ആളായിരുന്നു. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ സാധനങ്ങളൊക്കെ ഞങ്ങൾ വേറെ വീടുണ്ട്, അങ്ങോട്ടേക്ക് കൊണ്ടുവച്ചിരിക്കുക എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ ഈ വന്ന ആൾ പറഞ്ഞു, ഇന്നഹു ലാ ബുദ്ദ ലക മിൻ മതാഇ മാ ദുംത ഹാഹുന, അപ്പോൾ നിങ്ങൾ ഇവിടെ താമസിക്കുമ്പോൾ എന്തായാലും നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള കുറച്ച് സാധനങ്ങൾ വേണമല്ലോ, അതെന്തായാലും ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഫഖാല, അപ്പോൾ അബൂദർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന സ്വാഹിബൽ മൻസിൽ ലാ യദഅനാ ഫീഹി, ശരിക്കും ഈ വീടിൻ്റെ യഥാർത്ഥ ഉടമസ്ഥ ഞങ്ങളിവിടെ താമസിക്കാൻ വിടുന്നില്ല എന്ന്. ഞങ്ങൾ പെട്ടെന്ന്
ഇവിടുന്ന് പോകണം പറയാണ്, അതുകൊണ്ടാണ് ഇതൊന്നും ഇവിടെ വെക്കാത്തത്. അതായത് ഉദ്ദേശം ഈ അദ്ദേഹത്തിന്റെ ഇവിടെ ഉപയോഗിക്കാതെ പരലോകത്തിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ്. ഇവിടെ എന്താ വാങ്ങാത്ത വെച്ചാൽ ഇവിടെ എന്തില്ല, ഇവിടെ കാലകാലം ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് അറിയിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞാലോ, അദ്ദേഹം അവിടെ സായിദീങ്ങളിൽ തന്നെ കുറച്ച് സുഹൃത്ത് കൂടുതലുള്ള ആളായിരുന്നു അബൂദർ റളിയല്ലാഹു അൻഹു. ഇവിടെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന രീതിയിൽ നമുക്കിപ്പോൾ ശരിക്കും ഇന്നത്തെ കാലത്ത് ഈ വിഷയങ്ങളൊന്നും പറയാൻ തന്നെ എല്ലാവർക്കും പേടിയാണ്. കാരണം പിന്നെ പറഞ്ഞാൽ തന്നെ ഇവന് വേറെന്തോ പ്രശ്നമുണ്ട് തോന്നും. അങ്ങനത്തെ വിഷയങ്ങളാണിത്. കാരണം നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല, നമുക്ക് ആലോചിക്കാനേ സാധിക്കുന്നില്ല. നമ്മൾ സലഫുകളെ പറ്റി പറയും, അവരുടെ വിശ്വാസം പറയും, അവരുടെ കർമ്മങ്ങൾ പറയും, അത് പിൻപറ്റണം പറയും, അതിലൊരു കുഴപ്പമില്ല. പക്ഷെ അവരുടെ ജീവിതവും നമ്മൾ പറയണം. അപ്പോൾ അതിൽ ഈ വിഷയങ്ങളിൽ നമ്മൾ കുറഞ്ഞത് നമ്മുടെ നഷ്ടങ്ങളിൽ ക്ഷമിക്കാനെങ്കിലും ഈ കാര്യങ്ങൾ നമുക്ക് എന്തായിരിക്കണം, പ്രേരണയായിരിക്കണം. അൽ ഖാമിസു അൽ മൻകഹ്, അഞ്ചാമത്തേത് വിവാഹവുമായി ബന്ധപ്പെട്ട് ലാ മഅന ലിസ്സുഹ്ദി ഫി അസ്ലി നിക്കാഹ് വലാ ഫി കസ്റതിഹി, നിക്കാഹിന്റെ വിഷയത്തിൽ അതിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ നിക്കാഹ് അധികരിപ്പിക്കുന്നതിലോ അഥവാ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതിലോ സുഹുദുമായി അതിന് യാതൊരു ബന്ധവുമില്ല. ഖാല സഹ്ൽ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു പറയാണ്, ഹബ്ബിബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നിസാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ളതായിരുന്നു സ്ത്രീകളെ അഥവാ വിവാഹം കഴിച്ച ഭാര്യമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമായിരുന്നു. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുള്ള ഹദീസാണത്. വകാന അലിയ്യുൻ റളിയല്ലാഹു അൻഹു മിൻ അസ്ഹദി സ്വഹാബ, സ്വഹാബികളിൽ വലിയ സുഹൃത്തുള്ള ആളായിരുന്നു അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. വകാന ലഹു അർബഅതു നിസ്വ, അവിടുന്ന് 4 ഭാര്യമാരുണ്ടായിരുന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മരണത്തിന് ശേഷം ഒരേ സമയം 4 ഭാര്യമാരുണ്ടായിരുന്നു. മൊത്തത്തിൽ 7-8 വിവാഹങ്ങൾ കഴിച്ചിട്ടുണ്ട്. വബിൽ അശറത്തി സുരിയ, അത് മാത്രമല്ല 10 ചില്ലാനം അടിമ സ്ത്രീകളും അലി റളിയല്ലാഹു അൻഹുവിന് ഉണ്ടായിരുന്നു. വക്കാന അബൂ സുലൈമാൻ, അതായത് അത് അലി റളിയല്ലാഹു അൻഹു സുഹുദില്ല എന്ന് പറയാൻ എന്തായിട്ടില്ല, കാരണമായിട്ടില്ല. വിവാഹം കഴിച്ചതോ അടിമകളുള്ളതോ സുഹുദില്ല പറയാൻ കാരണമായിട്ടില്ല. വക്കാന അബൂ സുലൈമാൻ അദ്ദാറാനി യഖൂൽ, സലഫുകൾ വലിയ സുഹുദ് ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പറഞ്ഞു, കുല്ലു മാ ശഗലക അനില്ലാഹി മിൻ അഹ്ലിൻ വമാലിൻ വവലദിൻ ഫഹുവ മശ്ഊമുൻ, അള്ളാഹുവിനെ തൊട്ട് നിന്നെ തിരക്കിലാക്കുന്ന, നിന്നെ തെറ്റിക്കുന്ന എന്ത് സാധനവും, അത് നിന്റെ ഭാര്യമാരാവട്ടെ, സമ്പത്താവട്ടെ, സന്താനങ്ങളാവട്ടെ, ഫഹുവ മശ്ഊമുൻ, അത് ദുശ്ശകുനമാണ്. അതായത് അത് ഒരു ദോഷമുള്ള ഒരു കാര്യമാണ്, അതാണ് അതിൻ്റെ ഉദ്ദേശം. അപ്പോൾ ഇങ്ങനെ നിലക്ക് വന്നു. ഇനി ഇതൊരു ചർച്ചയായിട്ട് പറയാണ്. അതായത് ആദ്യം പറഞ്ഞ എന്താണ്, വിവാഹത്തിന്റെ വിഷയത്തിൽ സുഹുദില്ല എന്നുള്ളത്. രണ്ടാമത് പറഞ്ഞു അള്ളാഹുവിനെ തൊട്ട് തെറ്റിക്കുമ്പോൾ അത് ദോഷമാണ് എന്നുള്ളത്. ആ വിഷയം എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്ന് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് ചർച്ച ചെയ്യാണ്. വകശ്ഫുൽ ഖത്താഇ അൻ ദാലിക അൻ നഖൂൽ, ഇതിലുള്ള സംശയം ഉണ്ടല്ലോ, ഇതിലിപ്പോൾ ഏതാണ് ശരി എന്നുള്ളത്, അല്ലെങ്കിൽ ആ വിഷയത്തിലുള്ള ഒരു വ്യക്തതയില്ലായ്മ, അതിനെപ്പറ്റി നമുക്ക് പറയാനുള്ളത്, മൻ ഗലബത് അലൈഹി ശഹ്വതുഹു, ഒരുവൻ അവൻ്റെ ശഹ്വത്ത് അധികമാണ്, അഥവാ വൈവാഹികമായിട്ടുള്ള ഇച്ഛ അധികമാണ്. വഖാഫ അലാ നഫ്സി, അവൻ സ്വന്തത്തിൽ പേടിക്കുന്നുണ്ട്. അഥവാ ഒരു ഭാര്യ ഉണ്ടാവും, പക്ഷേ അവൻ്റെ ശഹ്വത്ത് അധികമാണ്, അവൻ വ്യഭിചരിച്ചു പോകുമോ അല്ലെങ്കിൽ തെറ്റുകളിലേക്ക് പോകുമോ എന്ന് പേടിക്കുന്നുണ്ട്. തുഈനു അലൈഹി നിക്കാഹ്, അവന് പിന്നെ വിവാഹം ഒരു സഹായമാകുമെങ്കിൽ, അവന് ഉപകരിക്കുമെങ്കിൽ അവന് കുഴപ്പമില്ല. ഫമ്മാമൻ ലാ യഖാഫു, വേറൊരുത്തൻ, അതായത് ശഹ്വത്ത് കൊണ്ട് വിവാഹം ആവശ്യമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന് യാതൊരു പ്രശ്നവുമില്ല, അവന് 4 വിവാഹം വരെ കഴിക്കാം എന്നുള്ളത്. ഇനി രണ്ടാമത്തെ ഒരാൾ, അവൻ അങ്ങനെ പ്രശ്നമൊന്നുമില്ല, പേടിക്കുന്നൊന്നുമില്ല, ഞാൻ വേറെ കല്യാണം കഴിച്ചിൽ വിചാരിച്ചു പോകുന്നു, അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫഹൽ നിക്കാഹു ഫി ഹഖ്ഖിഹി അഫ്ദൽ ഔ തഅബ്ബുദ്, അങ്ങനെയുള്ള ഒരുവൻ്റെ മേലെ, അതായത് അവനൊരു ഭാര്യയുണ്ട്, ഹലാലായ നിലക്കുണ്ട്, ഇനി അടിമകളുണ്ടെങ്കിൽ അങ്ങനെയുണ്ട്, പിന്നെ അവന് ഇനി വേറെ ഒരു ആവശ്യമില്ല, വേറെ വിവാഹത്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല, വ്യഭിചാരത്തിലേക്ക് പോകുന്ന പ്രശ്നമൊന്നുമില്ല, അങ്ങനെയുള്ള ഒരുവനാണ് എങ്കിൽ അവന് വിവാഹം കഴിക്കലാണോ നല്ലത്, അതോ ആ സമയം, അതിന് സമയം കൊടുക്കണമല്ലോ, ആ സമയം ഇബാദത്തിന് മുഴുകലാണോ നല്ലത്? അതാണ് ഇവിടെ ചർച്ച. അത് ശഹ്വത്ത് കൂടുതലുള്ള ആളുകൾക്ക് വിവാഹം കഴിക്കൽ തന്നെയാണ്, അല്ലാത്ത ആളുകൾക്ക് എന്താണ്? ഫിഹി ഇഖ്തിലാഫു ബൈനൽ ഉലമാ, ഈ വിഷയത്തിൽ ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. വന്നാസു മുഖ്തലിഫൂന ഫീഹി, കാരണം ആളുകൾ ആ വിഷയത്തിൽ വ്യത്യസ്തരാണ്. മിൻഹും മൻ യഖ്സിദു നിക്കാഹ ലിതലബിൻ നസ്ൽ, ആളുകളിൽ ചില ആളുകൾ, അതായത് ശഹ്വത്ത് അധികരിക്കാത്ത സാധാരണഗതിയുള്ള ആളുകൾ കേട്ടോ, അവർ ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അതിൽ ചില ആളുകൾ ഈ കുട്ടികളുണ്ട് കൂടുതൽ ഉണ്ടാവണം, എനിക്ക് കൂടുതൽ കുട്ടികൾ, എൻ്റെ നസ്ലിന് എന്താ പറയുക, തലമുറ, എൻ്റെ തലമുറ കൂടുതൽ വേണം, കുട്ടികൾ കൂടുതൽ വേണം ഉദ്ദേശിക്കുന്ന ആളുകൾ ഉണ്ടാവും. വയുംകിനുഹു അൽ കസ്ബ് അൽ ഹലാൽ
വൽ ലിൽ ആയില, അവന് എന്തുണ്ട്, ഹലാലായിട്ടുള്ള വരുമാനമുണ്ട്, കുടുംബത്തിന് നോക്കാനുള്ള വരുമാനമുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല, അപ്പോൾ കുറേ കുട്ടികളുണ്ടാവണമെന്ന് ആഗ്രഹം, അങ്ങനെയുള്ളവരുണ്ട്. ഫല യഖ്ദഹു ദാലിക ഫീ ദീനിഹി, അത് അവൻ്റെ ദീനിന് ഒരു ദോഷം ചെയ്യുന്നില്ല വിചാരിക്കുക. വേറെ കല്യാണം കഴിച്ചോണ്ട് ദീനിനൊരു കുഴപ്പമില്ല. വല യതശത്തതു ഖൽബുഹു, അവൻ്റെ കൽബ് അസ്വസ്ഥമായി പോകുന്നില്ല വേറെ ചിന്തകൾക്ക്. കാരണം വേറെ കല്യാണം കഴിച്ച് അവർക്ക് ചിലവിന് കൊടുക്കാനും പൈസ ഇല്ല, അല്ലെങ്കിൽ വേറെ ഇതുമില്ല, അങ്ങനെ പ്രശ്നമൊന്നുമില്ല, അവന് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ബലിയജ്മഉ നിക്കാഹു ഹമ്മഹു, പക്ഷെ ആ കല്യാണം എന്നുള്ളത് അവൻ്റെ മനസ്സിനെ ശ്രദ്ധ നന്നാക്കാനും, വയകുഫു ബസറഹു, അവൻ്റെ ദൃഷ്ടി താഴ്ത്താനും, വയറുദ്ദു ഫിക്റഹു, അവൻ്റെ ബാക്കിയുള്ള ചിന്തകളൊക്കെ അങ്ങനത്തെ ചിന്തകൾക്കൊന്നും പോവാതെ നന്നാക്കാനും അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ ഫഹാദ ഗായത്തുൻ ഫിൽ ഫദീല, നല്ലൊരു കാര്യമാണ്, അത് ശ്രേഷ്ഠമായിട്ടുള്ള നല്ലൊരു കാര്യമാണ്. വഅലൈഹി യുഹ്മലു ഹാലു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹാലു അലി റളിയല്ലാഹു അൻഹു, ഇതായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹുവിൻ്റെ അവസ്ഥയുമായി ബന്ധപ്പെടുത്തി പറയാൻ. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവട്ടെ, അലി റളിയല്ലാഹു വേറെ സഹാബികളാവട്ടെ, അവർ സാഹിത്യങ്ങളായിരിക്കെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് വിവാഹം കഴിച്ചിട്ടുണ്ട്. അത് ഈ ഒരു അവസ്ഥയാണ്. അവർക്ക് വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ കല്യാണം കഴിച്ചുകൊണ്ട് അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്നതിന് തടസ്സമില്ല, കുടുംബത്തിന് ചെലവിന് കൊടുക്കാൻ കുഴപ്പമില്ല, അങ്ങനെയുള്ളവർക്ക് കല്യാണം കഴിക്കുക നല്ല കാര്യമാണ്. വമൻ ജറാ മജ്റാഹുമ, അതുപോലുള്ള ആളുകൾ ഒക്കെ ഈ ഇനത്തിൽപ്പെടും. വലിൽതിഫാത്ത് ഇലാ ഖൗലി മൻ യറ സുഹദ ബിതർക്കിൽ ഇൽതിദാദി ബിന്നിക്കാഹ് ഫഇന്ന ദാലിക യഖഉ ളംനം വതബഅ ലിൽ മഖ്സൂദ്. പിന്നെ രണ്ടാമത്തെ വാക്ക് പറഞ്ഞല്ലോ, നിക്കാഹ് ഒഴിവാക്കുക, സുഹൃത്തുമായി ബന്ധപ്പെട്ട് നിക്കാഹ് ഒഴിവാക്കലാണ് നിലക്കൊരു അഭിപ്രായമുള്ള ആളുകൾ പറഞ്ഞല്ലോ. അതെന്തുമായി ബന്ധപ്പെട്ടിട്ടാണ്, അത് എന്താണ് അവൻ്റെ ഉദ്ദേശം, അതുകൊണ്ട് എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് നിൽക്കുന്നത്. അതായത് അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ചിന്ത പോയി, ദീനിൽ മുഴുകേണ്ട സമയം പോയി, അവൻ്റെ മനസ്സമാധാനം പോയി, അങ്ങനെയുള്ള സാഹചര്യമാണെങ്കിൽ അത് ഒഴിവാക്കലാണ് നല്ലത്. നിക്കാഹ് കൊണ്ട് ഇൽത്തിദാദ് ലദ്ദത്ത് മാത്രം ഉദ്ദേശമുള്ളൂ, തലമുറ ഉണ്ടാവണം, കുട്ടികളുണ്ടാവണം, അങ്ങനെ ഒന്നുമില്ല. വിവാഹം കഴിക്കുക അതുകൊണ്ടുള്ള ആസ്വാദനം മാത്രം ലക്ഷ്യമാണെങ്കിൽ അവൻ്റെ എന്താകും, അവൻ്റെ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് പരിഗണിച്ചിട്ടാണ് അത് നിൽക്കുക. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ, ഇതുപോലെ സാമ്പത്തികമായിട്ട് ശേഷിയുണ്ട്, അതുപോലെ ഇങ്ങനെ കുട്ടിയുടെ തലമുറകൾ വർദ്ധിക്കണം, ആ ഉദ്ദേശത്തിലൊക്കെ ആണെങ്കിൽ അവൻ്റെ ദീനിനും കൽബിനും കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുണ്ടെങ്കിൽ അവന് വേറെ വിവാഹം കഴിക്കലെന്തല്ല, അവൻ്റെ സുഹൃത്തിനൊരു കുഴപ്പമില്ല. ആസ്വാദനം മാത്രമാണ് ലക്ഷ്യമെങ്കിൽ ഈ കാര്യങ്ങൾ പരിഗണിച്ചിട്ട് വേണം അത് ചെയ്യാനെന്നുള്ളത്. വഖദ് കാന ബഅദു സലഫ്, ഇനി സലഫുകളിൽ ചിലർ ഈ നിക്കാഹിൻ്റെ വിഷയത്തിൽ സുഹൃത്ത് കാണിച്ചിരുന്ന ആളുകൾ അവർ ശ്രദ്ധിച്ചിരുന്ന ചില കാര്യങ്ങൾ പറയാണ്. വകാന ബഅദു സലഫ് യഖ്താറുൽ മർഅത ദൂന അലൽ ജമീല, അവർ വലിയ സൗന്ദര്യം ഇല്ലാത്ത, സൗന്ദര്യം കുറഞ്ഞ സ്ത്രീകളെ തിരഞ്ഞെടുക്കുമായിരുന്നു. ഒന്നാമത്തെ വിവാഹം തന്നെ അവർ വിവാഹം കഴിക്കുമ്പോൾ സൗന്ദര്യത്തിന് വലിയ പ്രാധാന്യം കൊടുക്കാതെ സൗന്ദര്യം കുറഞ്ഞ സ്ത്രീകളെ വിവാഹം കഴിക്കുമായിരുന്നു ചില സലഫുകൾ, സാഹിദീങ്ങൾ. എന്തിനാണത്? വദാലിക മഹ്മൂലുൻ അലാ അന്ന തിൽക തകൂനു ഇല ദീനി അമീലു, കാരണം അങ്ങനെയുള്ള സ്ത്രീകൾ ദീനിലേക്ക് കൂടുതൽ ചായാനും സാധ്യതയുണ്ട് എന്ന നിലക്ക്. അങ്ങനെയുള്ളവർ, ഇതിനർത്ഥം സൗന്ദര്യമുള്ളവർക്ക് ദീൻ ഉണ്ടാവില്ല എന്നല്ല കേട്ടോ, പൊതുവേ ഉള്ളൊരു കാഴ്ചപ്പാട് പറയാണ്, സൗന്ദര്യം കുറഞ്ഞ സ്ത്രീകൾ അവർ ദീനിലേക്ക് കൂടുതൽ ചായാനും, വന്നഫഖത്തു അലൈഹ അഖല്ലു, അവർക്ക് ചെലവിന് കൊടുക്കൽ കുറച്ച് കൊടുത്താൽ മതി എന്ന നിലക്കുണ്ടാവും. വലിഹ്തിമാമു ബി അംരിഹ യസീർ, അവളുടെ കാര്യം നോക്കുക എന്നുള്ളത് എളുപ്പമുള്ള ഒരു കാര്യമാണ്. ബിഖലാഫിൽ മുസ്തഹ്സന, ഭംഗിയുള്ള പെണ്ണിനേക്കാളും. ഫൈന്നഹ തുശത്യത്തുൽ ഖൽബ്, കാരണം ഭംഗിയുള്ള ഭാര്യയാണെന്നെങ്കിൽ കൽബിൻ്റെ ശ്രദ്ധ ഇബാദത്ത് അള്ളാഹ് എന്നുള്ളതിലേക്ക് കുറച്ച് തെറ്റാനുള്ള സാധ്യതകളുണ്ട്. വതുശ്ഗിലുഹു, അതിൽ നിന്ന് തിരക്കിലാക്കാൻ. വതുരീദു സിയാദത ഫിൻ നഫഖ, അവൾ എന്ത് ചെയ്യും, ചെലവിന് കൂടുതൽ അവൾക്ക് കൊടുക്കേണ്ടി വരും. വറുബ്ബമാ ലം യകുൻ മഅഹു മാലുൻ, അവൻ്റെ കയ്യിൽ ചിലപ്പോൾ സമ്പത്ത് ഉണ്ടാവുകയില്ല. ഇത് ശരിക്കും മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ ഉള്ളൊരു കാര്യമാണ്. സലഫുകൾ വേറെയും പല കിതാബുകളിലും സലഫുകൾ ശ്രദ്ധിച്ചിരുന്ന കാര്യമായിട്ട് ഇത് കാണാം. പ്രത്യേകിച്ച് തുല്ലാബുകൾ, ഇൽമ് നേടുന്ന ആളുകളോട് പിന്നെ വിവാഹം കഴിക്കുമ്പോൾ പല ഉലമാക്കൾ ഉപദേശിച്ചൊരു കാര്യമാണ്, കുറച്ച് സൗന്ദര്യം കുറഞ്ഞവർ കെട്ടിക്കഴിഞ്ഞാൽ എൻ്റെ ശ്രദ്ധ ത്വലബുൽ ഇൽമിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. കാരണം സൗന്ദര്യം കൂടിയ സ്ത്രീകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവൻ്റെ ശ്രദ്ധ കൂടുതൽ അങ്ങോട്ട് പോകും. അതുപോലെ സൗന്ദര്യം കൂടിയ സ്ത്രീകൾക്ക് അവളുടെ സൗന്ദര്യം കൊണ്ട് അവളെ നിലനിർത്താനും അവൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒക്കെ മാറും. അവരുടെ ചിലവ്, അവരുടെ വസ്ത്രങ്ങൾ, അവരുടെ പല കാര്യങ്ങളും അറിയപ്പെട്ടൊരു കാര്യമാണ്. ഇത് കുറച്ച് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അത് നല്ലതാണ്, ഒരു നിലക്ക് നല്ലതാണ്. പക്ഷേ ത്വലബുൽ ഇൽമിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ ദീനിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരാൾ, എന്നാൽ വിവാഹം എന്നുള്ള നിർബന്ധ ബാധ്യത ആവശ്യമാണ്, അങ്ങനെയുള്ള ആളുകൾക്കാണ് അത് കൂടുതൽ മനസ്സിലാവുക. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, അല്ലെങ്കിൽ അവരോട് പിന്നെ പല സലഫുകൾ ചെയ്യാറുള്ള ഒരു രീതിയായിരുന്നു ഇത്. അത് ഈ ഒരു ഉദ്ദേശത്തിലാണ്. സൗന്ദര്യം കുറവാണെങ്കിൽ വലിയ അവരുടെ കാര്യം നമുക്ക് നോക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല, കുറഞ്ഞ ചിലവ് കൊടുത്താൽ മതിയാകും, അവർ വലിയ വേറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കില്ല, അവരുടെ ആവശ്യങ്ങൾ കുറയും, അങ്ങനെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു.
വഖദ് ഖാല മാലിക് ഇബ്നു ദിനാർ, മാലിക് ഇബ്നു ദിനാർ റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, യഅമിദു അഹദുഹും ഫയതസവ്വജ ദീബാജത്തൽ ഹൈ ഫതഖൂൽ, നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ നാട്ടിലെ ഏറ്റവും ഭംഗിയുള്ള അല്ലെങ്കിൽ നല്ല സൗന്ദര്യമുള്ള സ്ത്രീയെ പെണ്ണിനെ വിവാഹം കഴിക്കും. ഫതഖൂൽ, അവസാനം അവൾ പറയും, ഉരീദു മിർത്തൻ, എനിക്ക് ഇന്നാലിന വസ്ത്രം വേണം, കുറച്ച് നല്ല മുന്തിയ വസ്ത്രം വേണം. ഫതംറുതു ദീനഹു, അങ്ങനെ അവൻ്റെ ദീനിനെ തന്നെ പിന്നെ പിച്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലായിത്തീരുന്നു. കാരണം അവളുടെ ആവശ്യങ്ങൾ കൂടുതലായിരിക്കും. അപ്പോൾ അത് നടത്തി കൊടുക്കാൻ വേണ്ടി ഇവൻ എന്ത് ചെയ്യും, ഇവൻ്റെ തൊലബുൽ ഇൽമിൻ്റെയും വിഭാഗത്തിന് സമയം കൂടി പണിക്കേണ്ട ആവശ്യം ഉണ്ടാവും. അങ്ങനെ അത് പിന്നെ അവൻ്റെ ദീനിനെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിക്കാഹിൻ്റെ വിഷയത്തിൽ മൊത്തത്തിൽ പറഞ്ഞത് എന്താണ്, അതിൽ പ്രത്യേകിച്ച് സുഹൃത്തുമായി ബന്ധപ്പെട്ട കാര്യമല്ല. പക്ഷെ ദീനെന്ന് തെറ്റുന്നുണ്ടോ, കൽബ് അസ്വസ്ഥമാകുന്നുണ്ടോ എന്നതിനെ പരിഗണിച്ചിട്ടാണ് ഒന്നിൽ കൂടുതൽ, ഒന്ന് എന്നുള്ളതിന് ആവശ്യമാണ് അതിൽ കൂടുതലുള്ള വിഷയങ്ങൾ വരുന്നത്. അസാദിസു അൽ മാലു, ആറാമത്തെ കാര്യം സമ്പത്ത്. വഹുവ വറൂരിയുൻ ഫിൽ മഈഷ, സമ്പത്ത് എന്നുള്ളത് ഒരാളുടെ ജീവിതത്തിന് എന്താണ്, നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട ഒരു കാര്യമാണ്. ഫസാഹിദു യഖ്തസിറു മിൻഹു അലാ മാ യദ്ഫഉ ബിൽ വഖ്ത്, ഒരു ജാഹിദ് അവന് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള, അവൻ്റെ ആയുസ് ജീവിച്ചു തീർക്കാൻ ആവശ്യമായുള്ള നിലക്ക് അവനത് സമ്പാദിക്കും, ആ നിലക്ക് അവൻ ചുരുക്കും. വകാന, അതായത് അവൻ്റെ ലക്ഷ്യം സമ്പാദിക്കുക എന്ന് മാത്രമാവില്ല അവൻ്റെ ലക്ഷ്യം. വകാന ഫി സ്വാലിഹീന മൻ യതശാഗലു ബിത്തിജാറതി വയഖ്സിദു ബിഹൽ അഫാഫ്, സലഫുകളിൽ സ്വാലിഹീങ്ങളായ ആളുകളിൽ എങ്ങനെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു, അവർ കച്ചവടം ചെയ്യുമായിരുന്നു. എന്തിനു വേണ്ടി, മറ്റുള്ളവരോട് ആവശ്യപ്പെട്ട് ചോദിച്ച് ജീവിക്കുന്ന അവസ്ഥയില്ലാതെ ജീവിക്കാൻ വേണ്ടി അവർ കച്ചവടം മറ്റും ചെയ്യാറുണ്ടായിരുന്നു. വകാന ഹമ്മാദ് ഇബ്നു സലമ, ഹമ്മാദ് ഇബ്നു സലമ ഇമാമാണ്, അഹ്ലുസുന്നയുടെ ഇമാമാണ്. ഇദാ ഫതഹ ഹാനൂതഹു വകസബ ഹബ്ബതൈൻ ഖാമ, അദ്ദേഹത്തിന് കച്ചവട സ്ഥാപനം ഉണ്ടായിരുന്നു, കടയോ മറ്റോ, അത് തുറക്കും. അദ്ദേഹത്തിന് ആവശ്യമായത് കിട്ടിക്കഴിഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും, അത് അടക്കുകയും ചെയ്യും. വകാന, അദ്ദേഹം പഠനത്തിലും പഠിപ്പിക്കലും പോകും. വകാന സഈദ് ഇബ്നുൽ മുസയ്യിബ് യത്തജിറു ഫി സൈദ്, സഈദ് ഇബ്നുൽ മുസയ്യിബ് താബിഈങ്ങളിൽ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം സെയ്ത്ത് കച്ചവടം ചെയ്യാറുണ്ടായിരുന്നു, ഒലീവ്. വഖല്ലഫ 400 ദീനാർ, അദ്ദേഹം 400 ദീനാറോളം അദ്ദേഹം എടുത്തു വെക്കാറുണ്ടായിരുന്നു, അദ്ദേഹത്തിനുണ്ടായിരുന്നു. വഖാല, അദ്ദേഹം പറയാറുണ്ട്, ഇന്നമാ തറക്തുഹാ ലിഅസ്വന ബിഹാ അർദി വദീനി, ഇത് നാം ഇവിടെ വിട്ടുവെക്കുന്നത്, മാറ്റി വെക്കുന്നത് എൻ്റെ അഭിമാനവും എൻ്റെ ദീനും സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. കാരണം അതുണ്ടെങ്കിൽ മറ്റൊരാളുടെ മുമ്പിൽ കൈ നീട്ടാത്ത അവസ്ഥയിൽ അവൻ്റെ ദീന് സംരക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പോൾ സമ്പാദിക്കുക, സമ്പത്ത് ഉണ്ടാവുക എന്നുള്ളത് എന്തിനെതിരല്ല, സുഹൃദിനെതിരല്ല, പക്ഷേ അത് ലക്ഷ്യം വെച്ച് അതിൻ്റെ പിന്നാലെ പോകുന്നതിനാണ് പ്രശ്നമുള്ളൂ. അസാബിഅ, ഏഴാമത്തേത് അൽ ജാഹ്. ജാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പദവി, ഒരു ബഹുമാനം, ഒരു സ്ഥാനം എന്നുള്ള അർത്ഥം. വലാ ബുദ്ദലിൽ ഇൻസാൻ മിൻ ജാഹിൻ ഹത്താ ഫി ഖൽബി ഖാദിമിഹി, ഒരു മനുഷ്യന് നിർബന്ധമായിട്ടും ഒരു സ്ഥാനം ഉണ്ടാവണം, എത്രയെങ്കിലും അവൻ്റെ ജോലിക്കാരൻ്റെ അടുത്തെങ്കിലും. അതായത് ഒരാൾക്ക്, അതായത് പദവി പ്രശസ്തി എന്നൊക്കെ പറയുമല്ലോ, അതിൻ്റെ മിനിമം ലെവൽ ഒരാൾക്ക് വേണം. കാരണം അവൻ്റെ കീഴിലുള്ള ആളുകളുടെ മുമ്പിൽ അവൻ എന്തുണ്ടാവണം, ഒരു സ്ഥാനം ഉണ്ടാവണം, അവൻ്റെ ജോലിക്കാരൻ്റെ മുമ്പിൽ ഒരു സ്ഥാനം ഉണ്ടായിരിക്കണം. വഇശ്തിഗാലു സാഹിദ് ബിസ്സുഹദി യുമഹിദു ലഹു അൽ ജാഹു ഫിൽ ഖൽബ് ഫയംബഗി അൻ യതഹദ്ദസ മിൻ ശർരി ദാലിക്, ഒരു സാഹിദിനെ സംബന്ധിച്ചിടത്തോളം അവൻ സുഹുദുമായി മുഴുകുക എന്നുള്ളത് അവൻ്റെ കൽബിൽ ഒരു ജാഹ് ഉണ്ടാക്കാൻ കാരണമാണ്. അത് ഞാൻ സാഹിദാണ് എന്ന നിലക്കൊരു സ്ഥാനം വേണമെന്നുള്ളത് അതവൻ കാത്തു സൂക്ഷിക്കേണ്ട കാര്യമാണ് എന്നുള്ളത്. അപ്പോൾ ഈ ലറൂറിയാത്തുകളെ പറ്റി അതിൻ്റെ അവസ്ഥ എന്താണ്, സാഹിദിൻ്റെ അവസ്ഥയാണെന്ന് എന്താണ് പറയുന്നതിന് ശേഷം മൊത്തത്തിൽ പറയുകയാണ്. ഫിൽ ജുംല, മൊത്തത്തിൽ പറഞ്ഞാൽ ഫൈനൽ ഹവായിജ ദറൂറിയത ലൈസത് മിനദ് ദുനിയ, നിർബന്ധമായും മനുഷ്യന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ അത് ദുനിയാവിൽ പെട്ടതല്ല. ഏത് ദുനിയാവിൽ, ഒഴിവാക്കേണ്ട ദുനിയാവിൽ പെട്ടതല്ല. അതായത് സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ദുനിയാവ് ഒഴിവാക്കുക പറഞ്ഞല്ലോ, പക്ഷേ ഈ പറഞ്ഞ കാര്യങ്ങൾ നിർബന്ധമായി മനുഷ്യൻ ഉണ്ടായിരിക്കേണ്ടത് അതിൽ പെടുന്നതല്ല. വകാന കസീറു മിനസ് സലഫ് യുഅറദു ലഹും ബിൽ മാലിൽ ഹലാൽ, സലഫുകളിൽ ധാരാളം ആളുകൾ അവർ ഹലാലായ സമ്പത്ത് അവരുടെ മുമ്പിൽ നൽകാൻ വേണ്ടി വെച്ചിട്ടും അവരെന്ത് ചെയ്യാറുണ്ടായിരുന്നു, ഫയഖൂലുൻ, അവർ പറയാറുണ്ട്, ലാ നഖുദു, നാം അത് എടുക്കുന്നില്ല, നഖാഫു അയ്യുഫ്സിദ അലൈനാ ദീനന, നമ്മുടെ ദീന് ഫസാദായി പോകുന്നു പേടിച്ചിട്ടാണ് എന്ന നിലക്ക് പറയാറുണ്ടായിരുന്നു. അതായത് ഈ ലറൂറിയാത്തുകൾ ഒരാൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യമാണ്, അത് ഒഴിവാക്കുക എന്നല്ല സുഹൃത്തിൻ്റെ അർത്ഥം. എന്നാൽ അതിൽ സൂക്ഷ്മത പാലിക്കുക, അതിനെ സൂക്ഷിച്ച ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അഥവാ ഹലാലായ സമ്പത്ത് തന്നെ അത് എടുത്തു കഴിഞ്ഞാൽ, അത് കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ദീന ഫസാദായി പോകുമ്പോൾ പേടിച്ച് ഒഴിവാക്കിയ ആളുകളും ഉണ്ടായിട്ടുണ്ട്. ആ മിതത്വം അതിൽ പാലിക്കുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അവസാനത്തെ ഫസ്ൽ ഈ വിഷയത്തിൽ ഫി അലാമാത്തി സുഹദ്, സുഹദിൻ്റെ അടയാളങ്ങൾ. ഇപ്പോൾ നമ്മൾ കേട്ടു, സുഹദുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും കേട്ടു. ഇനി നമുക്ക് സുഹദ് ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി അല്ലെങ്കിൽ സ്വയം പരിശോധിക്കാൻ വേണ്ടിയിട്ടുള്ള ചില അടയാളങ്ങൾ.
ഖദ് തദുന്നു അന്ന താരിക്കൽ മാലി സാഹിദുൻ, ചില ആളുകൾ അല്ലെങ്കിൽ നീ വിചാരിച്ചിട്ടുണ്ടാവും സമ്പത്ത് ഒഴിവാക്കുന്നവനാണ് സാഹിദ് എന്ന് നീ വിചാരിച്ചിട്ടുണ്ടാവും. വലൈസ കദാലിക്, അങ്ങനെയല്ല, സമ്പത്ത് ഒഴിവാക്കുന്നവനല്ല സാഹിദ് എന്നുള്ളത്, അങ്ങനെയല്ല കാര്യം. ഫൈന തറക്കൽ മാലി വഇദ്ഹാറ തഖശുൻ സഹലുൻ അലാ മൻ അഹബ്ബൽ മദ്ഹബ സുഹദ്. സുഹദ് കൊണ്ട് മദ്ഹ് ആഗ്രഹിക്കുന്ന ഒരാൾ, അഥവാ സാഹിദ് ആണ് എന്ന നിലക്ക് മദ്ഹ് ആഗ്രഹിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പരുപരുത്ത ഭക്ഷണം കഴിക്കുക, അങ്ങനത്തെ വസ്ത്രം ധരിക്കുക, സമ്പത്ത് ഒഴിവാക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. അതായത് സമ്പത്ത് നേടുന്നതിനേക്കാൾ എന്താണ് അവൻ്റെ ഒരു കാര്യം എന്താണ്, ഇങ്ങനെ സുഹൃത്തുള്ള ആളാണ് ആളുകളെ കാണിക്കുക, അതെന്താണ് അവന് എളുപ്പമുള്ള ഒരു കാര്യമാണ്. അല്ല, എളുപ്പമല്ല, അവന് ഇഷ്ടമുള്ള ഒരു കാര്യമായിരിക്കും ഈ മദ്ഹ് കേൾക്കുക എന്നുള്ളത്. അപ്പോൾ സമ്പത്ത് ഒഴിവാക്കുക എന്നുള്ളതല്ല സുഹൃത്ത്. ഫകം മിൻ റാഹിബിൻ ഖദ് ലാസിമ ദൈർ, എത്ര ഇബാദത്തിൽ മുഴുകുന്ന ആളുകളാണ്. ദൈർ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്യാൻ മാറി ഇരിക്കുന്ന കെട്ടിടങ്ങൾക്കാണ് പറയുക. വഖല്ലൽ മത്അം, അവരവരുടെ ഭക്ഷണം കുറക്കുന്നു. വഖവ്വാഹു അലാ ദാലിക ഹുബ്ബുൽ മഹ്മദ, അങ്ങനെയൊക്കെ ഭക്ഷണം ഒഴിവാക്കി ഒഴിഞ്ഞിരുന്ന് ഇബാദത്തിൽ മുഴുകി അങ്ങനെ നിൽക്കുന്ന ആളുകൾ, പക്ഷേ അവരുടെ ഉള്ളിൽ എന്താ ഉള്ളത്, അവർ അതിൻ്റെ പേരിൽ പ്രശംസിക്കപ്പെടണം എന്നുള്ള ഇഷ്ടമാണ് അവരിൽ ശക്തിപ്പെടുത്തുന്നത്. കമാ സബഖ ദിക്റഹു ഫി കിതാബി റിയ, അതായത് ഈ കിതാബിൽ തന്നെ റിയായിൻ്റെ ബാബിൽ ഈ കാര്യങ്ങൾ പരാമർശിച്ചിട്ടുണ്ടെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സമ്പത്ത് ഒഴിവാക്കിയിട്ട് ഈ കാര്യമാവുന്നതാണെങ്കിലോ അതെന്തല്ല, സുഹൃദല്ല. എന്നിട്ട് പറയാണ് വലാ ബുദ്ധമിന സുഹൃദ്, പക്ഷെ മനസ്സിലാക്കേണ്ടത് സുഹൃദിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടത് ഫീ ഫുദൂലിൽ അംവാലി വൽ ജാഹി ജമീഅൻ, അമിതമായിട്ടുള്ള തൻ്റെ ആവശ്യത്തിന് അപ്പുറത്തേക്കുള്ള സമ്പത്താവട്ടെ പ്രശസ്തിയാവട്ടെ അങ്ങനെയുള്ള എന്ത് കാര്യമാവട്ടെ ഉണ്ടാകാൻ പാടില്ല. ഹത്താ യക്മുല സുഹ്ദു ഫീ ഹുദൂദിൻ നഫ്സ്, അതായത് ഒരുത്തൻ്റെ സ്വന്തത്തിൽ ആ സുഹൃദിൻ്റെ ഒരു ഓഹരി കിട്ടുന്ന രീതിയിൽ ആകാനും പാടില്ല. അതായത് അമിതമായിട്ടുള്ള ഈ കാര്യങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല. അതേസമയം അവൻ്റെ സ്വന്തത്തിൽ ഞാൻ സാഹിദായി എന്നുള്ള തോന്നലുണ്ടാകാൻ പാടില്ല. എന്നിട്ട് പറയുന്നത് ഫഅവ്വലു മഅരിഫത്തി സുഹ്ദി മുഷ്കിലുൻ, എന്നാൽ ഈ ഒരു സുഹൃദ് എന്താണെന്ന് മനസ്സിലാക്കുക എന്നുള്ളതിൻ്റെ തുടക്കം എന്താണെന്ന് ക്ലിയർ ആവുക എന്നുള്ളത് കുറച്ച് മുഷ്കിലായിട്ടുള്ള കാര്യമാണ്. അതായത് ഈ രണ്ടിൻ്റെ ഇടയിൽ പോകുന്നതാണ് സുഹൃദ് എന്ന് പറയുന്നത്. വഖദ് ഖാല ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാ പറഞ്ഞു, അഫ്ദലു സുഹ്ദി ഇഖ്ഫാഉ സുഹ്ദ്, സുഹൃദിൽ ഏറ്റവും അഫ്ദലായിട്ടുള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സാഹിദാണ് എന്ന ആളുകൾ അറിയാതിരിക്കലാണ്. സുഹൃദിനെ മറച്ചു വെക്കലാണ് ഏറ്റവും നല്ല സുഹൃദ്. അതായത് നമ്മൾ ഈ ഒരു സുഹൃദുള്ള ആളാണ് ആളുകൾ അറിയിക്കാതെ മറച്ചു വെക്കലാണ് ഏറ്റവും അഫ്ദലായിട്ടുള്ള സുഹൃദ് എന്നുള്ളത്. വയംബഗി അൻ യുഅവ്വില ഫി ഹാദാ അലാ സലാസി അലാമാത്ത്, 3 അടയാളങ്ങൾ കൊണ്ട് ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഒരാൾക്ക് ബോധ്യപ്പെടുത്താൻ പറ്റും. അൽ ഊല, ഒന്നാമത്തേത് അല്ലാ യഫ്റഹ ബിമൗജൂദിൻ വലാ യഹ്സന ബിമഫ്ഖൂദിൻ, വളരെ ശ്രദ്ധിക്കേണ്ട 3 അടയാളങ്ങളാണ്. ഒന്നാമത്തേത് ലഭിച്ചൊരു കാര്യത്തിൻ്റെ മേലെ അമിതമായി സന്തോഷിക്കാൻ പാടില്ല, നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ അമിതമായി ദുഃഖിക്കാനും പാടില്ല. ഇത് സുഹദിൻ്റെ വലിയൊരു അടയാളമാണ്. ഇമാം അഹ്മദ് സുഹദിനെ പറഞ്ഞ താരീഫാണ്. കമാ ഖാല തആല, ഇമാം അഹ്മദിനോട് എന്താണ് സുഹദ് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ആയത്താണ് സൂറത്തുൽ ഹദീദിലെ 23-ാമത്തെ ആയത്തിൽ, ലികൈ ലാ തഅസൗ അലാ മാ ഫാതകും, നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ എന്താവാൻ പാടില്ല, അമിതമായ ദുഃഖത്തിൽ പോകാൻ പാടില്ല. വലാ തഫ്റഹു ബിമാ അതാകും, നിങ്ങൾ കിട്ടിയതിൻ്റെ പേരിൽ അമിതമായ സന്തോഷം ഉണ്ടാകാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ കച്ചവടം ചെയ്യുന്ന ഒരാളാണ് വിചാരിക്കുക, കച്ചവടത്തിൽ പെട്ടെന്ന് വലിയ ലാഭം വന്നു, വലിയ നേട്ടം വന്നു, അതിൽ സ്വാഭാവികമായ മാനസികമായ സന്തോഷം ഉണ്ടോ, അതിൽ അമിതമായി സന്തോഷിച്ചു പോകുന്ന അവസ്ഥ എന്താണ്, അത് അള്ളാഹ് ഉദ്ദേശിച്ചത് എന്നാണ്, അതിൽ നിൽക്കണം. അല്ലെങ്കിൽ കച്ചവടം പെട്ടെന്ന് പൊളിഞ്ഞു പോയി, അല്ലെങ്കിൽ കച്ചവട സ്ഥാപനം എന്തെങ്കിലും ഒരു തീ പിടിച്ചു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറ്റി, അതിൽ ആകെ നിരാശപ്പെട്ട് ഞാൻ എങ്ങനെ ജീവിക്കാതെ ആകെ സങ്കടം, സ്വാഭാവികമായ സങ്കടം ഉണ്ടാവും, പക്ഷെ അതിനപ്പുറത്തേക്ക് ഉണ്ടാകാൻ പാടില്ല. അത് അല്ലാഹു തആല വിധിച്ചതാണ്. അതിൽ കിട്ടിയാലും പോയാലും ആ മാനസികാവസ്ഥ കൺട്രോൾ ചെയ്ത് പോവുക എന്നുള്ളതാണ് സുഹദിൻ്റെ ഒരു പ്രധാനപ്പെട്ട അടയാളം. ഇത് ഇമാം അഹ്മദിനോട് ചോദിച്ചതാണ്, വലിയ 1000 ദീനാർ അല്ലെങ്കിൽ 1,00,000 ദീനാറിൽ ഒരാൾക്ക് സായിദാവാൻ പറ്റുമോ? അദ്ദേഹം പറഞ്ഞു പറ്റും. എന്താണ് എന്നിട്ട് പറഞ്ഞു, അതിലൊരു ദീനാർ കൂടി അവന് സന്തോഷിക്കാനും പാടില്ല, ഒന്നും പോയാൽ അവന് ദുഃഖിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ അവന് സാഹിദാകാം. വഹാദ അലാമത്ത് സുഹ്ദി ഫിൽ മാൽ, സമ്പത്തിൽ ഒരാൾക്ക് സുഹൃത്തുള്ളതിൻ്റെ അടയാളതാണ്. സമ്പത്ത് അയാളുടെ കയ്യിൽ എത്ര കൂടി എന്നുള്ള വിഷയമല്ല, പക്ഷെ ഈ അടയാളം ഉണ്ടോ, സമ്പത്തിൽ അവൻ സുഹൃത്തുള്ളവനാണ്. അസ്സാനി, രണ്ടാമത്തേത് അയ്യസ്തവിയ ഇൻദഹു ദാമുഹു വമാദിഹുഹു വഹാദ അലാമത്ത് സുഹ്ദി ഫിൽ ജാഹ്, ജാഹിൻ്റെ വിഷയത്തിലുള്ള അഥവാ ഒരാളുടെ സ്ഥാനത്തിൻ്റെ വിഷയത്തിലുള്ള സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ഥാനം പദവി അതിനുള്ള സുഹൃത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവനെ ആക്ഷേപിച്ച ഒരാളും അവനെ പ്രശംസിച്ച ഒരാളും അവൻ്റെ മുമ്പിൽ ഒരേപോലെ ഇരിക്കും. അതായത് നമ്മളെ പറ്റി ഒരാൾ നല്ല ഇത് പറയാണ്, നിങ്ങൾ നല്ല ഉഷാറാണ്, നല്ലതാണ് എന്നൊക്കെ പറയാണ്, മറ്റൊരാൾ നിങ്ങൾ അത് ചെയ്ത് ശരിയില്ല കുഴപ്പമില്ല. അപ്പോൾ ആ രണ്ടാളെയും നമ്മുടെ മുമ്പിൽ എന്താവുക, ഒരേപോലെ ആവുക.
നമ്മൾ പ്രശംസിച്ച ആളോട് നമുക്കൊരു പ്രത്യേക സ്നേഹം, താല്പര്യം, നമ്മൾ വിമർശിച്ച ആളോട് പ്രത്യേക ഒരു ഇകഴ്ച ആവുന്നില്ല. രണ്ടുപേരും നമ്മുടെ മുമ്പിൽ ഒരുപോലെ ആവുക എന്നുള്ളത് സുഹുദ് ഫിൽ ജാഹ്. അസ്സാലിസ്, മൂന്നാമത്തേത് അയ്യക്കൂന ഉൻസുഹു ബില്ലാഹ്, അവൻ്റെ ഏറ്റവും അടുപ്പം അല്ലെങ്കിൽ അവന് ഏറ്റവും അടുപ്പമുള്ളത് അള്ളാഹുവിനോടാവുക. അവൻ അടുത്തൊരു ബന്ധം കൽബ് കൊണ്ട് അള്ളാഹുവിനോടാവുക. വൽ ഗാലിബു അലാ ഖൽബിഹി ഹലാവത്തു ത്വഅ, അവൻ്റെ കൽബിൽ ഏറ്റവും മുന്തി നിൽക്കുന്നത് അള്ളാഹുവിനനുസരിക്കുമ്പോഴുള്ള ആസ്വാദനാവുക. ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടെങ്കിലും അള്ളാഹുവിനനുസരിക്കുമ്പോൾ ആസ്വാദനം അവൻ ഏറ്റവും മുന്തിയതായിട്ട് നിൽക്കുക. ഫഅമ്മാ മഹബ്ബത്തു ദുനിയ വ മഹബ്ബത്തുല്ലാഹി തആല, എന്നിട്ട് പറയാണ് ദുനിയാവിനോടുള്ള ഇഷ്ടവും അള്ളാഹുവിനോടുള്ള ഇഷ്ടവും ഫഹുമാ ഫിൽ ഖൽബി കൽമാഇ വൽ ഹവാഇ ഫിൽ ഖദഹ്, അത് കൽബിൽ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഏതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ വെള്ളവും വായുവും ഉള്ളതുപോലെ ആയിരിക്കും. ഒരു പാത്രത്തിൽ വെള്ളമുണ്ട് വായുണ്ട് എന്ന് വിചാരിക്കുക. ഇദാ ദഖലൽ മാ ഖറജൽ ഹവാ, അതിൽ വെള്ളം ഒഴിച്ചാൽ എന്താവും? അതിലുള്ള വായു പുറത്തേക്ക് പോകും. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ മറ്റേ കമഴ്ത്തി വെക്കുന്ന കണ്ടറിയാം, അതിൽ വെള്ളം പുറത്തേക്ക് എടുക്കുമ്പോൾ എയർ പോയില്ലേ, അതേപോലെ അതിൽ ഏതെങ്കിലും ഒന്നേ ഉണ്ടാവുള്ളൂ. ഒന്ന് കയറുന്നതനുസരിച്ച് മറ്റേതവിടെ പോകും. ഫലാ യജ്തമിആൻ, രണ്ടും കൂടി ഒരുമിച്ച് അവിടെ നിൽക്കൂല. അതായത് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചില്ലെങ്കിൽ അതിനകത്ത് എന്താണ്? വായു ആണുള്ളത്. വെള്ളം നിറച്ചാലോ വായു ഒന്ന് പോയിട്ടുണ്ടാവും. അത് രണ്ടും കൂടി ഒരുമിച്ച് ഉണ്ടാവില്ല. ഖീല ലിബഅദിഹിം, ചില സലഫുകളോട് പറയപ്പെട്ടു, ഇലാ മാ അഫ്ളാ ബിഹിം സുഹദ്, ഒരാൾ സുഹദ് കൊണ്ട് ഏതുവരെ എത്തുക, ഏതുവരെ ഒരാൾക്ക് എത്താൻ പറ്റുക? ഖാല ഇലൽ ഉൻസി ബില്ലാഹ്, അള്ളാഹുവിലേക്കുള്ള അടുത്ത ബന്ധം വരെ എത്താൻ പറ്റുക. സുഹദ് കൊണ്ട് ഒരാൾക്ക് ഏതുവരെ എത്താൻ പറ്റുക? അത് എവിടെയെന്ന് പറഞ്ഞാൽ ഇലൽ ഉൻസി ബില്ലാഹ്, അള്ളാഹുമായുള്ള അടുത്ത ബന്ധം വരെയാണ് എത്താൻ പറ്റുക. ഈ അൽ ഉൻസു ബില്ലാഹ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സലഫുകൾ ധാരാളമായി സംസാരിച്ചിരുന്ന വിഷയമാണ്, അള്ളാഹുമായിട്ടുള്ള അടുത്ത ബന്ധം. അത് ചിലപ്പോൾ അത് അനുഭവിച്ച ആളുകൾക്ക് മനസ്സിലാവും അത് എത്രത്തോളം ആസ്വാദനമുള്ള, എത്രത്തോളം സമാധാനം ലഭിക്കുന്ന ഒരു കാര്യമാണെന്നുള്ളത്. പക്ഷേ ബാക്കിയുള്ള തിരക്കുകളിൽ മുഴുകി അല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവിൻ്റെ കുറവ് കൊണ്ടോ ഇബാദത്തിൻ്റെ കുറവ് കൊണ്ടോ നമുക്ക് ചിലപ്പോൾ ലഭിച്ചോളുന്നില്ല. പക്ഷെ നമ്മൾ പരിശ്രമിക്കണം അള്ളാഹുമായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടാക്കിയെടുക്കാൻ. ഖാല യഹ്യ ഇബ്നു മുആദ് റഹിമഹുല്ലാ, അദ്ദേഹം പറഞ്ഞു, അദ്ദുനിയ കൽ അറൂസ്, ദുനിയാവ് എന്നുള്ളത് ഒരു മണവാട്ടി പെണ്ണിനെ പോലെയാണ്, അല്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു പെണ്ണിനെ പോലെയാണ്. വമൻ യത്ലുബുഹാ മാശിതതുഹാ, അതിനെ തേടി പോകുന്ന ഒരുവെന്ന് പറഞ്ഞാൽ അവളുടെ മുടി ചീതുന്ന ഒരാളെ പോലെയാണ്. അതായത് അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ഒരു പെണ്ണ് അവളെ അലങ്കരിക്കുന്ന ഒരു ആളെ പോലെയാണ്, അല്ലെങ്കിൽ അവളുടെ സൗന്ദര്യം ഇതൊക്കെ നോക്കുന്ന ഒരാളെ പോലെയാണ് അതിനെ തേടി പോകുന്നവൻ. വസ്സാഹിദു, ഒരു സാഹിദ് സുഹുദുള്ള ആള്, യുസ്ഖിമു വജ്ഹഹ, ആ അറൂസിൻ്റെ ആ അണിഞ്ഞൊരുങ്ങിയ പെണ്ണിൻ്റെ മുഖത്ത് കരി തേക്കും. വയൻതിഫു ശഅറഹ, അവളുടെ മുടി എടുത്ത് കളയും. വയുഖ്ദിഖു സൗബഹ, അവളുടെ വസ്ത്രം ഒഴിവാക്കും, അഥവാ അത് മുഷിഞ്ഞതാക്കും. അതായത് അവളുടെ സൗന്ദര്യമുള്ളതായിട്ട് കാണൂല. വൽ ആരിഫു മുസ്തഖിലുൻ ബില്ലാഹി തആല അൻഹ, ഒരു അള്ളാഹിനെ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ ഇവളെക്കാളും അഥവാ ദുനിയാവിനേക്കാളും അള്ളാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുഴുകിയിരിക്കുന്നവനായിരിക്കും. ഇതിൻ്റെ പിന്നാലെ അവൻ പോകില്ല എന്നുള്ളത്. എന്നിട്ട് മുഅല്ലിഫ് റഹിമഹുല്ലാഹ് പറയാണ്, ഇതാണ് സുഹുദുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സുഹുദിൻ്റെ വിധികളുമായി ബന്ധപ്പെട്ട് നാം ഉദ്ദേശിച്ചത് ഈ കാര്യങ്ങളാണ് എന്നുള്ളത്. പിന്നെ അതിനെ തുടർന്ന് വരുന്നത് അടുത്ത ഈ കിതാബിലെ അഥവാ മിൻഹാജുൽ ഖാസിർ എന്നുള്ള കിതാബിലെ അടുത്ത ഭാഗങ്ങൾ തവക്കുലും തൗഹീദും അതുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ സുഹുദ് ശരിയാവണമെങ്കിൽ തവക്കുൽ കൊണ്ടേ ആവുകയുള്ളൂ എന്ന് പറഞ്ഞ് തവക്കുലിൻ്റെ ബാബിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാഹ് പിന്നെ ആളുകൾക്ക് വായിച്ച് കേൾപ്പിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് വലിയ കിതാബാണ്, 800 ചില്ലാനം പേജുകളുണ്ട്. മുഖ്തസർ മിൻഹാജുൽ ഖാസിദീൻ, വായിക്കേണ്ട ഒരു കിതാബാണ്. ഈ നിലക്കുള്ള കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന, മനസ്സിലാക്കി തരുന്ന ഒരു കിതാബാണ്. ഇൻഷാ അല്ലാഹ് ഭാവിയിൽ വായിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇത്രയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.